ഹായ് മക്കളെ, അപ്പം നമ്മൾ ഓണപരീക്ഷയ്ക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളാണ് അല്ലേ? ഓക്കെ, അപ്പം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ചാപ്റ്റർ നമ്മുടെ +1 മൂന്നാമത്തെ ചാപ്റ്റർ ഏതാണ്? ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ് ആൻഡ് പീരിയോഡിസിറ്റി ഇൻ പ്രോപ്പർട്ടീസ്. നമുക്ക് അറിയാം +1 തന്നെ ഏറ്റവും എളുപ്പമുള്ളൊരു ചാപ്റ്റർ ആണ്. കാരണം അതിൽ നിന്ന് ഭയങ്കരമായിട്ട് പ്രോബ്ലംസോ ഒന്നും തന്നെ വരില്ല. നമ്മൾ കണ്ടന്റ് ക്ലിയർ ആക്കി മനസ്സിലാക്കിയാൽ നമുക്ക് ഈസി ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് മാത്രമേ ഈ ഒരു പാഠത്തിലുള്ളൂ അല്ലേ? നമ്മൾ ഈ ചാപ്റ്റർ ടീച്ചർ എടുത്തപ്പോൾ തന്നെ പറഞ്ഞു നമ്മൾ എങ്ങനെ പഠിക്കണം, ഇത് ഒരു കഥ പോലെ ഒരു ഹിസ്റ്ററിയാണ് അല്ലേ? പീരിയോഡിക് ടേബിളിന്റെ ഒരു ഹിസ്റ്ററിയൊക്കെ നമ്മൾ പഠിച്ച് പിന്നെ ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്ന ആ പീരിയോഡിക് ടേബിളിന്റെ പല പല സ്വഭാവങ്ങൾ നമ്മൾ പഠിച്ചു. അത് ഓരോ ഗ്രൂപ്പിലും പീരീഡിലും എങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യുന്നു, ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള, എന്നാൽ നമുക്ക് കെമിസ്ട്രി ഇനി അങ്ങോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് +2 അല്ല ഹയർ ക്ലാസ്സിൽ പോകുമ്പോഴും പീരിയോഡിക് ടേബിളിനെ പറ്റിയിട്ടും ഓരോ എലമെന്റുകളെ പറ്റിയിട്ടും ഒക്കെ വളരെ ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അടിസ്ഥാനം ഉണ്ടാക്കി തരുന്ന ഒരു ചാപ്റ്റർ ആണ്. ഇപ്പോൾ ലാസ്റ്റ് എക്സാമിലേക്ക് വരുമ്പോഴൊക്കെ ഇതിനകത്ത് നിന്ന് ഒരു 10-15 മാർക്കിനോളം ചോദ്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ ഇപ്പോൾ ഓണ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ ഏതൊക്കെ മേഖലയിൽ നിന്നാണ് ഈ ക്വസ്റ്റ്യൻസ് വരുന്നത്, നമ്മൾ പഠിച്ചു കഴിഞ്ഞ മേഖലകൾ, അതിൽ ഇമ്പോർട്ടന്റ് ഏതാണ്? നിങ്ങൾക്കിപ്പോൾ ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ് നിങ്ങൾ പഠിച്ചിട്ടില്ല അല്ലെ? നിങ്ങൾ പഠിച്ചില്ല, പഠിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ക്ലാസ് കഴിയുമ്പോൾ ടീച്ചറിന്റെ കൂടെ തന്നെ നിങ്ങൾ ഇതിന്റെ എല്ലാ കോൺസെപ്റ്റുകളും പഠിക്കുകയും അതിൽ നിന്ന് വരാവുന്ന ചോദ്യങ്ങൾ ഏതൊക്കെ മേഖലയിൽ നിന്നാണെന്ന് ടീച്ചർ പറഞ്ഞു തരാം. അപ്പൊ ആ ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. കാരണം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ടീച്ചർ ഇപ്പോൾ പറയുന്നത്. നിങ്ങൾക്ക് എക്സാമിന് വേണ്ടി എന്തൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട് ഒന്ന് ചുരുക്കി അല്ലെ, ഒന്ന് ചുരുക്കി പറഞ്ഞു തരാണ്. നിങ്ങൾ പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ടും എല്ലാ കാര്യങ്ങളും ഒരു ബേസ് കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് ചാപ്റ്ററിലോട്ട് കയറാലോ? ഓക്കെ ആണല്ലോ? ഓക്കെ, അപ്പോ നമ്മുടെ ചാപ്റ്ററിന്റെ പേര് തന്നെ ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ് ആൻഡ് പീരിയോഡിസിറ്റി ഇൻ പ്രോപ്പർട്ടീസ്. ഫസ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ് ആണ്. മക്കളെ, ഈ ക്ലാസിഫിക്കേഷൻ നിങ്ങൾ NCERT ഫസ്റ്റ് ഒരു ഹെഡിങ് ആയിട്ട് തന്നെ കൊടുത്തിരിക്കുകയാണ്, വൈ ഡു വി ക്ലാസിഫൈ എലമെന്റ്സ്. നമ്മൾ ഓരോ ചാപ്റ്റർ പഠിക്കുമ്പോഴും ഇത് എന്തിനാണ് നമ്മുടെ സിലബസിൽ ഇൻക്ലൂഡ് ആയിരിക്കുന്നത്, എന്താണ് നമ്മൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാകേണ്ടത് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ എന്തിനാണ് നിങ്ങൾ ക്ലാസിഫിക്കേഷൻ ചെയ്യുന്നത്? ടീച്ചർ ഇതിന്റെ ഫുൾ ക്ലാസ് എടുത്തപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നു, NCERT എസെൻഷ്യലി നമ്മൾ ഫുൾ ക്ലാസ് എടുത്തിരുന്നുണ്ട് അല്ലേ? അപ്പൊ ആ ക്ലാസ്സിൽ ടീച്ചർ പറഞ്ഞു തന്നിരുന്നു എന്തിനാണ് നമ്മൾ ക്ലാസിഫിക്കേഷൻ ചെയ്യുന്നത്. നമ്മൾ വീട്ടിൽ തന്നെ നമ്മുടെ സ്റ്റഡി ടേബിളിൽ നമുക്കിപ്പോൾ എന്തൊക്കെ പഠിക്കാനുണ്ട്, കെമിസ്ട്രി പഠിക്കാനുണ്ട്, നിങ്ങൾക്ക് ഫിസിക്സ് പഠിക്കാനുണ്ട്, മാത്സ് പഠിക്കാനുണ്ട്, ബയോളജി ഉണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാത്തിന്റെ ബുക്സ് ഇങ്ങനെ വലിച്ചു വാരിയിട്ടേക്കാണോ? ആണോ? അല്ല അല്ലേ? കെമിസ്ട്രി ഒരു സെക്ഷനിൽ വെച്ചിരിക്കുന്നു, ഫിസിക്സ് വെച്ചിരിക്കുന്നു, മാത്സ് വെച്ചിരിക്കുന്നു, ബയോളജി വെച്ചിരിക്കുന്നു. അങ്ങനെ നിങ്ങൾ ഓരോ പാർട്ടായിട്ട് ഓരോ സെക്ഷൻ ആയിട്ടാണ് അടുക്കി വെച്ചിരിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുന്നത്? എക്സാമിന്റെ സമയത്ത് നമുക്ക് ഫിസിക്സ് പഠിക്കാനാണെങ്കിൽ ആ ഒരു സെക്ഷനിൽ പോയി നോക്കി ഫിസിക്സിന്റെ നോട്ട് എടുത്ത് പഠിക്കാം. ഇപ്പൊ കെമിസ്ട്രി പഠിക്കാനാണെങ്കിൽ ആ ഒരു സെക്ഷനിൽ പോയി കെമിസ്ട്രിയുടെ നോട്ട് എടുത്ത് പഠിക്കാം. അപ്പോൾ ഇങ്ങനെ ഈസി ആയിട്ട് നമുക്ക് കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോ സെക്ഷനായിട്ട് ക്ലാസിഫിക്കേഷൻ ചെയ്ത് വെച്ചിരിക്കുന്നത് അല്ലേ? ഇപ്പൊ ഒരു ലൈബ്രറിയിൽ നമ്മൾ പോയാൽ തന്നെ ബുക്സ് എല്ലാം അവിടെ വലിച്ചു വാരിയിട്ടിരുന്നാല്, നമ്മളിപ്പോ ലൈബ്രറി പോയിട്ട് ഇപ്പോ ലിറ്ററേച്ചറിന്റെ അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഒരു ടെക്സ്റ്റ് ബുക്ക് നമുക്ക് വേണം. ഇവര് സയൻസും ടെക്നോളജിയും സോഷ്യൽ ഇംഗ്ലീഷ് എല്ലാം കൂടെ മിക്സ് ആക്കിയിട്ടിരുന്നാൽ നമുക്ക് ഇങ്ങനത്തെ നമുക്ക് കൃത്യമായിട്ട് എടുക്കാൻ പറ്റുമോ? നമുക്ക് വേണ്ടുന്ന ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്ക് നമുക്ക് എടുക്കാൻ പറ്റുമോ? ഇല്ല അല്ലേ? ഇങ്ങനെ അടുക്കി വെച്ചിരുന്നാൽ ഇംഗ്ലീഷിന് ഒരു സെക്ഷൻ, സയൻസിന് ഒരു സെക്ഷൻ അല്ലെങ്കിൽ സോഷ്യലിന് ഒരു സെക്ഷൻ, ഇങ്ങനെ വെച്ചിരുന്നാൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് ആവശ്യമുള്ളത് എടുക്കാൻ പറ്റൂ. അപ്പൊ നമുക്ക് കൈകാര്യം ചെയ്യാൻ എളുപ്പം വരും. അതുപോലെ തന്നെ എലമെന്റുകളെ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാനും അത് ഏതൊക്കെ ഭാഗത്ത് വരുന്നു, അപ്പൊ ആ ഭാഗത്ത് വരുമ്പോൾ അതിന്റെ സ്വഭാവം എന്തായിരിക്കും, ഇങ്ങനെയുള്ള കാര്യങ്ങൾ എലമെന്റിന്റെ ഫുൾ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തിരിക്കുന്നത്, എലമെന്റ്സിനെ ഡിഫറെന്റ് ആയിട്ട് ക്ലാസിഫിക്കേഷന് വിധേയമാക്കിയിരിക്കുന്നത്. ഓക്കെ, അപ്പോ ഈ ക്ലാസിഫിക്കേഷൻ പെട്ടെന്ന് ഒരു ദിവസം ഒരു സയന്റിസ്റ്റ് വന്നിട്ട് ഇങ്ങനെ സജസ്റ്റ് ചെയ്ത് പറഞ്ഞു തന്നതാണോ? അല്ല അല്ലേ? ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് കുറേ സയന്റിസ്റ്റുകളുടെ കഷ്ടപ്പാടും അവരുടെ കുറേ കോൺട്രിബ്യൂഷൻസ്
ഒക്കെ കൂടി ഉണ്ടായിട്ടാണ് നമ്മൾ ഇന്ന് കാണുന്ന രീതിയിൽ എലമെന്റുകളെ ക്ലാസിഫിക്കേഷൻ നടത്തിയിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഇന്ന് കാണുന്ന രീതി മാത്രം പഠിച്ചാൽ മതിയോ? ഇല്ല. ഏതൊക്കെ രീതിയിലൂടെയാണ് നമ്മുടെ സയന്റിസ്റ്റുകൾ ഇതിലേക്ക് വന്നത് എന്ന് കൂടി നമ്മൾ അറിഞ്ഞിരിക്കണ്ടേ മക്കളെ? അതാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ആദ്യം പഠിക്കാൻ പോകുന്നത്, ഹിസ്റ്ററി ഓഫ് പീരിയോഡിക് ടേബിൾ. പീരിയോഡിക് ടേബിൾ ഇങ്ങനെ ആയതിന് പിന്നിലൊരു ചരിത്രമുണ്ട്. ഒരു 3-4 ആൾക്കാരുടെ ചരിത്രം നമ്മൾ പഠിക്കണം. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ചാപ്റ്ററിൽ നിന്ന് ചോദ്യം ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു മേഖലയാണ്. അപ്പൊ ടീച്ചർ ചാപ്റ്ററിലോട്ട് കയറട്ടെ. ഫസ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത്, ഓക്കെ, അപ്പൊ ഒരു 3 ആൾക്കാരുടെ ചരിത്രം നമുക്ക് ആദ്യം പഠിക്കാനുണ്ട്. നമ്മൾ പഠിച്ചു വന്നപ്പോൾ നമ്മൾ പഠിച്ചു കുറേ ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. അതെല്ലാം ജസ്റ്റ് ടീച്ചർ ഒന്ന് മെൻഷൻ ചെയ്തു പോവാം. 3 ആൾക്കാരുടെ നിങ്ങൾ വളരെ പ്രധാനമായിട്ടും നിർബന്ധമായിട്ടും ഓർത്തിരിക്കേണ്ടതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ജസ്റ്റ് നോക്കാം. ലാവോസിയറിന്റെ ക്ലാസിഫിക്കേഷൻ ആണ്. ലാവോസിയർ എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തതെന്ന് നിങ്ങൾക്കറിയോ? അപ്പോൾ അന്ന് ഏകദേശം 30 എലമെന്റുകളാണ് ഉണ്ടായിരുന്നത്. ആ 30 എലമെന്റുകളെ അദ്ദേഹം മെറ്റൽസ് എന്നും നോൺ മെറ്റൽസ് എന്നും ക്ലാസിഫൈ ചെയ്തു. ഈ 30 എലമെന്റുകളെ അദ്ദേഹം മെറ്റൽസ് എന്നും നോൺ മെറ്റൽസ് എന്നും ക്ലാസിഫിക്കേഷന് വിധേയമാക്കി. ഓക്കെ, അപ്പോൾ മെറ്റൽസിനെയും നോൺ മെറ്റൽസിനെയും പറ്റി അദ്ദേഹം പറഞ്ഞു. പക്ഷേ ഇവരുടെ രണ്ടിന്റെയും പ്രോപ്പർട്ടീസ് കാണിക്കുന്ന മെറ്റലോയിഡുകളെ പറ്റിയിട്ട് ഒന്നും തന്നെ അദ്ദേഹം പറഞ്ഞില്ല. ഓക്കെ, അങ്ങനെ ആ ക്ലാസിഫിക്കേഷൻ നിലനിന്നില്ല. അടുത്ത ക്ലാസിഫിക്കേഷൻ ആണ് ഡോബറേനിയറിന്റെ ക്ലാസിഫിക്കേഷൻ. ഡോബറേനിയസ് ക്ലാസിഫിക്കേഷൻ അദ്ദേഹം ക്ലാസിഫൈ ചെയ്തത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയോ? ഡോബറേനിയസ് ക്ലാസിഫിക്കേഷൻ ഒരേ സ്വഭാവം കാണിക്കുന്ന 3 എലമെന്റുകളുടെ ഗ്രൂപ്പുകൾ ഉണ്ടാക്കി അദ്ദേഹം ക്ലാസിഫൈ ചെയ്തു. ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ട് അടുത്ത ക്ലാസിഫിക്കേഷൻ വന്നത് നമ്മുടെ ന്യൂലാൻഡിന്റെ ക്ലാസിഫിക്കേഷൻ ആണ്. ന്യൂലാൻഡിന്റെ ക്ലാസിഫിക്കേഷൻ അത് കഴിഞ്ഞിട്ട് നമുക്ക് പഠിക്കാനുള്ളത്, അതിനിടയിൽ ചെറിയ ആൾക്കാരുണ്ട്. ABD കാങ്കോട്ടോയ്സിന്റെ നിങ്ങൾക്ക് പഠിക്കാറുണ്ട്, ലോദർമെയറിന്റെ പഠിക്കാനുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ മെന്റലീവിന്റെ ക്ലാസിഫിക്കേഷൻ പഠിക്കണം. മെന്റലീവിന്റെ ക്ലാസിഫിക്കേഷൻ. അപ്പൊ ഇത്രയും കഴിയുമ്പോൾ ഹിസ്റ്ററി ഓഫ് പീരിയോഡിക് ടേബിൾ കഴിയും. നമ്മൾ ഇന്ന് കാണുന്ന പീരിയോഡിക് ടേബിളിലേക്ക് വന്ന ആ ഒരു ഹിസ്റ്ററി, കാരണം ഇത്രയേറെ സയന്റിസ്റ്റുകളുടെ കോൺട്രിബ്യൂഷനിൽ നിന്ന് കുറെ കാര്യങ്ങൾ എടുത്തിട്ടാണ് നമ്മൾ ഇന്ന് കാണുന്ന പീരിയോഡിക് ടേബിളിന് ആ ഒരു ഫോമിൽ ആയി വന്നത് അല്ലേ? അപ്പൊ നമ്മൾ ഈ ഹിസ്റ്ററിയും ഉറപ്പായിട്ടും പഠിക്കണം. അപ്പൊ നമുക്ക് ആദ്യം ആരുടെ പഠിക്കണം? ഡോബറേനിയറിന്റെ ക്ലാസിഫിക്കേഷൻ നോക്കാം. ഡോബറേനിയർ എങ്ങനെയൊക്കെയാണ് ക്ലാസിഫിക്കേഷൻ നടത്തിയിരിക്കുന്നത്? ജൊഹാൻ ഡോബറേനിയർ ക്ലാസിഫൈഡ് എലമെന്റ്സ് ഇൻടു സ്മോൾ ഗ്രൂപ്പ് ഈച്ച് കണ്ടെയ്നിങ് 3 എലമെന്റ്സ്. ഡോബറേനിയർ എന്താ ചെയ്തത്? 3 എലമെന്റുകളുടെ വീതമുള്ള ഓരോ ഗ്രൂപ്പുകൾ ഉണ്ടാക്കി. ദി സ്മോൾ ഗ്രൂപ്പ് വെയർ കോൾഡ് ട്രയാഡ്സ്. ഇങ്ങനെ 3 എണ്ണം വരുന്ന ഓരോ ഗ്രൂപ്പുകളാക്കി. എന്നിട്ട് അദ്ദേഹം അതിനെ എന്ത് വിളിച്ചു? ട്രയാഡുകൾ എന്ന് വിളിച്ചു. എന്താണ് വിളിച്ചത്? ട്രയാഡ്സ്. അപ്പൊ ഡോബറേനിയറിന്റെ ട്രയാഡ്സ് എന്താണെന്നൊരു ചോദ്യം ചോദിക്കുന്നതാണ്, ചോദിച്ചിട്ടുമുണ്ട്, എക്സാമിനൊക്കെ ചോദിക്കുന്നതാണ്. എന്താണ് ട്രയാഡ്സ്? എന്താണ്? ഡോബറേനിയർ 3 എലമെന്റുകളെ വീതം ഓരോ ഗ്രൂപ്പിലാക്കി. ആ സ്മോൾ ഗ്രൂപ്പിന് അദ്ദേഹം നൽകിയ പേരാണ് ട്രയാഡ്. ഇനി ഈ ട്രയാഡിന്റെ പ്രത്യേകത എന്താണെന്ന് കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. നോക്കിക്കേ, അദ്ദേഹം ആദ്യം ലിഥിയം, സോഡിയം, പൊട്ടാസ്യം അദ്ദേഹം പറഞ്ഞ അനുസരിച്ച് ഇവരുടെ ആദ്യത്തെയും അവസാനത്തെയും ആളുടെ അരിത്തമെറ്റിക് മീൻ ആയിരിക്കും നടുവിലത്തെ ആളുടെ സ്വഭാവം. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ അറ്റോമിക് മാസ് എടുക്കാം. ഓക്കെ, ലിഥിയത്തിന്റെ 7, പൊട്ടാസ്യത്തിന്റെ 39. അങ്ങനെയാണെങ്കിൽ 39 + 7/2 നമ്മൾ ആവറേജ് എടുക്കുകയാണ്. അപ്പൊ എത്ര വരും? 46/2, അതായത് 23 എന്ന് വരും. അതല്ലേ നമ്മുടെ സോഡിയത്തിന്റെ? അപ്പൊ ആദ്യത്തെയും അവസാനത്തെയും ആളുടെ ഫിസിക്കൽ പ്രോപ്പർട്ടിയുടെ ഏകദേശം മിഡിൽ ആയിരിക്കും എന്ത്? നടുവിലുള്ള ആളുടെ സ്വഭാവം. അപ്പൊ ഈ ട്രയാഡുകൾക്ക് എക്സാമ്പിൾ ചോദിക്കാം. ആ എക്സാമ്പിൾ പഠിക്കാൻ ടീച്ചർ NCERT ക്ലാസ് എടുത്ത് തന്നപ്പോൾ, എസെൻഷ്യലിന്റെ ക്ലാസ് എടുത്തപ്പോൾ ടീച്ചർ ഒരു കോഡ് പറഞ്ഞു തന്നല്ലേ? ലീനയ്ക്ക് എന്ന് ഓർത്ത് വയ്ക്കുക. ലിഥിയം, സോഡിയം, പൊട്ടാസ്യം. അതേപോലെ അടുത്ത ആൾക്കാരാണ് കാൽസ്യം, സ്ട്രോൺഷ്യം, ബേരിയം. അത് മമ്മൂട്ടിയുടെ കസബ സിനിമ ഓർത്താൽ മതി. അടുത്ത ആരായിരുന്നു? ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ. അത് CBI എന്ന് ഓർത്താൽ മതി അല്ലേ? എളുപ്പമല്ലേ? ട്രയാഡുകളുടെ എക്സാമ്പിൾ ചോദിക്കാം. ആദ്യം ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, രണ്ടാമത് കാൽസ്യം, സ്ട്രോൺഷ്യം, ബേരിയം, മൂന്നാമത് ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ. അപ്പൊ ഇങ്ങനെയാണ് ട്രയാഡുകളെ അദ്ദേഹം ക്ലാസിഫൈ ചെയ്തത്. ഇൻ ട്രയാഡ്
atomic mass of the middle element is approximately the average of other two elements. മിഡിൽ എലമെന്റിന്റെ അറ്റോമിക് മാസ് എന്ന് പറയുന്നത് മുകളിലത്തെയും താഴത്തെയും എലമെന്റിന്റെ അപ്രോക്സിമേറ്റ് ആവറേജ് ആയിരിക്കും. ദിസ് ഈസ് നോൺ ആസ് ലോ ഓഫ് ട്രയാഡ്സ്. അപ്പൊ ഇതിനെയാണ് ലോ ഓഫ് ട്രയാഡുകൾ എന്ന് വിളിച്ചത്. ഓക്കെ, അദ്ദേഹം എങ്ങനെയാ ക്ലാസിഫിക്കേഷൻ നടത്തിയത്? ആദ്യം 3 എലമെന്റുകളെ ഒരു ഗ്രൂപ്പുകളിലാക്കി. എന്നിട്ട് അതിന്റെ പ്രത്യേകത എന്താണ് ലോ ഓഫ് ട്രയാഡ്സിൽ പറഞ്ഞത്? ആദ്യത്തെയും അവസാനത്തെയും ആളുടെ നടുവിൽ ഒരു സ്വഭാവമായിരിക്കും മിഡിൽ ആള് കാണിക്കുന്നത്. This classification was rejected since the law of triad was applicable only to few elements. ഇത് റിജക്റ്റ് ആയിപ്പോയി. കാരണം എന്താണ്? ഈ പറഞ്ഞ ഇത്രയും എലമെന്റുകൾക്ക് മാത്രമേ ഈ ഒരു ലോ ആപ്ലിക്കബിൾ ആയിട്ട് വന്നോളൂ. ഈ ആദ്യത്തെ അവസാനത്തെ ആളുടെ സ്വഭാവത്തിന്റെ മില്ലാണ് നടുവിലത്തെ ആളെന്നുള്ള ഈ ഒരു ലോ ഓഫ് ട്രയാഡ്സ് വളരെ കുറച്ച് എലമെന്റുകൾക്ക് മാത്രമേ നിലനിന്നുള്ളൂ. അതുകൊണ്ട് തന്നെ കാലക്രമേണ ഇതിന് എന്ത് സംഭവിച്ചു? ഇത് തള്ളിപ്പോയി. അപ്പൊ ഉറപ്പായിട്ടും അടുത്ത ഒരു ക്ലാസിഫിക്കേഷൻ വരണ്ടേ? ഇങ്ങനെ ഓരോരോ ക്ലാസിഫിക്കേഷനുകളായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അടുത്ത ആളുടെ വരണം. ഇപ്പൊ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ഡോബറീനിയറിന്റെ എന്താണ് ഓർക്കേണ്ടത്? ട്രയാഡ് ഓർക്കണം. ട്രയാഡ് എന്താണെന്ന് ഓർക്കണം. ലോ ഓഫ് ട്രയാഡ്സ് അതിന്റെ എക്സാമ്പിൾ. ഇത്രയായപ്പോൾ ഡോബറീനിയറിന്റെ ക്ലാസിഫിക്കേഷൻ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ? പഠിച്ചു കഴിഞ്ഞു. നിങ്ങൾക്ക് ഇപ്പൊ എല്ലാവർക്കും അറിയാം ഡോബറീനിയറിന്റെ ക്ലാസിഫിക്കേഷൻ എന്താണ് ട്രയാഡ്സിന്റെ എക്സാമ്പിളും അറിയാം. അടുത്ത ക്ലാസിഫിക്കേഷനിൽ നമുക്ക് പോകാലോ. അപ്പം ഹിസ്റ്ററിയിലെ ഒരാളെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു, നിങ്ങൾക്ക് പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, അടുത്ത ആള് ന്യൂലാൻഡിന്റെ ക്ലാസിഫിക്കേഷൻ. ന്യൂലാൻഡ് എങ്ങനെയാ ക്ലാസിഫൈ ചെയ്തെന്ന് ചോദിച്ചാൽ, അദ്ദേഹം അന്ന് കണ്ടുപിടിക്കപ്പെട്ട എലമെന്റുകളെ അവരുടെ അറ്റോമിക് മാസിന്റെ അടിസ്ഥാനത്തിൽ അറേഞ്ച് ചെയ്ത് വെച്ചു. ഇങ്ങനെ അദ്ദേഹം അറ്റോമിക് മാസിന്റെ അടിസ്ഥാനത്തിൽ അറേഞ്ച് ചെയ്തപ്പോൾ അദ്ദേഹത്തിന് ഒരു കാര്യം മനസ്സിലായി. ഇതില് ഒന്നാമത്തെ ആളുടെ അതേ സ്വഭാവമാണ് എട്ടാമത്തെ ആളും റിപ്പീറ്റ് ചെയ്യുന്നതെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അപ്പൊ ഇതെന്ന് പറയുന്നത് എന്തുമായിട്ട് ബന്ധമുണ്ട്? നമ്മൾ പാട്ടൊക്കെ പഠിക്കുമ്പോൾ അല്ലേ, നമ്മുടെ മ്യൂസിക്കൽ നോട്ട്സ് സരിഗമ പദനിസ നമ്മൾ പഠിക്കുന്നില്ലേ, ആ മ്യൂസിക്കൽ നോട്ട്സുമായിട്ട് ബന്ധമുണ്ടെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അതായത് ഒന്നാമത്തെ ആള് സ, അത് തന്നെയല്ലേ എട്ടാമതും റിപ്പീറ്റ് ചെയ്യുന്നത്. അതേപോലെ എലമെന്റുകളെ അദ്ദേഹം അറ്റോമിക് മാസിന്റെ അടിസ്ഥാനത്തിൽ അറേഞ്ച് ചെയ്തപ്പോൾ ഒന്നാമത്തെ ആളുടെ സ്വഭാവവും എട്ടാമത്തെ ആളുടെ സ്വഭാവവും ഒരുപോലെ വരുന്നതായിട്ട് ആർക്ക് മനസ്സിലായി? ന്യൂലാൻഡിന് മനസ്സിലായി. അദ്ദേഹത്തിന്റെ ക്ലാസിഫിക്കേഷനെയാണ് ലോ ഓഫ് ഒക്ടേവ്സ് എന്ന് വിളിച്ചത്. മക്കളെ നോക്കിക്കേ, ന്യൂലാൻഡ് ക്ലാസിഫിക്കേഷൻ. ന്യൂലാൻഡ് arranged the element in the increasing order of their atomic mass. അറ്റോമിക് മാസിന്റെ ഇൻക്രീസിംഗ് ഓർഡറിലാണ് അദ്ദേഹം അറേഞ്ച് ചെയ്തത്. He noted that property of every 8th element starting from a given element are similar to the first element. ഓരോ എട്ടാമത്തെ എലമെന്റും അതിന്റെ ഒന്നാമത്തെ എലമെന്റിന്റെ കൂടെ എന്ത് കാണിക്കുന്നു? ഒരു സിമിലർ സ്വഭാവം കാണിക്കുന്നു. The relationship is just like the resemblance of first and 8th musical note. ഒന്നാമത്തെ അല്ലേ, നമ്മൾ സരിഗമ പദനിസ എഴുതുന്നതല്ലേ, സ ജി ഗ മ പ ദ നി സ. കണ്ടോ, ഒന്നാമത്തെയും എട്ടാമത്തെയും ആളുടെ ആ സ്വഭാവത്തിലുള്ള മാച്ചിങ് പോലെ തന്നെ ഇവിടെയും കാണപ്പെട്ടു. ഹി നെയ്മഡ് ദിസ് ആസ് ലോ ഓഫ് ഒക്ടേവ്സ്. ഇത് ചോദിക്കുന്നതാണ്, എന്താണ് ലോ ഓഫ് ഒക്ടേവ്സ്? എന്താണ്? അദ്ദേഹം അറ്റോമിക് മാസിന്റെ അടിസ്ഥാനത്തിൽ എലമെന്റുകളെ അറേഞ്ച് ചെയ്തപ്പോൾ ഒന്നാമത്തെ ആളുടെ അതേ സ്വഭാവം തന്നെ എട്ടാമത്തെ ആളും ആവർത്തിക്കുന്നു. എന്നിട്ട് ഈ ലോയും എന്തായി പോയി? കാലക്രമേണ റിജക്റ്റ് ആയി. എന്താണ് റിജക്റ്റ് ആവാനുള്ള കാരണം എന്ന് ചോദിച്ചാൽ, കാൽസ്യം വരെയുള്ള എലമെന്റുകൾക്ക് മാത്രമേ അദ്ദേഹത്തിന് ഈ ഒരു ക്ലാസിഫിക്കേഷൻ, ഈ രീതിയിലുള്ള ഒരു ക്ലാസിഫിക്കേഷൻ ആപ്ലിക്കബിൾ ആയിട്ട് വന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ലോയും ലോ ഓഫ് ഒക്ടേവ്സ് അല്ലെങ്കിൽ ന്യൂലാൻഡിന്റെ ക്ലാസിഫിക്കേഷനും കാലക്രമേണ നിലനിന്നില്ല, അതും പോയി. അടുത്ത ആളാണ് ABD ക്യാൻ കോർട്ടോയിസ്. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മാത്രം മതി. അദ്ദേഹം എലമെന്റുകളെ ഇവരെ പോലെ തന്നെ അറ്റോമിക് വെയിറ്റിന്റെ അടിസ്ഥാനത്തിൽ അറേഞ്ച് ചെയ്തു and made a cylindrical table of element to display the regular repetition of properties. അതായത് എലമെന്റുകളെ അവരുടെ അറ്റോമിക് വെയിറ്റിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം അറേഞ്ച് ചെയ്യുകയും ഇതിനെ ഒരു സിലിണ്ടറിക്കൽ ടേബിളിലായിട്ട് ഓരോ എലമെന്റുകളെ അറേഞ്ച് ചെയ്തു. ടെലൂറിയം എന്ന് പറയുന്ന എലമെന്റ് ആണ് അദ്ദേഹം അതിന്റെ നടുവിലായിട്ട് വെച്ചത്. അതുകൊണ്ട് തന്നെ ABD കാൻ കോർട്ടോയിസിന്റെ ഈ ഒരു മോഡലിനെ ടെലൂറിയം ഹെലിക്സ് എന്ന് നമ്മൾ പറയാറുണ്ട്. ഓക്കെ, ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതി. ABD കാൻ കോർട്ടോയിസ് അറ്റോമിക് വെയിറ്റിന്റെ അടിസ്ഥാനത്തിലാണ് എലമെന്റുകളെ ക്ലാസിഫിക്കേഷൻ നടത്തിയത്. അതിനെ അദ്ദേഹം ഒരു സിലിണ്ടറിക്കൽ ടേബിളിലായിട്ട് എലമെന്റുകളെയൊക്കെ അറേഞ്ച് ചെയ്യുന്ന രീതിയിലാണ് ആ
ഒരു ക്ലാസിഫിക്കേഷൻ നടത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ എന്തൊക്കെയാണ് പഠിച്ചത്? ആദ്യം നമ്മൾ ഡോബറേനിയർ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഡോബറേനിയറിന്റെ ക്ലാസിഫിക്കേഷൻ എന്താണ്, ലോ ഓഫ് ട്രയാഡ്സ്. രണ്ടാമത് നമ്മൾ ഏത് പഠിച്ചു? ന്യൂലാൻഡിന്റെ ക്ലാസിഫിക്കേഷൻ എന്താണ്, ലോ ഓഫ് ഒക്ടേവ്സ്. അതിന്റെ കൂടെ തന്നെ നമ്മൾ ABD ക്യാൻ കോർട്ടോയിസിന്റെ ക്ലാസിഫിക്കേഷൻ പഠിച്ചു. അദ്ദേഹം എങ്ങനെ ക്ലാസിഫിക്കേഷൻ നടത്തി? എലമെന്റുകളെ അറ്റോമിക് വെയിറ്റിന്റെ അടിസ്ഥാനത്തിൽ അറേഞ്ച് ചെയ്യുകയും അവരെ ഒരു സിലിണ്ടറിക്കൽ ടേബിളിലായിട്ട് അറേഞ്ച് ചെയ്തും വെച്ചു. ഓക്കെ, ടെലൂറിയം എന്ന് പറയുന്ന എലമെന്റ് ആയിരുന്നു ഇതിന്റെ നടുവിലായിട്ട് പ്ലേസ് ചെയ്തിരുന്നു. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ? ഓക്കെ ആയി. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസിഫിക്കേഷൻ പോയാലോ? പോകാം. ഓക്കെ, ലോതർ മേയറിന്റെ ക്ലാസിഫിക്കേഷൻ. മക്കളെ, നമ്മുടെ ടെക്നോളജി ഒക്കെ ഡെവലപ്പ് ആയി വരുന്ന സമയത്താണ് ഈ ഒരു ക്ലാസിഫിക്കേഷൻ ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ വന്ന കാലത്താണെങ്കിൽ, ഇപ്പോഴാണെങ്കിൽ ടീച്ചർ ഒരു എലമെന്റ് കണ്ടുപിടിക്കുന്നു, അല്ലെങ്കിൽ ഒരു ക്ലാസിഫിക്കേഷൻ, ഒരു രീതിയിലുള്ള ക്ലാസിഫിക്കേഷൻ ചെയ്യുന്നു. ഇവിടെ വേറൊരു ടീച്ചർ വേറൊരു രീതിയിൽ ഒരു ക്ലാസിഫിക്കേഷൻ ചെയ്യുന്നു. അപ്പോൾ ഞങ്ങൾ തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ നമുക്ക് ഈസി ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. പക്ഷെ ആ സമയത്ത് ഇത്രയും ഈസി ആയിട്ടൊരു കമ്മ്യൂണിക്കേഷൻ അവിടെ നടന്നിട്ടില്ല. അപ്പൊ എന്ത് ചെയ്തു? ലോതർ മേയർ ഒരേ സമയത്ത് ക്ലാസിഫിക്കേഷൻ നടത്തുന്നു, നമ്മുടെ മെന്റലീവും ഒരേ സമയത്ത് ഒരു ക്ലാസിഫിക്കേഷൻ നടത്തുന്നു. അപ്പൊ ലോതർ മേയർ എങ്ങനെയാ ക്ലാസിഫിക്കേഷൻ നടത്തിയെന്ന് ചോദിച്ചാൽ, ഹി പ്ലോട്ടഡ് ദ ഫിസിക്കൽ പ്രോപ്പർട്ടി ലൈക്ക് അറ്റോമിക് വോളിയം, മെൽറ്റിംഗ് പോയിന്റ് ആൻഡ് ബോയിലിംഗ് പോയിന്റ് അഗെയിൻസ്റ്റ് അറ്റോമിക് വെയിറ്റ്. ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആയ അറ്റോമിക് വോളിയവും ബോയിലിംഗ് പോയിന്റും മെൽറ്റിംഗ് പോയിന്റും അദ്ദേഹം അറ്റോമിക് വെയിറ്റിന് അഗെയിൻസ്റ്റ് ആയിട്ട് ഒരു ഗ്രാഫ് അദ്ദേഹം പ്ലോട്ട് ചെയ്തു. And obtained a periodically repeated pattern. Based on this, he developed a periodic table similar to Mendeleev. അപ്പോൾ ഇതിന്റെ അടിസ്ഥാനത്തിൽ, ഇങ്ങനെ പ്ലോട്ട് ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഒരു പീരിയോഡിക് ടേബിൾ ഉണ്ടാക്കി. ഇതെന്ന് പറയുന്നത് മെന്റലീവ് പീരിയോഡിക് ടേബിളുമായിട്ട് ഒരു റിസംബ്ലൻസ് വരുന്നുണ്ട്. പക്ഷെ ആദ്യം വർക്ക് പബ്ലിഷ് ചെയ്തത് ആരാണ്? മെന്റലീവ് ആയതുകൊണ്ട് തന്നെ മെന്റലീവിന്റെ പീരിയോഡിക് ടേബിൾ ആണ് നമ്മൾ അംഗീകരിക്കപ്പെട്ടത്. ഓക്കെ, മനസ്സിലായോ? അപ്പൊ ലോതർ മേയറിന്റെ നിങ്ങൾ ഓർത്തു വെച്ചിരിക്കേണ്ട കാര്യം, അദ്ദേഹം എങ്ങനെ ക്ലാസിഫിക്കേഷൻ നടത്തി? അദ്ദേഹം എന്താണ് ചെയ്തത്? ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആയ അറ്റോമിക് വോളിയം, ബോയിലിംഗ് പോയിന്റ്, മെൽറ്റിംഗ് പോയിന്റ് വെച്ചിട്ട് എഗെയിൻസ്റ്റ് ആയിട്ട് അറ്റോമിക് വെയിറ്റിന് എഗെയിൻസ്റ്റ് ആയിട്ട് അദ്ദേഹം ഒരു ഗ്രാഫ് പ്ലോട്ട് ചെയ്തു. ഓക്കെ, ഇങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ക്ലാസിഫിക്കേഷൻ നടത്തിയത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്ലാസിഫിക്കേഷനിലോട്ട് പോകാലോ. ഇപ്പൊ ലോതർ മേയറിന്റെ വരെ ക്ലാസിഫിക്കേഷൻ നിങ്ങൾ പഠിച്ചു. ഓക്കെ, അടുത്ത ക്ലാസിഫിക്കേഷൻ പ്രധാനപ്പെട്ട, വളരെ 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 ഇമ്പോർട്ടന്റ് ആണ്, സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. മെന്റലീവിന്റെ ക്ലാസിഫിക്കേഷൻ. എങ്ങനെയാണ് മെന്റലീവ് ക്ലാസിഫിക്കേഷൻ നടത്തിയത്? മെന്റലീവിന്റെ ക്ലാസിഫിക്കേഷൻ വരുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഓർക്കേണ്ടതുണ്ട്. എങ്ങനെയാണ് അദ്ദേഹം ക്ലാസിഫിക്കേഷൻ നടത്തിയത്? എന്താണ് മെന്റലീവിന്റെ പീരിയോഡിക് ലോ? എന്താണ് മെന്റലീവ് പീരിയോഡിക് ടേബിളിന്റെ മെറിറ്റ്സ്? എന്താണ് ഡിമെറിറ്റ്സ്? ഇത്രയും കാര്യങ്ങൾ ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നതാണ്. അതുപോലെ ഓൺ എക്സാമിനൊക്കെ വരുന്ന ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്, എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, സ്റ്റേറ്റ് മെന്റലീവ് പീരിയോഡിക് ലോ ആൻഡ് മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ഓഫ് മെന്റലീവ് പീരിയോഡിക് ലോ. അപ്പോൾ ഇത് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെച്ചേ പറ്റൂ. എന്താണ്, എന്തിനാത് നമുക്ക് പഠിക്കണം, എന്തിന്റെ അടിസ്ഥാനത്തിലാണ് മെന്റലീവ് അദ്ദേഹത്തിന്റെ ക്ലാസിഫിക്കേഷൻ നടത്തിയിരിക്കുന്നത്? ഓക്കെ, അപ്പോൾ മെന്റലീവ് എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ക്ലാസിഫിക്കേഷൻ നടത്തിയത്? എലിമെന്റുകളെ അദ്ദേഹം ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് അറ്റോമിക് മാസിന്റെ അടിസ്ഥാനത്തിൽ അറേഞ്ച് ചെയ്തു വെച്ചു. ഓക്കെ, എന്നിട്ട് അദ്ദേഹം വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചതാണ് ഓൾറെഡി ഇത്, അല്ലേ? വെർട്ടിക്കൽ ആയിട്ടുള്ള കോളംസും ഹൊറിസോണ്ടൽ ആയിട്ടുള്ള റോസും അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്തു. വെർട്ടിക്കൽ കോളംസും ഹൊറിസോണ്ടൽ റോസും അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്തു. വെർട്ടിക്കൽ കോളംസിനെ അദ്ദേഹം എന്താണ് വിളിച്ചത്? വെർട്ടിക്കൽ കോളംസിനെ അദ്ദേഹം ഗ്രൂപ്പുകളെന്നും ഹൊറിസോണ്ടൽ റോസിനെ അദ്ദേഹം പിരീഡുകളെന്നും ക്ലാസിഫിക്കേഷൻ നടത്തി. ഇനി ഇതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് കാണുന്ന പീരിയോഡിക് ടേബിളിന് ഒരു ബേസ് ആയിട്ട് നിന്നത് മെന്റലീവിന്റെ പീരിയോഡിക് ടേബിൾ ആണ്. അതുകൊണ്ട് അദ്ദേഹത്തിനെ ഫാദർ ഓഫ് പീരിയോഡിക് ടേബിൾ എന്നാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഫാദർ ഓഫ് പീരിയോഡിക് ടേബിൾ. ആരാണ് ഫാദർ ഓഫ് പീരിയോഡിക് ടേബിൾ? മെന്റലീവ് ആണ്. പിന്നെ എന്താണ് മെന്റലീവിന്റെ പീരിയോഡിക് ലോ? The chemical and physical properties of elements are the periodic functions of their atomic weight. എന്താണ്? The chemical and physical properties of elements are the periodic functions of their
അറ്റോമിക് വെയിറ്റ്. ഇതാണ് മെൻഡലീവിന്റെ പീരിയോഡിക് ലോ. ഇത് ഉറപ്പായിട്ടും ചോദിക്കുന്നതാണ്. എന്താണ് മെൻഡലീവ് പീരിയോഡിക് ലോ? അതപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്താണ്? അറ്റോമിക് വെയിറ്റിന്റെ അടിസ്ഥാനത്തിലാണ് എന്ത് ഡിപ്പെൻഡ് ചെയ്യുന്നത്? എലമെന്റുകളുടെ ഫിസിക്കൽ പ്രോപ്പർട്ടിയും കെമിക്കൽ പ്രോപ്പർട്ടിയും ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ ആണോ? അപ്പൊ ഇതാണ് മെൻഡലീവിന്റെ പീരിയോഡിക് ലോ. ഇനി എന്താണ് ഈ മെൻഡലീവ്? നമ്മൾ പറഞ്ഞു ഹൊറിസോണ്ടൽ ആയിട്ടുള്ള റോസും വെർട്ടിക്കൽ ആയിട്ടുള്ള കോളംസ്, അതായത് ഗ്രൂപ്പുകളും പീരീഡുകളും ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇങ്ങനെ അടിസ്ഥാനത്തിലൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തു അദ്ദേഹം. എല്ലാ എലമെന്റുകളെ ഇങ്ങനെയൊക്കെ പ്ലേസ് ചെയ്തു. എന്താണ് ഇനി അങ്ങനെ പ്ലേസ് ചെയ്തതിന്റെ മെറിറ്റുകളെന്നും ഡീമെറിറ്റ്സ് എന്നും നമുക്ക് നോക്കണം. മെറിറ്റ്സും നോക്കണം, ഡീമെറിറ്റ്സും നോക്കണം. അപ്പൊ ഇതിന്റെ മെറിറ്റ്സും ഡീമെറിറ്റ്സും നമുക്ക് നോക്കണം. അപ്പോൾ ഈ മെൻഡലീവ് ഈ ഒരു പീരിയോഡിക് ടേബിൾ സജസ്റ്റ് ചെയ്ത സമയത്ത് അന്നത്തെ കാലത്തുള്ള എലമെന്റുകള് വെച്ചിട്ട് അദ്ദേഹം ക്ലാസിഫിക്കേഷൻ നടത്തി. അപ്പൊ കണ്ടുപിടിക്കാനുള്ള എലമെന്റുകൾക്ക് വേണ്ടി അദ്ദേഹം വേക്കന്റ് സ്പേസുകൾ ഇട്ടു. വെറുതെ വേക്കന്റ് സ്പേസ് ഇട്ട് ഇങ്ങനെ പോയത് മാത്രമല്ല അദ്ദേഹം ചെയ്തത്, ആ കണ്ടുപിടിക്കാൻ പോകുന്ന എലമെന്റുകളുടെ ഫിസിക്കൽ പ്രോപ്പർട്ടീസിനെ പറ്റിയിട്ടുള്ള പ്രെഡിക്ഷനും അദ്ദേഹം ചെയ്തു. ഈ പ്രെഡിക്ഷൻസ് ഒക്കെ തന്നെ പിൽക്കാലത്ത് ശരിയാണെന്ന് വരികയും ചെയ്തു. ഓക്കെ, നമുക്ക് ആ ഒരു പ്രെഡിക്ഷൻസ് നോക്കാം. അപ്പൊ അദ്ദേഹത്തിന്റെ ക്ലാസിഫിക്കേഷനിൽ നോക്കിക്കേ, Dmitry Mendeleev classified the element in the increasing order of their atomic weight. Atomic weight ന്റെ അടിസ്ഥാനത്തിൽ ക്ലാസിഫിക്കേഷൻ നടത്തിയത് നമ്മൾ കണ്ടു. Based on the observation, he proposed the periodic law. അദ്ദേഹത്തിന്റെ periodic law അദ്ദേഹം സജസ്റ്റ് ചെയ്തു. എന്താണ് periodic law? The properties of elements are the periodic functions of their atomic weight. Atomic weight ന്റെ അടിസ്ഥാനത്തിലാണ് ഓരോ എലമെന്റുകളുടെയും പ്രോപ്പർട്ടി ഇരിക്കുന്നത് അദ്ദേഹം പറഞ്ഞു. That is, when elements are arranged in the increasing order of atomic weight, their properties repeat at regular interval. Atomic weight ന്റെ അടിസ്ഥാനത്തിൽ എലമെന്റുകളെ അറേഞ്ച് ചെയ്യുമ്പോൾ അവരുടെ പ്രോപ്പർട്ടീസ് ഒരു റെഗുലർ ഇന്റർവെൽസിൽ റിപ്പീറ്റ് ചെയ്യുന്നതായിട്ട് അദ്ദേഹം പറഞ്ഞു. ഓക്കെ, ഇനി അതിനകത്ത് പ്രധാനമായിട്ടും മെറിറ്റ് ആയിട്ട് പറയുന്നത്, അദ്ദേഹം പീരിയോഡിക് ടേബിൾ സജസ്റ്റ് ചെയ്ത സമയത്ത് ചില എലമെന്റുകളൊന്നും കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. ഹി ലെഫ്റ്റ് സം വേക്കന്റ് പ്ലേസ് ഓർ ഗ്യാപ്പ് ഫോർ ദം ഇൻ ദ പീരിയോഡിക് ടേബിൾ ആൻഡ് പ്രെഡിക്റ്റഡ് അബൌട്ട് ദെയർ പ്രോപ്പർട്ടീസ്. അപ്പൊ അതിനുവേണ്ടി സ്ഥലമിടുകയും അവരുടെ സ്വഭാവത്തെ പറ്റി പ്രെഡിക്റ്റ് ചെയ്യുകയും മെൻഡലീവ് ചെയ്തു. ഫോർ എക്സാമ്പിൾ, ഗാലിയം ആൻഡ് ജെർമേനിയം അന്നത്തെ കാലത്ത് കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. അപ്പൊ അദ്ദേഹം ഈ എലമെന്റുകൾക്ക് എന്ത് ചെയ്തു? സ്പേസ് ലെഫ്റ്റ് ചെയ്തു. അതായത് നമ്മുടെ അലൂമിനിയത്തിന്റെ താഴെയും സിലിക്കണിന് താഴെയും അദ്ദേഹം സ്പേസ് എന്ത് ചെയ്തു? ലെഫ്റ്റ് ചെയ്തു. എന്നിട്ട് ഇതിന് പേര് നൽകി ഏക അലൂമിനിയം ആൻഡ് ഏക സിലിക്കൺ. അങ്ങനെ പേര് നൽകുകയും എന്നിട്ട് ഇവരുടെ പ്രോപ്പർട്ടീസിനെ പറ്റി പ്രഡിക്റ്റ് ചെയ്യുകയും ചെയ്തു. ഇത് പിൽക്കാലത്ത് എന്തായി? ഗാലിയം എന്നും ജെർമേനിയം എന്നും അറിയപ്പെട്ടു. ഗാലിയവും ജെർമേനിയവുമായി മാത്രമല്ല, അദ്ദേഹം പ്രഡിക്റ്റ് ചെയ്ത ആ സ്വഭാവങ്ങൾ കറക്റ്റ് ആയിട്ട് വന്നു. ദീസ് എലമെന്റ്സ് വെയർ ഡിസ്കവേർഡ് ലേറ്റർ, ഫൗണ്ട് ദാറ്റ് മെൻഡലീവ് പ്രെഡിക്ഷൻസ് വാസ് കറക്റ്റ്. പിൽക്കാലത്ത് ഇതിന്റെ സ്വഭാവത്തെ പറ്റി പറഞ്ഞപ്പോൾ മെൻഡലീവ് അന്ന് പറഞ്ഞ സ്വഭാവത്തിനോട് വളരെ സാമ്യമുള്ളതാണ് ഏത്? മെൻഡലീവ് ഇപ്പോൾ കണ്ടുപിടിച്ച നമ്മുടെ ഗാലിയത്തിന്റെയും ജെർമേനിയത്തിന്റെയും സ്വഭാവത്തിനുള്ളതെന്ന് പിന്നെ ശരിയായിട്ട് വന്നു. അതായത് ഏക അലൂമിനിയത്തിന് 68 അദ്ദേഹം അറ്റോമിക് മാസ് പ്രഡിക്റ്റ് ചെയ്തത്. പിന്നെ നമ്മുടെ ഗാലിയത്തിന് 70 വന്നു. ഇപ്പൊ കണ്ടോ, അടുത്തടുത്ത് വന്നില്ലേ? ഇതേപോലെ അന്ന് പ്രഡിക്റ്റ് ചെയ്ത ആ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് പിൽക്കാലത്ത് ശരിയാണെന്ന് തെളിഞ്ഞു. അപ്പൊ നോക്കിയേ, ടെക്നോളജി ഒന്നും ഇല്ലാതിരുന്ന കാലത്താണ് മെൻഡലീവ് ഇത്തരത്തിലുള്ള ഒരു പ്രഡിക്ഷൻ നടത്തിയത് അല്ലേ? ബ്രില്യന്റ് ആണ് അല്ലേ? ഓക്കെ, അപ്പോ മെറിറ്റ്, ഒന്നാമത്തെ മെറിറ്റ് ഇതാണ്. അദ്ദേഹം പല സ്ഥലങ്ങളിലും ഗ്യാപ്പ് ലെഫ്റ്റ് ചെയ്തു. അവിടെ വരാൻ പോകുന്ന എലമെന്റുകളെ പറ്റിയിട്ട് പ്രഡിക്ഷൻ നടത്തി. ഓക്കെ, ഇനി അടുത്ത ഒരു മെറിറ്റ് എന്ന് പറയുന്നത് അറ്റോമിക് മാസ്, എലമെന്റുകളുടെ അറ്റോമിക് മാസിനെ കൃത്യമായിട്ട് അറേഞ്ച് ചെയ്യാൻ അല്ലെങ്കിൽ ശരിയായിട്ട് കണ്ടുപിടിക്കാൻ പറ്റി. അല്ലെങ്കിൽ നോക്കിക്കേ, ഒരു എക്സാമ്പിളിലൂടെ പറഞ്ഞു തരാം ടീച്ചർ. ഓക്കെ, എക്സാമ്പിളിലൂടെ പറഞ്ഞു തരാമേ. ബെറിലിയത്തിന്റെ അറ്റോമിക് മാസ് 13.5 ആണെന്നാണ് വിചാരിച്ച് വെച്ചിരുന്നത്. പക്ഷെ അതായത് കാർബണിനും നൈട്രജനും ഇടയിലാണ് ബെർലിയം എന്നാണ് വിചാരിച്ച് വെച്ചിരുന്നത്. പക്ഷെ അത് തെറ്റാണെന്ന് തെളിഞ്ഞു. ബെർലിയത്തിന്റെ അറ്റോമിക് മാസ് ഏകദേശം 9 സംതിങ് ആണെന്ന് തെളിഞ്ഞു. അപ്പൊ എന്താണ്, ഇങ്ങനെ കറക്റ്റ് പൊസിഷൻ, ബെർലിയത്തിന് കറക്റ്റ് പൊസിഷൻ നൽകാൻ എന്തിനു പറ്റി? നമ്മുടെ ഈ ക്ലാസിഫിക്കേഷന് പറ്റി, ശരിയായിട്ടുള്ള പൊസിഷൻ നൽകാൻ പറ്റി. മനസ്സിലായോ? അപ്പൊ അറ്റോമിക് മാസുകളെ കറക്റ്റ് ചെയ്യാൻ മെൻഡലീവിന്റെ ഈ പീരിയോഡിക് ടേബിൾ സഹായിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ
ഒരേ സ്വഭാവമുള്ള എലമെന്റുകളെയാണ് അദ്ദേഹം ഒരേ ഗ്രൂപ്പുകളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ മെറിറ്റ് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് മെറിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതായിരുന്നു യഥാർത്ഥത്തിൽ ഒരു കോംപ്രിഹെൻസീവ് അറേഞ്ച്മെന്റ്. പീരിയോഡിക് ടേബിളിന് ഒരു ഫസ്റ്റ് കോംപ്രിഹെൻസീവ് അറേഞ്ച്മെന്റ് നൽകിയത് ആരാണ്? മെൻഡലീവിന്റെ പീരിയോഡിക് ടേബിൾ ആണ്. അപ്പൊ ഫസ്റ്റ് കോംപ്രിഹെൻസീവ് അറേഞ്ച്മെന്റ് നൽകാൻ മെൻഡലീവ് പീരിയോഡിക് ടേബിളിന് പറ്റി. ഫസ്റ്റ് കോംപ്രിഹെൻസീവ് അറേഞ്ച്മെന്റ്. ഇനി രണ്ടാമത്തെ മെറിറ്റ് എന്താണ്? ഹി ലെഫ്റ്റ് ഗ്യാപ്പ് ഫോർ അൺഡിസ്കവേർഡ് എലമെന്റ്സ്. അൺഡിസ്കവേർഡ് ആയിട്ടുള്ള എലമെന്റ്സിന് വേണ്ടി അദ്ദേഹം ഗ്യാപ്പുകൾ ഇടുകയും ആൻഡ് പ്രെഡിക്റ്റഡ് അബൌട്ട് ദ പ്രോപ്പർട്ടീസ്, അവരുടെ സ്വഭാവത്തെ പറ്റിയിട്ട് പ്രെഡിക്റ്റ് ചെയ്യാനും ആർക്ക് പറ്റി? മെൻഡലീവിന് പറ്റി. പ്രെഡിക്റ്റഡ് അബൌട്ട് ദെയർ പ്രോപ്പർട്ടീസ്. അടുത്ത ഒരു മെറിറ്റ് എന്താണ്? ഹി കറക്റ്റഡ് ദ അറ്റോമിക് മാസ്. അറ്റോമിക് മാസിനെ കറക്റ്റ് ചെയ്യാനും അദ്ദേഹത്തിന് പറ്റി. കറക്റ്റഡ് ദ അറ്റോമിക് മാസ്. അടുത്ത മെറിറ്റ് എന്താണ്? എലമെന്റ്സ് വിത്ത് സിമിലർ പ്രോപ്പർട്ടീസ് ആർ പ്ലേസ്ഡ് ഇൻ സെയിം ഗ്രൂപ്പ്. സിമിലർ പ്രോപ്പർട്ടീസ് ഉള്ളവരെ സെയിം ഗ്രൂപ്പിലാക്കാൻ പറ്റി. സിമിലർ പ്രോപ്പർട്ടീസ് ഇൻ സെയിം ഗ്രൂപ്പ്. ഒരേ സ്വഭാവമുള്ളവരെ ഒരേ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്താനും പറ്റി. ഇതൊക്കെയാണ് മെന്റലീവ് പീരിയോഡിക് ടേബിളിന്റെ മെറിറ്റ്. ഉറപ്പായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അടുത്ത മെറിറ്റ് പോലെ തന്നെ എന്തായാലും മെറിറ്റ് ഉണ്ടെങ്കിൽ അതിൽ ഉറപ്പായിട്ടും എന്തും കാണും? ഡീമെറിറ്റുകളും കാണും. അപ്പൊ നമുക്ക് ഡീമെറിറ്റുകൾ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. ഇപ്പൊ ഡീമെറിറ്റ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു ഒരേ സ്വഭാവമുള്ളവരെ ഒരേ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തി. പക്ഷെ ഈ ഒരേ സ്വഭാവമുള്ളവരെ ഒരേ ഗ്രൂപ്പിൽ വരുത്താൻ വേണ്ടിയിട്ട് എല്ലായിടത്തും അറ്റോമിക് മാസിന്റെ ആ ഒരു കൃത്യമായിട്ടുള്ള ഒരു ഇൻക്രീസിങ് ഓർഡർ ഫോളോ ചെയ്യാൻ അദ്ദേഹത്തിന് പറ്റിയില്ല. എല്ലായിടത്തും അറ്റോമിക് മാസിന്റെ ഇൻക്രീസിങ് ഓർഡർ ഫോളോ ചെയ്തില്ല. അതുപോലെ തന്നെ ഹൈഡ്രജനും അതിന്റെ ഐസോടോപ്പുകൾക്കും കൃത്യമായിട്ടുള്ളൊരു പൊസിഷൻ നൽകാൻ മെൻഡലീവിന്റെ പീരിയോഡിക് ടേബിളിന് കഴിഞ്ഞിരുന്നില്ല. ഓക്കെ, പിന്നെ ലാന്തനോയിഡുകളെ പറ്റിയിട്ടോ ആക്ടിനോയിഡുകളെ പറ്റിയിട്ടോ ഉള്ള കാര്യങ്ങളൊന്നും ആര് പറഞ്ഞിരുന്നില്ല? മെൻഡലീവ് പറഞ്ഞു തന്നിരുന്നില്ല. അതായത് ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഒരു എക്സാമ്പിൾ ടീച്ചർ പറഞ്ഞുതരാം. ഇപ്പം അറ്റോമിക് മാസിന്റെ ഒരു ഓർഡർ എല്ലായിടത്തും ഫോളോ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞില്ലേ, നമ്മുടെ ടെലൂറിയവും അയഡിനും. അപ്പോൾ ടെലൂറിയത്തിന്റെ അറ്റോമിക് മാസ് 127ഉം അയഡിൻ്റെത് 126ഉമാണ്. അപ്പൊ ഇൻക്രീസിങ് ഓർഡറിന്റെ അടിസ്ഥാനത്തിലായിരുന്നെങ്കിൽ ഇതിപ്പുറത്തും അതപ്പുറത്തും വന്നേനെ. പക്ഷേ ഒരേപോലെയുള്ള സ്വഭാവം ഉള്ളവരെ ഒരേ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു അറ്റോമിക് മാസിന്റെ ഇൻക്രീസിങ് ഓർഡർ ഫോളോ ചെയ്തില്ല. ആര്? മെൻഡലീവ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അതിന്റെ ഡീമെറിറ്റുകളൊന്നും നോക്കിക്കേ. ഓക്കെ, മെറിറ്റ് ടീച്ചർ ഒന്ന് ജസ്റ്റ് വായിച്ചു തരാം. മെറിറ്റ്സ് എന്തൊക്കെയായിരുന്നു? ഫസ്റ്റ് കോംപ്രിഹെൻസീവ് ക്ലാസിഫിക്കേഷൻ ആയിരുന്നു. റോങ് അറ്റോമിക് വെയിറ്റുകളൊക്കെ കറക്റ്റ് ചെയ്തു. അൺഡിസ്കവേർഡ് എലമെന്റ്സിന് വേണ്ടിയുള്ള ഗ്യാപ്പുകൾ ലെഫ്റ്റ് ചെയ്തു. അതുപോലെ തന്നെ ഒരേ സ്വഭാവമുള്ളവരെ ഒരേ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തി. അടുത്ത ഡീമെറിറ്റുകൾ എന്തൊക്കെയാണ്? ഡിസിമിലർ പ്രോപ്പർട്ടീസ് ഉള്ളവരെയും ഒരേ ഗ്രൂപ്പിൽ, ഒരേ സ്വഭാവമുള്ളവരുടെ കൂടെ തന്നെ ഒരേ സ്വഭാവം കാണിക്കാത്തവരെ എവിടെ കണ്ടു? ഒരേ ഗ്രൂപ്പിൽ കാണപ്പെട്ടു. ഇനി എക്സാക്ട് പൊസിഷൻ ഫോർ ഹൈഡ്രജൻ ഒരു എക്സാക്ട് പൊസിഷൻ നൽകാൻ മെൻഡലീവിന്റെ പീരിയോഡിക് ടേബിളിന് കഴിഞ്ഞില്ല. അടുത്തത് ലാന്തനോയിഡ്സുകൾക്കോ ആക്ടിനോയിഡ്സുകളോ അവരുടെ ഐസോടോപ്പുകൾക്കോ കൃത്യമായിട്ടുള്ള ഒരു പൊസിഷൻ നൽകിയില്ല. നാലാമത്തെ എന്താണ്? നോട്ട് സ്ട്രിക്ട്ലി ഒബൈ ദ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് അറ്റോമിക് വെയിറ്റ്. അറ്റോമിക് വെയിറ്റിന്റെ ഇൻക്രീസിംഗ് ഓർഡർ സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്തില്ല. അതിന് എക്സാമ്പിൾ ആണ് നമ്മൾ പറഞ്ഞ ടെലൂറിയത്തിന്റെയും അയഡിന്റെയും കേസ്. ടെലൂറിയം 127ഉം അയഡിൻ 126ഉം. അപ്പൊ ആ ഒരു ഇൻക്രീസിംഗ് ഓർഡർ ആര് ഫോളോ ചെയ്തില്ല? മെൻഡലീവിന് എല്ലായിടത്തും ഫോളോ ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ? എന്താണ് മെൻഡലീവിന്റെ ക്ലാസിഫിക്കേഷൻ, മെൻഡലീവിന്റെ പീരിയോഡിക് ലോ, മെൻഡലീവിന്റെ പീരിയോഡിക് ടേബിളിന്റെ മെറിറ്റ്സും ഡീമെറിറ്റ്സും ഉറപ്പായിട്ടും എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. ക്ലിയർ ആയോ നിങ്ങൾക്ക്? ഓക്കെ ആണോ? ഓക്കെ ആയെങ്കിൽ നമുക്ക് അടുത്തതിലോട്ട് പോവാം. മോഡേൺ പീരിയോഡിക് ടേബിൾ. അപ്പോൾ മെൻഡലീവിന്റെ പീരിയോഡിക് ടേബിൾ ഒക്കെ സജസ്റ്റ് ചെയ്തതിന് ശേഷം അതിന്റെ മെറിറ്റുകളും ഡീമെറിറ്റുകളും ഒക്കെ നമ്മൾ കണ്ടു. അപ്പോൾ ഇതൊരു പുതുക്കി ഒന്ന് മോഡിഫൈ ചെയ്ത് പുതിയതായിട്ടൊരു പീരിയോഡിക് ടേബിൾ വരണം. അതാണ് നമ്മൾ ഇപ്പോഴും യൂസ് ചെയ്യുന്ന ലോങ് ഫോം പീരിയോഡിക് ടേബിൾ. അപ്പൊ മോഡേൺ പീരിയോഡിക് ടേബിളിന്റെ മറ്റൊരു പേരാണ് എന്ത്? ലോങ് ഫോം പീരിയോഡിക് ടേബിൾ. ലോങ് ഫോം പീരിയോഡിക് ടേബിൾ. അപ്പോൾ ഈ ലോങ് ഫോം പീരിയോഡിക് ടേബിൾ അല്ലെങ്കിൽ നമ്മുടെ മെൻഡലീവിന്റെ പീരിയോഡിക് ടേബിളിനെ മോഡിഫൈ ചെയ്ത് ഈ ലോങ് ഫോം നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന തരത്തിൽ നമ്മുടെ പീരിയോഡിക് ടേബിളിനെ ആക്കിയ ആളാണ് ആര്? ഹെൻറി മോസ്ലി. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ
ഫാദർ ഓഫ് മോഡേൺ പീരിയോഡിക് ടേബിൾ എന്ന് അറിയപ്പെടുന്നു. ഓക്കെ, അപ്പൊ മെൻഡലീവിന്റെ ക്ലാസിഫിക്കേഷൻ എന്തിന്റെ ബേസിസിലായിരുന്നു? ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് അറ്റോമിക് വെയിറ്റിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ ഹെൻറി മോസ്ലി അദ്ദേഹം എലമെന്റുകളെ ക്ലാസിഫൈ ചെയ്തത് ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് അറ്റോമിക് നമ്പറിന്റെ അടിസ്ഥാനത്തിലാണ് അല്ലെ. അന്ന് വരെ എന്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു? അറ്റോമിക് മാസ്, വെയിറ്റിന്റെ അടിസ്ഥാനത്തിലൊക്കെയാണ് ക്ലാസിഫിക്കേഷൻ നടത്തിയിരുന്നത്. പക്ഷേ ഹെൻറി മോസ്ലി പറഞ്ഞു എന്താണ്, ഞാൻ അറ്റോമിക് നമ്പറിന്റെ അടിസ്ഥാനത്തിലൊന്ന് ക്ലാസിഫൈ ചെയ്യാണ്. പക്ഷേ അങ്ങനെ ചുമ്മാ അദ്ദേഹം പറഞ്ഞൊന്നുമല്ല കേട്ടോ, ഓരോ എക്സ്പെരിമെന്റ് ചെയ്തിട്ടാണ് അദ്ദേഹം ഈ ഒരു മോഡൽ സജസ്റ്റ് ചെയ്തത്. ഓരോ എലമെന്റുകളുടെയും എക്സ്റേ സ്പെക്ട്ര ഒക്കെ എടുത്ത് എക്സ്പെരിമെന്റ് അദ്ദേഹം ചെയ്തപ്പോൾ അറ്റോമിക് മാസ് അഗെയിൻസ്റ്റ് അദ്ദേഹം ഗ്രാഫ് പ്ലോട്ട് ചെയ്ത് നോക്കി, അറ്റോമിക് നമ്പറിന് അഗെയിൻസ്റ്റും ഗ്രാഫ് പ്ലോട്ട് ചെയ്തു. അപ്പോൾ അറ്റോമിക് നമ്പറിന് അഗെയിൻസ്റ്റ് ഗ്രാഫ് പ്ലോട്ട് ചെയ്തപ്പോഴാണ് ഒരു റെഗുലർ ആയിട്ടുള്ള ഒരു ഇന്റർവെൽസിൽ അല്ലെങ്കിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ അദ്ദേഹത്തിന് കിട്ടിയത്. അപ്പൊ അദ്ദേഹത്തിന് മനസ്സിലായി കൂടുതൽ ആക്യുറേറ്റ് ആയിട്ട് വരുന്നത് എന്താണ്, അറ്റോമിക് നമ്പർ ആണെന്ന് മനസ്സിലായി. ഇത് ടീച്ചർ വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ എക്സാം ഓറിയന്റഡ് ആയിട്ട് നിങ്ങൾക്ക് ശ്രദ്ധിക്കാനുള്ളത് എന്താണ് മോഡേൺ പീരിയോഡിക് ലോ, ആര് സജസ്റ്റ് ചെയ്തു, എന്തൊക്കെയാണ് ഇതിൽ പറയുന്നത്. അപ്പൊ ആര് സജസ്റ്റ് ചെയ്തു എന്ന് നിങ്ങൾക്ക് ഇപ്പൊ അറിയാം. ഇനി എന്താണ് മോഡേൺ പീരിയോഡിക് ലോ പറയുന്നത്? The chemical and physical properties of elements are the periodic functions of their atomic number എന്നാണ് ആര് പറഞ്ഞത്? ഹെൻറി മോസ്ലിയുടെ പീരിയോഡിക് ലോയിൽ പറയുന്നത് അല്ലെങ്കിൽ മോഡേൺ പീരിയോഡിക് ലോയിൽ പറയുന്നത് എന്താണ്? The chemical and physical properties of elements are the periodic functions of their atomic നമ്പർ. അറ്റോമിക് നമ്പറിന്റെ അടിസ്ഥാനത്തിലാണ് അവരുടെ ഫിസിക്കൽ പ്രോപ്പർട്ടി എന്നും കെമിക്കൽ പ്രോപ്പർട്ടി എന്നുമാണ് മോഡേൺ പീരിയോഡിക് ലോ സജസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതിലും എന്തുണ്ട്? ഗ്രൂപ്പുകളും പിരീഡുകളും ഉണ്ട്. വെർട്ടിക്കൽ കോളംസിനെ അദ്ദേഹം ഗ്രൂപ്പുകളെന്നും ഹൊറിസോണ്ടൽ റോസിനെ അദ്ദേഹം പിരീഡുകളെന്നും വിളിച്ചു. നമ്മൾ മെന്റലീവിനകത്ത് പിരീഡ് എന്നൊരു വേർഡ് അല്ല സജസ്റ്റ് ചെയ്യുന്നത്. മെന്റലീവ് സീരീസുകൾ എന്നാണ് കേട്ടോ പറയുന്നത്, സീരീസുകൾ എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടേക്ക് വന്നപ്പോൾ മോഡേൺ പീരിയോഡിക് ടേബിളിലേക്ക് വന്നപ്പോൾ വെർട്ടിക്കൽ കോളംസും ഉണ്ട്, ഹൊറിസോണ്ടൽ റോസും ഉണ്ട്. അങ്ങനെ എത്ര ഗ്രൂപ്പുകളാണുള്ളത് മോഡേൺ പീരിയോഡിക് ടേബിളില്? ഓക്കെ, അപ്പൊ 18 ഗ്രൂപ്പുകളും 7 പിരീഡുകളുമാണ് നമ്മുടെ മോഡേൺ പീരിയോഡിക് ടേബിളിലുള്ളത്. 18 ഗ്രൂപ്പുകളും 7 പിരീഡുകളുമാണ് ഉള്ളത്. ഓക്കെ, മനസ്സിലായോ? നോക്കിക്കേ, Henry Moseley work on X-ray spectra of elements proved that atomic number is more fundamental property than atomic mass. അപ്പോൾ atomic massനേക്കാൾ കൂടുതൽ ഫണ്ടമെന്റൽ പ്രോപ്പർട്ടി എലമെന്റുകളുടെ റെഗുലർ ഇന്റർവൽസ് പറയാൻ ഏതാണെന്ന് പറഞ്ഞു? അറ്റോമിക് നമ്പർ ആണെന്ന് പറഞ്ഞു. Based on the observation, he modified Mendeleev periodic law as the അദ്ദേഹത്തിന്റെ മോഡിഫൈ ചെയ്ത മെന്റലീവ് പീരിയോഡിക് ലോ ആണ് പറയുന്നത് The physical and chemical properties of elements are the periodic functions of their atomic number. ഇതിനെയാണ് മോഡേൺ പീരിയോഡിക് ലോ എന്ന് പറയുന്നത്. മക്കളെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. Based on the law, numerous forms of periodic table have been proposed. അപ്പൊ ഈ ലോയുടെ അടിസ്ഥാനത്തിൽ ഒരുപാട് പീരിയോഡിക് ടേബിൾസ് അല്ലെങ്കിൽ വന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്? ലോങ് ഫോം ഓഫ് പീരിയോഡിക് ടേബിൾ ആണ് നമ്മൾ എപ്പോഴും കൺവീനിയന്റ് ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെച്ചിരിക്കുക. അത് നോക്കിക്കേ, നമ്മൾ പറഞ്ഞു പിരീഡുകളും ഗ്രൂപ്പുകളും ഉണ്ട്. അപ്പൊ എത്ര പീരീഡുകളുണ്ട്? 7 പീരീഡുകളുണ്ട്. നോക്കിക്കേ, ദ പീരീഡ് നമ്പർ കറസ്പോണ്ട് ടു ദ ഹയസ്റ്റ് പ്രിൻസിപ്പൽ കോണ്ടന്റ് നമ്പർ ഓഫ് എലമെന്റ്സ്. നിങ്ങൾ സ്ട്രക്ചർ ഓഫ് ആറ്റം ഒക്കെ പഠിച്ചു കഴിഞ്ഞതാണ്. അപ്പൊ എന്താണ് കോണ്ടന്റ് നമ്പേഴ്സ് എന്നൊക്കെ നിങ്ങൾക്ക് അറിയാം. അപ്പോ പീരീഡ് സജസ്റ്റ് ചെയ്യുന്നത് എന്താണ്? ഹയസ്റ്റ് പ്രിൻസിപ്പൽ കോണ്ടന്റ് നമ്പർ ആണ്. ഓക്കെ, പീരീഡ് നമ്പർ 1 നമ്മുടെ ഹൈഡ്രജൻ മുതൽ ഹീലിയം വരെ 2 എലമെന്റുകളെ ഉള്ളൂ. നമ്മുടെ സബ്ഷനിൽ എത്രയാണ്? 1. യെസ്. ഇനി രണ്ടാമത്തെ പീരീഡിൽ ലിഥിയം മുതൽ നിയോൺ വരെ വരുന്നുണ്ട്. അവിടെ എത്ര എലമെന്റുകളുണ്ട്? 8 എലമെന്റ്. അപ്പൊ 8 എലമെന്റ് വരുമ്പം 2s-ഉം 2p-യും വരും അല്ലെ. 2s-ൽ മാക്സിമം 2, p-ൽ 6, 8 എലമെന്റുകൾ വരും. ഓക്കെ, അടുത്ത മൂന്നാമത്തെ പീരീഡ് സോഡിയം മുതൽ ആർഗൺ വരെ, അവിടെയും 8 എലമെന്റ് ആണ്. 3s-ഉം 3p-യും വരും. അപ്പൊ ഇത് ഇത്ര എന്താണ്? ഷോർട്ട് പീരീഡുകളാണ്. ഇനി അടുത്ത ലോങ് പീരീഡുകൾ അല്ലെ. ഗ്രൂപ്പ് 4, 5 എന്ത് വരും? ലോങ് പീരീഡുകളാണ്, ലോങ് ആയിട്ടുള്ള പീരീഡുകളാണ്. അടുത്ത ഗ്രൂപ്പ് 6-ഉം 7-ഉം, സോറി ഗ്രൂപ്പ് അല്ല പീരീഡ് 6-ഉം 7-ഉം എന്താണ്? ലോങ്ങസ്റ്റ് പീരീഡുകളാണ്. നോക്കിക്കേ, നാലാമത്തെ ഗ്രൂപ്പിൽ എത്ര എലമെന്റുകൾ വരുന്നു?
എത്ര എലമെന്റുകൾ വരുന്നു? പൊട്ടാസ്യം മുതൽ ക്രിപ്റ്റോൺ വരെയാണ് 18 എലമെന്റുകൾ. അതുപോലെ 5ലും 18, 6ല് 32, 7ല് 32. ഈ 6ാമത്തെയും 7ാമത്തെയും പീരീഡിൽ ഒരു ചെറിയ വ്യത്യാസം കൂടെ നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, അടുത്ത ഗ്രൂപ്പുകൾ. ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? വെർട്ടിക്കൽ കോളംസ് ആണ്. വെർട്ടിക്കൽ കോളംസ് ഇൻ ലോങ് ഫോം പീരിയോഡിക് ടേബിളിനെയാണ് നമ്മൾ ഗ്രൂപ്പുകൾ അല്ലെങ്കിൽ ഫാമിലീസ് എന്ന് വിളിക്കുന്നത്. അങ്ങനെ 18 ഗ്രൂപ്പുകളുണ്ട്. അതിനെ 1 മുതൽ 18 വരെ അടിസ്ഥാനത്തിൽ ഓർഡറിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നു. ഡ്യൂ ടു ദ സിമിലർ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആൻഡ് സെയിം വാലൻസി, ദ എലമെന്റ്സ് പ്രസന്റ് ഇൻ ദ ഗ്രൂപ്പ് ഹാസ് സെയിം പ്രോപ്പർട്ടി. അവർക്ക് സിമിലർ ആയിട്ടുള്ള ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണുള്ളത്. അതുകൊണ്ട് തന്നെ ഒരേ സ്വഭാവമായിരിക്കും ഒരേ ഗ്രൂപ്പിലുള്ള എലമെന്റുകൾ കാണിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞതാണല്ലേ, ഒരേ സ്വഭാവമുള്ളവരെ ഒരേ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തി. അപ്പോൾ ഉറപ്പായിട്ടും അവർക്ക് എന്താണ്? സിമിലർ ആയിട്ടുള്ള ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഒക്കെയാണ് അല്ലേ, നമുക്കറിയാം. ഫസ്റ്റ് ഗ്രൂപ്പ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീസിയം, ഫ്രാൻസിയം. അവരെന്താണ്? 1ാമത്തെ ഗ്രൂപ്പിൽ വരുന്നവരാണ്. അപ്പൊ 2, 1, 2, 8, 1, 2, 8, 8, 1. നമുക്ക് ആ ഒരു ക്ലാസിഫിക്കേഷൻ കണ്ട, സിമിലർ ആയിട്ടുള്ള ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അല്ലേ പോകുന്നത്. അപ്പൊ എന്താണ്? അവർക്ക് ഒരേ സ്വഭാവമാണ്. അപ്പൊ അങ്ങനെ 1 മുതൽ 18 വരെയുള്ള ഗ്രൂപ്പുകളാണ് താഴെ പറഞ്ഞിരിക്കുന്നത്, അവരുടെ ജനറൽ ആയിട്ടുള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഇനി അവരുടെ ഫാമിലിയുടെ പേര് നിങ്ങളൊന്ന് പഠിച്ചു വെച്ചിരിക്കണം. 1ാമത്തെ ഗ്രൂപ്പിലുള്ളവരെ നമ്മൾ എന്താ വിളിക്കുക? ആൽക്കലി മെറ്റൽസ് എന്നാണ് വിളിക്കുന്നത്. 2ാമത്തെ ഗ്രൂപ്പിലുള്ളവര് നോക്കിക്കേ, 2ാമത്തെ ഗ്രൂപ്പിലുള്ള നമ്മുടെ ബെറിലിയം, മഗ്നീഷ്യം, കാൽസ്യം, സ്ട്രോൺഷ്യം, ബേരിയം അല്ലെങ്കിൽ റേഡിയം, റേഡിയം, അവരെ നമ്മൾ എന്ത് വിളിക്കുന്നു? ആൽക്കലൈൻ എർത്ത് മെറ്റൽസ്. മക്കളെ, ഈ ഗ്രൂപ്പുകൾ നിങ്ങൾ അത്യാവശ്യം ഫസ്റ്റ് ഗ്രൂപ്പിലുള്ള എലമെന്റുകൾ, സെക്കൻഡ് ഗ്രൂപ്പിലുള്ള എലമെന്റുകളൊക്കെ ഒന്ന് അറിഞ്ഞു വെച്ചിരിക്കണം കേട്ടോ. ടീച്ചർ ക്ലാസ് എടുത്തപ്പോൾ ഇത് കൃത്യമായിട്ട് കോഡൊക്കെ പറഞ്ഞു തന്നിരുന്നു, അന്ന് ഓർത്ത് വെച്ചിരിക്കണേ. ഫസ്റ്റ് ഗ്രൂപ്പിലുള്ളവര്, സെക്കൻഡ് ഗ്രൂപ്പിലുള്ളവര്, ബാക്കി ഗ്രൂപ്പുകളെ ഇതൊക്കെയാണ് എലമെന്റുകൾ എന്ന് അറിഞ്ഞു വെച്ചിരിക്കണം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഗ്രൂപ്പിലുള്ളവരെ നമ്മൾ ആൽക്കലി മെറ്റൽസ് എന്ന് വിളിച്ചു. സെക്കൻഡ് ഗ്രൂപ്പിലുള്ളവരെ നമ്മൾ ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് എന്ന് വിളിച്ചു. അടുത്ത 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പുകൾ അല്ലെ, 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പുകളെ നമ്മൾ എന്താണ്? ട്രാൻസിഷൻ എലമെന്റ്സ് എന്നാണ് വിളിച്ചത്. എന്തുകൊണ്ടാണ് ഇവരെ ട്രാൻസിഷൻ എലമെന്റ്സ് എന്ന് വിളിച്ചത് എന്നൊക്കെ ടീച്ചർ പറഞ്ഞു തന്നെ അല്ലേ. ഒരു ട്രാൻസിഷൻ കാണിക്കുന്നു ആ 3 മുതൽ 12 വരെ. ഓക്കെ, അടുത്ത 13ാമത്തെ ഗ്രൂപ്പിലുള്ളവര് ബോറോൺ ഫാമിലിയാണ്. 14 കാർബൺ ഫാമിലി. 15ാമത്തെ ഗ്രൂപ്പിലുള്ളവരാണ് നൈട്രജൻ ഫാമിലി. നൈട്രജൻ ഫാമിലിയെ നമ്മൾ മറ്റൊരു പേരിൽ നിക്ടോജൻസ് എന്നും വിളിക്കാറുണ്ട്, നിക്ടോജൻസ്. 16ാമത്തെ ഗ്രൂപ്പാണ് ഓക്സിജൻ ഫാമിലി. 17 ആരാണ്? നമ്മുടെ ഹാലജൻസ് ആണ് 17. ഇനി 18ാമത്തെ ഗ്രൂപ്പ് ആരാണ്? 18ാമത്തെ ഗ്രൂപ്പ് നമ്മുടെ നോബിൾ ഗ്യാസസ്. 18ാമത്തെ ഗ്രൂപ്പാണ് നമ്മുടെ നോബിൾ ഗ്യാസ്. ഓക്കെ, ഈ ഓക്സിജൻ ഫാമിലിയെ നമ്മൾ ചാക്കോജൻസ് എന്നും വിളിക്കാറുണ്ട്. ഓക്കെ, ചാക്കോജൻസ് എന്ന് വിളിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ ഈ ഗ്രൂപ്പ് അതിന്റെ ഏതൊക്കെയാണ്, അതിന്റെ ഫാമിലി നെയിം ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഓക്കെ ആണോ? 18 ഗ്രൂപ്പുകളും 7 പീരീഡുകളും അവരുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനും. ജനറൽ ആയിട്ട് നോക്കിക്കേ, ഫസ്റ്റ് ഗ്രൂപ്പ് ആണെങ്കിൽ NS1, സെക്കൻഡ് ഗ്രൂപ്പിൽ NS2, ഇവിടെ D വരുമ്പോഴത്തേക്ക് N-1 D1 10, NS0 2 ആണ്. അടുത്ത NS2 NP1 വരും. സെക്കൻഡ് ആകുമ്പോഴത്തേക്ക് 14ാമത്തെ ആകുമ്പോൾ NS2 NP2, അങ്ങനെ അത് NP6 വരെ വേരി ചെയ്യുന്നു. ഓക്കെ, ക്ലിയർ ആയോ പീരീഡുകളും ഗ്രൂപ്പുകളും? അടുത്ത പീരീഡും ഗ്രൂപ്പും പോലെ തന്നെ നമ്മുടെ മോഡേൺ പീരിയോഡിക് ടേബിളിൽ വേറൊരു ക്ലാസിഫിക്കേഷനും ഉണ്ടല്ലേ, നമ്മൾ പഠിച്ചതാണ്. ആരാണ്? ബ്ലോക്കുകൾ അല്ലേ, ബ്ലോക്ക്. അങ്ങനെ എത്ര ബ്ലോക്കുകൾ ഉണ്ട് മക്കളെ? എസ് ബ്ലോക്ക്, പി ബ്ലോക്ക്, ഡി ബ്ലോക്ക് ആൻഡ് എഫ് ബ്ലോക്ക്. അങ്ങനെ 4 ബ്ലോക്കുകളാണ് നമ്മുടെ മോഡേൺ പീരിയോഡിക് ടേബിളിൽ ഉള്ളത്. ദ മോഡേൺ പീരിയോഡിക് ടേബിൾ ഈസ് ഡിവൈഡഡ് ഇൻടു 4 ബ്ലോക്സ് ബേസ്ഡ് ഓൺ ദ സബ്ഷെൽ ഇൻ വിച്ച് ലാസ്റ്റ് ഇലക്ട്രോൺ എൻറ്റേഴ്സ്. ഏത് സബ്ഷെല്ലിലോട്ടാണ് അവസാനത്തെ ഇലക്ട്രോൺ എൻറ്റർ ആവുന്നത് നോക്കിയിട്ട് 4 ബ്ലോക്കുകളായിട്ട് തിരിച്ചു. ഏതൊക്കെയാണ്? എസ് ബ്ലോക്ക്, പി ബ്ലോക്ക്, ഡി ബ്ലോക്ക് ആൻഡ് എഫ് ബ്ലോക്ക്. ഇങ്ങനെ 4 ബ്ലോക്കുകളായിട്ട് തിരിച്ചു. ഇനി ഓരോ ബ്ലോക്കിന്റെയും ഒരു ജനറൽ ആയിട്ടുള്ള സ്വഭാവങ്ങൾ നമ്മളൊന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക കേട്ടോ. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ ബ്ലോക്ക് നമുക്ക് നോക്കാം, എസ് ബ്ലോക്ക് എലമെന്റ്സ്. നോക്കിക്കേ, എസ് ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ബ്ലോക്ക് പറഞ്ഞത്? അവസാനത്തെ ഇലക്ട്രോൺ എൻറ്റർ ചെയ്തത് ഏത് സബ്ഷെല്ലിലോട്ട്. അപ്പൊ എസ് ബ്ലോക്ക് എന്ന് പറയുമ്പോൾ അവസാനത്തെ ഇലക്ട്രോൺ എൻറ്റർ ചെയ്തിരിക്കുന്നത് ഏത് സബ്ഷെല്ലിലോട്ടായിരിക്കും? എസിലോട്ടായിരിക്കും. നോക്കിക്കേ, ദീസ് ആർ എലമെന്റ്സ് ഇൻ വിച്ച് ദ ലാസ്റ്റ് ഇലക്ട്രോൺ എൻറ്റേഴ്സ് ദ ഔട്ടർ മോസ്റ്റ് എസ് സബ്ഷെൽ. ഔട്ടർ മോസ്റ്റ് എസ് സബ്ഷെല്ലിലോട്ടായിരിക്കും അവസാനത്തെ ഇലക്ട്രോൺ എൻറ്റർ ആയിരിക്കുന്നത്. ദേ ഇൻക്ലൂഡ് ദ എലമെന്റ്സ് ഗ്രൂപ്പ് 1 and 2. ഒന്നാമത്തെ ഗ്രൂപ്പിലെയും നോക്കിക്കേ, ഒന്നാമത്തെ ഗ്രൂപ്പിലെയും രണ്ടാമത്തെ ഗ്രൂപ്പിലെ ആളുകളെയാണ് നമ്മൾ എന്ത് വിളിച്ചത്? എസ് ബ്ലോക്ക് എലമെന്റുകൾ എന്ന് വിളിച്ചത്. ഒന്നാമത്തെ ഗ്രൂപ്പ് നമ്മുടെ ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം,
സീസിയം, ഫ്രാൻസിയം. അതുപോലെ ബെറിലിയം, മഗ്നീഷ്യം, കാൽസ്യം, സ്ട്രോൺഷ്യം, ബേരിയം, റേഡിയം. ഇവരെയാണ് എന്ത് വിളിച്ചത്? എസ് ബ്ലോക്ക്. ഇവരെല്ലാവരുമാണ് എന്ത്? ഒന്നാമത്തെയും രണ്ടാമത്തെയും ഗ്രൂപ്പ് ചേർന്നിട്ടാണ് നമ്മുടെ എസ് ബ്ലോക്ക് ആയിരിക്കുന്നത്. ഓക്കെ, എസ് ബ്ലോക്ക് ആണ്. അടുത്ത് നോക്കിക്കേ, their general electronic configuration NS1 അല്ലെങ്കിൽ NS2 ആണ്. They are all reactive metal with low ionization enthalpy. അവർക്ക് റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റലുകളാണ്. അവർക്ക് എന്തായിരിക്കും? അയോണൈസേഷൻ എൻതാൽപ്പി കുറവായിരിക്കും. അപ്പൊ അയോണൈസേഷൻ എൻതാൽപ്പി എന്താണെന്നൊക്കെ ഉള്ളത് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കും കേട്ടോ. ഈ ചാപ്റ്ററിൽ കുറച്ച് അങ്ങോട്ട് പോകും, നിങ്ങൾക്ക് അറിയാം ഓൾറെഡി. എന്നാലും നമുക്ക് അവിടെ ഒന്ന് വിശദമായിട്ട് പറയാം. അപ്പൊ എസ് ബ്ലോക്ക് എലമെന്റ്സിന് ലോ അയോണൈസേഷൻ എൻതാൽപ്പി ആണെന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഓക്കെ, they lose their outermost electron readily to form +1 and +2 electrons. അത് പറഞ്ഞു വരുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പൊ സോഡിയം നമ്മൾ എടുക്കുകയാണ്. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 281 ആണ്. അപ്പോൾ ഒരു ഇലക്ട്രോണിനെ നഷ്ടപ്പെട്ട സോഡിയം എന്തായിട്ട് മാറും? Na+ ആയിട്ട് മാറും. ഇനി മഗ്നീഷ്യം എടുത്ത് നോക്കിക്കേ, മഗ്നീഷ്യം 282 ആണ്. 2 ഇലക്ട്രോണുകൾ പോകുമ്പോൾ മഗ്നീഷ്യം എന്താവും? Mg2+ ആയിട്ട് മാറും അല്ലേ? Mg2+ ആവും. അപ്പൊ അവരെന്താണ്? +1 അല്ലെങ്കിൽ +2 സ്റ്റേറ്റിലേക്ക് അയോണുകളായിട്ട് മാറും. ഇവരുടെ മെറ്റാലിക് ക്യാരക്ടറും റിയാക്ടിവിറ്റിയും ഡൗൺ ദ ഗ്രൂപ്പ്, അതായത് ഗ്രൂപ്പിൽ താഴേക്ക് വരുന്ന അനുസരിച്ച് ഇൻക്രീസ് ചെയ്യും. ഡൗൺ ദ ഗ്രൂപ്പ് എന്ത് സംഭവിക്കും? മെറ്റാലിക് ക്യാരക്ടർ താഴേക്ക് വരുന്ന അനുസരിച്ച് മെറ്റാലിക് ക്യാരക്ടറും റിയാക്ടിവിറ്റി, മെറ്റാലിക് ക്യാരക്ടർ ആൻഡ് റിയാക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യും. ഇൻക്രീസസ് താഴേക്ക് വരുന്നതോറും എസ് ബ്ലോക്ക് എലമെന്റ്സിന്റെ മെറ്റാലിക് ക്യാരക്ടറും റിയാക്ടിവിറ്റിയും ഇൻക്രീസ് ചെയ്യും. അവര് അയോണിക് കോമ്പൗണ്ടുകൾ, ലിഥിയം ബെർലിയം ഒഴിച്ച് ബാക്കി എല്ലാവരും അയോണിക് കോമ്പൗണ്ടുകളാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എസ് ബ്ലോക്ക് എലമെന്റുകളെ പറ്റി അറിഞ്ഞിരിക്കണം. പ്രധാനമായിട്ടും എസ് ബ്ലോക്ക് എലമെന്റ് അവസാനത്തെ ഇലക്ട്രോൺ എൻ്റർ ആകുന്നത് ഏത് സബ്ഷെല്ലിലോട്ട്? എസ് സബ്ഷെല്ലിലോട്ട്. ഏതൊക്കെയാണ് എസ് ബ്ലോക്കിൽ വരുന്നത്? ഫസ്റ്റ് ഗ്രൂപ്പും സെക്കൻഡ് ഗ്രൂപ്പും. അവരേതൊക്കെയാണ്? ഓക്കെ, അറിയാം. ഇനി അവർ ഏതൊക്കെ അയോണുകൾ ഫോം ചെയ്യാൻ? +1ഉം +2 സ്റ്റേറ്റ് അയോൺസ് ഫോം ചെയ്യാനാണ് സാധ്യത. പിന്നെ എന്താണ് പറഞ്ഞത്? അവരുടെ ഡൗൺ ദ ഗ്രൂപ്പ് വരുമ്പോൾ അവിടെ മെറ്റാലിക് ക്യാരക്ടറും റിയാക്ടിവിറ്റിയും ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അവർ അയോണിക് ക്യാരക്ടർ ആണ്, എന്താണ് അയോണിക് കോമ്പൗണ്ടുകളാണ് ഉണ്ടാക്കുന്നത്. ഓക്കെ ആണല്ലോ. ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ NS1 NS2 ആയിരിക്കും. ക്ലിയർ ആയോ എസ് ബ്ലോക്ക്? അങ്ങനെയാണെങ്കിൽ അടുത്ത ബ്ലോക്ക് എലമെന്റ് ഏതാണ്? നമ്മുടെ പി ബ്ലോക്ക് എലമെന്റ്. ദ പി ബ്ലോക്ക് എലമെന്റ്സ് ഇവരെന്ന് പറഞ്ഞാൽ ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺ ഏത് സബ്ഷെല്ലിലോട്ടായിരിക്കും കയറുന്നത്? നിങ്ങൾക്ക് ഇപ്പൊ അറിയാം, ഏതാണ്? പി സബ്ഷെല്ലിലോട്ട് കയറുക. അപ്പൊ അവര് പി ബ്ലോക്ക് എലമെന്റ്സ് ആണ്. എവിടെ മുതൽ എവിടെ വരെയാണ് പി ബ്ലോക്ക്? 13 മുതൽ 18 വരെയുള്ള ഗ്രൂപ്പുകൾ. നമ്മുടെ പീരിയോഡിക് ടേബിളില് 13ാമത്തെ ഗ്രൂപ്പ് നമ്മുടെ ബോറോൺ ഫാമിലിയും 18ാമത്തെ ഗ്രൂപ്പ് നമ്മുടെ നോബൽ ഗ്യാസ് വരെയുള്ള ആളുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പി ബ്ലോക്ക് എലമെന്റുകൾ എന്ന് വിളിക്കുന്നത്. നോക്കിക്കേ, these are elements in which the last electron enters into the outermost p subshell. അവസാനത്തെ ഇലക്ട്രോൺ എങ്ങോട്ടാണ് കയറുന്നത്? p സബ്ഷെല്ലിലോട്ട് കയറുന്നു. They include elements of the group 13 to 18. അവർ എവിടെ മുതൽ എവിടെ വരെയാണ്? 13 മുതൽ 18 വരെയുള്ള ഗ്രൂപ്പുകളാണ്. Their general electronic configuration is NS2 NP126. NS2 NP126 ആണ് ഇവരുടെ ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. General electronic configuration. Okay, ഇനി നോക്കിക്കേ, their non-metallic character increases from left to right in a period and metallic character increases from top to bottom in a group. അപ്പോൾ ഇവരുടെ 13 മുതൽ 18 വരെയുള്ള ഈ പി ബ്ലോക്ക് എലമെന്റ്സിന്റെ ലെഫ്റ്റ് ടു റൈറ്റ്, അതായത് ഇത് 13 ഇവിടെ 18, ഇപ്പൊ ലെഫ്റ്റ് ടു റൈറ്റ് ഇങ്ങനെ പോകുമ്പോൾ അവരുടെ എന്ത് കൂടും? അവരുടെ മെറ്റാലിക് ക്യാരക്ടർ, നോൺ മെറ്റാലിക് ക്യാരക്ടർ ലെഫ്റ്റ് ടു റൈറ്റ് ഇങ്ങനെ പോവാ. നോൺ മെറ്റാലിക് ക്യാരക്ടർ ഇൻക്രീസ് ചെയ്യും. ഇനി ടോപ്പ് ടു ബോട്ടം, പി ബ്ലോക്ക് എലമെന്റ്സിൽ ഇപ്പൊ 13 നമ്മൾ ടോപ്പ് ടു ബോട്ടം വരുമ്പോൾ അവരുടെ മെറ്റാലിക് ക്യാരക്ടർ എന്ത് ചെയ്യും? മെറ്റാലിക് ക്യാരക്ടർ ഇൻക്രീസ് ചെയ്യും. മെറ്റാലിക് ക്യാരക്ടർ ഇൻക്രീസസ്. ഓക്കെ, അപ്പൊ എന്താണ്? ഇവരുടെ ലെഫ്റ്റ് ടു റൈറ്റ് പോകുമ്പോൾ നോൺ മെറ്റാലിക് ക്യാരക്ടർ ഇൻക്രീസ് ചെയ്യും. ടോപ്പ് ടു ബോട്ടം വരുമ്പോൾ മെറ്റാലിക് ക്യാരക്ടർ ഇൻക്രീസ് ചെയ്യും. ഇനി 18ാമത്തെ ഗ്രൂപ്പ്, ഓരോ ഗ്രൂപ്പിന്റെ പേര് നിങ്ങൾക്ക് അറിയാം. 13ാമത്തെ ഗ്രൂപ്പിനെ എന്ത് വിളിക്കും? ബോറോൺ ഫാമിലി. 14ാമത്തെ ഗ്രൂപ്പിനെ എന്ത് വിളിക്കും? കാർബൺ ഫാമിലി. 15 നൈട്രജൻ ഫാമിലി അല്ലെങ്കിൽ നിക്ടോജൻസ് എന്ന് വിളിക്കും. 16ാമത്തെ ഗ്രൂപ്പിനെ ചാക്കോജൻസ് അല്ലെങ്കിൽ ഓക്സിജൻ ഫാമിലി എന്ന് വിളിക്കും. 17ാമത്തെ ഗ്രൂപ്പിനെ ഹാലജൻ ഫാമിലി എന്ന് വിളിക്കും. 18ാമത്തെ ഗ്രൂപ്പിനെ നോബൽ ഗ്യാസ്, അല്ലേ? നോബൽ ഗ്യാസ് എന്ന് വിളിക്കും. ഈ നോബൽ ഗ്യാസിന്റെ പ്രത്യേകത എന്താണ്?
അവരുടെ ഓർബിറ്റൽസ് കംപ്ലീറ്റ്ലി ഫിൽഡ് ആണ്. സോ ദേ ഡു നോട്ട് അണ്ടർഗോ ദ കെമിക്കൽ റിയാക്ഷൻ അറ്റ് ഓർഡിനറി കണ്ടീഷൻസ്. ഓർഡിനറി കണ്ടീഷൻസിൽ അവർ കെമിക്കൽ റിയാക്ഷനുകൾക്ക് വിധേയമാകില്ല, കാരണം അവരുടെ ഓർബിറ്റലുകൾ കംപ്ലീറ്റ്ലി ഫിൽഡ് ആണ്. ഇനി നോക്കിക്കേ, എസ് ബ്ലോക്കിലെയും പി ബ്ലോക്കിലെയും എലമെന്റുകളെ ചേർത്ത് നമ്മളൊരു പേര് വിളിക്കാറുണ്ട്. അത് ഓർത്ത് വെച്ചിരിക്കുക, എക്സാമിന് ചോദിക്കും. റെപ്രസെന്റേറ്റീവ് എലമെന്റ്സ്, റെപ്രസെന്റേറ്റീവ് എലമെന്റ്സ് എന്ന് വിളിക്കാറുണ്ട്. ബിക്കോസ് ദീസ് are the only element which show general trend in periodic table and also contain metals, non-metals and metalloids. ഇവരൊരു ജനറൽ ട്രെൻഡ് കാണിക്കുകയും ഇവരിലാണ് മെറ്റൽസും നോൺ മെറ്റൽസും മെറ്റലോയിഡ്സും വരുന്നത്. അതുകൊണ്ട് തന്നെ എസ് ബ്ലോക്കിലെയും പി ബ്ലോക്കിലെയും എലമെന്റുകളെ ചേർത്ത് നമ്മൾ എന്ത് വിളിക്കും? റെപ്രസെന്റേറ്റീവ് എലമെന്റ്സ്. ഇവരിൽ നോക്കി നമുക്ക് പറയാൻ പറ്റും ഒരു ജനറൽ പീരിയോഡിക് ട്രെൻഡുകൾ. മനസ്സിലായോ? ഓക്കെ, അതുകൊണ്ട് ഇവരെ റെപ്രസെന്റേറ്റീവ് എലമെന്റുകൾ എന്ന് വിളിക്കും. അപ്പൊ എസ് ബ്ലോക്ക് എങ്ങനെയാണ്, അവരുടെ സ്വഭാവം എങ്ങനെയാണ്, പി ബ്ലോക്കിൽ ആരൊക്കെ വരുന്നു, അവരുടെ സ്വഭാവം എന്താണ്? മനസ്സിലായോ? ഓക്കെ ആയോ? ആണെങ്കിൽ അടുത്ത നമ്മുടെ ആരാണ്? 2 ബ്ലോക്കുകൾ കഴിഞ്ഞു. അപ്പൊ അടുത്ത ആരാണ്? ഡി ബ്ലോക്ക് എലമെന്റ്സ്. These are elements which the last electron enters to the penultimate d subshell. അപ്പൊ നമ്മൾ പറഞ്ഞു അവസാനത്തെ ഇലക്ട്രോൺ എൻ്റർ ആവുന്ന നോക്കിയിട്ടാണ് നമ്മൾ ബ്ലോക്കുകൾ പറയുന്നത്. ഇവിടെ നോക്കിക്കേ, വാലൻസ് ഔട്ടർമോസ്റ്റ് ഷെല്ലിലേക്കല്ല, പെനൽറ്റിമേറ്റ് ഡി സബ്ഷെൽ. എന്താണ് പെനൽറ്റിമേറ്റ് ഡി സബ്ഷെൽ എന്ന് പറയുന്നത്? നോക്കിക്കേ, അവസാനത്തെ ഇലക്ട്രോണിന്റെ അകത്തുള്ള ഈ ഷെല്ലുണ്ടല്ലോ, ഇതാണ് എന്ത്? പെനൽറ്റിമേറ്റ് ഷെൽ എന്ന് പറയുന്നത്. ഓക്കെ, പെനൽറ്റിമേറ്റ് ഡി സബ് ഷെൽ. ഓക്കെ, ഇനി എവിടെ മുതൽ എവിടെ വരെയുള്ള ആളുകളെയാണ് നമ്മൾ ഗ്രൂപ്പ് ഡിയിൽ അല്ലെങ്കിൽ ബ്ലോക്ക് ഡിയിൽ വരുന്നത്, ഡി ബ്ലോക്ക് എലമെന്റിൽ വരുന്നത്? ഓക്കെ, എവിടെ വരെയുള്ള എലമെന്റുകളെയാണ്? 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പിലുള്ളവരെ നമ്മൾ എന്ത് വിളിക്കും? ഡി ബ്ലോക്ക് എലമെന്റ്. ദേ ആർ ഓൾസോ കോൾഡ് ട്രാൻസിഷൻ എലമെന്റ്. എന്തുകൊണ്ടാണ് ഈ ട്രാൻസിഷൻ കാണിക്കുന്നത്? ദേ ഷോ എ റെഗുലർ ട്രാൻസിഷൻ ഫ്രം ദ മോസ്റ്റ് ഇലക്ട്രോപോസിറ്റീവ് എസ് ബ്ലോക്ക് ടു ദ ലീസ്റ്റ് ഇലക്ട്രോപോസിറ്റീവ് പി ബ്ലോക്ക്. ഓക്കെ, അതായത് മോസ്റ്റ് ഇലക്ട്രോപോസിറ്റീവ് ആയിട്ടുള്ള എസ് ബ്ലോക്ക് മുതൽ ലീസ്റ്റ് ഇലക്ട്രോപോസിറ്റീവ് ആയിട്ടുള്ള ഡി ബ്ലോക്ക് വരെ ഒരു ട്രാൻസിഷൻ ആര് കാണിക്കുന്നു? നമ്മുടെ ഡി ബ്ലോക്ക് എലമെന്റുകൾ കാണിക്കുന്നു. അതുകൊണ്ടാണ് ഇവരെ എന്ത് വിളിക്കുന്നത്? ട്രാൻസിഷൻ എലമെന്റുകൾ എന്ന് വിളിക്കുന്നത്. ഇവരുടെ ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ n-1 d 1 to 10 ns 0 to 2. ഇവിടെ എന്താണ് ഈ n-1 d എന്ന് കൊടുത്തേ? നമ്മുടെ ഔട്ടർ മോസ്റ്റ് ഷെൽ -1, അകത്തുള്ള പെനൽറ്റിമേറ്റ് ഷെൽ അല്ലേ? ആ ഡിയിലെ 1 to 10. ഓക്കെ, ഇനി ഇവരെ കോമൺ ആയിട്ടുള്ള കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്. ഇവരെല്ലാം എന്താണ്? മെറ്റൽസ് ആണ്. രണ്ടാമത്തത്, ഇവര് കളേർഡ് കോമ്പൗണ്ട്സ് ഫോം ചെയ്യും. അടുത്തത്, വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റുകൾ കാണിക്കും. ഇവരെന്താണ്? പാരാമാഗ്നറ്റിക് ആണ്. അതേപോലെ തന്നെ കറ്റാലിറ്റിക് പ്രോപ്പർട്ടീസ് കാണിക്കും. ഓക്കെ, നിങ്ങൾ നോക്കിക്കേ, ഈ ഡി ബ്ലോക്ക് എലമെന്റ്, ഇപ്പൊ ഡി ബ്ലോക്ക് എലമെന്റ്സിൽ നമുക്ക് പറയാൻ പറ്റുന്ന നമ്മുടെ സ്കാൻഡിയം മുതൽ സിങ്ക് വരെ ഉള്ളത്. ഇപ്പൊ സ്കാൻഡിയം +2 ആണെങ്കിൽ നടുക്ക് വരുന്ന നമ്മുടെ മാംഗനീസ് +2 മുതൽ +7 വരെയുള്ള ഓക്സിഡേഷൻ സ്റ്റേറ്റുകൾ കാണിക്കും. അതായത് വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഒരു സ്വഭാവമാണ് ആരുടെ? ഡി ബ്ലോക്ക് എലമെന്റുകളുടെ. പിന്നെന്താണ്? ട്രാൻസിഷൻ എലമെന്റ്സ് ആണ്. അവർ കളേർഡ് കോംപ്ലക്സുകളാണ്. പിന്നെന്താണ്? കറ്റാലിറ്റിക് പ്രോപ്പർട്ടി അല്ലേ? കൂടുതലും ഡി ബ്ലോക്ക് എലമെന്റുകളാണ് എന്ത്? കാറ്റലിസ്റ്റ് അല്ലേ? കാറ്റാലിറ്റിക് പ്രോപ്പർട്ടി ഉള്ളവര്. ഓക്കെ, പിന്നെ ഇവര് പാരാമാഗ്നറ്റിക് നേച്ചർ ആണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയൊക്കെയാണ് ഡി ബ്ലോക്ക് എലമെന്റുകളുടെ പ്രത്യേകത. അടുത്ത നോക്കിയേ എഫ് ബ്ലോക്ക് എലമെന്റുകൾ. എഫ് ബ്ലോക്ക് എലമെന്റ് എന്ന് പറയുന്നത് അവസാനത്തെ ഇലക്ട്രോൺ കയറുന്നത്. നോക്കിക്കേ, ഡി ബ്ലോക്കിൽ ലാസ്റ്റ് ഇലക്ട്രോൺ കയറുന്നത് പെനൽറ്റിമേറ്റ് ഡി സബ്ഷെല്ലിലോട്ടാണെങ്കിൽ ഇവിടെ എഫ് ബ്ലോക്കിൽ ആന്റി പെനൽറ്റിമേറ്റ് ഷെല്ലിലോട്ടാണ്. നോക്കിക്കേ, ആന്റി പെനൽറ്റിമേറ്റ് ഷെൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ഔട്ടർ മോസ്റ്റ് ഷെല്ല്, ഇത് നമ്മുടെ പെനൽറ്റിമേറ്റ് ഷെല്ല്, അതിനും അകത്തിരിക്കുന്നത് ഇതാണ് എന്ത്? ആന്റി പെനൽറ്റിമേറ്റ് ഷെല്ല്. ആന്റി പെനൽറ്റിമേറ്റ് ഷെൽ. നോക്കിക്കേ, these are elements which the last electron enter to the anti-penultimate F subshell. Last electrons എങ്ങോട്ടാണ് കയറുന്നത്? anti-penultimate F subshell-ലോട്ടാണ് കയറുന്നത്. They include lanthanides of 6th period and actinides of 7th period. 6th periodലെ lanthanides-ഉം 7th periodലെ actinides-ഉം ഇവരിൽ വരുന്നു. അവരെ എന്തും വിളിക്കുന്നു? inner transition elements. നോക്കിക്കേ, ഈ actinides-നെയും lanthanides-ൽ നിന്നും എടുത്തതല്ലേ? അതായത് നമ്മുടെ ആ 6th നിന്നും 7th period നിന്നും എടുത്തു വെച്ചിരിക്കുകയാണ്. ട്രാൻസിഷൻ മെറ്റൽസിന്റെ അകത്തുള്ള ആ 6th പീരീഡിൽ നിന്നും 7th പീരീഡിൽ നിന്നും എടുത്തു വെച്ചിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇന്നർ ട്രാൻസിഷൻ എലമെന്റ്സ് എന്നും വിളിക്കാറുണ്ട്. ഇനി ഇവരുടെ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ n-2
F1 to 14, n-1 D0 to 1 NS2. ഇതാണ് ഇവരുടെ ജനറൽ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഇവരെന്താണ്? എല്ലാവരും മെറ്റൽസ് ആണ്. പിന്നെ നോക്കിക്കേ, ആക്ടിനോയിഡ് നമ്മൾ പറഞ്ഞു ലന്താനത്തിന് ശേഷമുള്ളവരെ ലാന്തനോയിഡ്സ് എന്നും ആക്ടീനിയത്തിന് ശേഷമുള്ളവരെ ആക്ടിനോയിഡ്സ് എന്നും നമ്മൾ വിളിച്ചത്. ആക്ടിനോയിഡ് എലമെന്റ്സ് എന്താണ്? റേഡിയോ ആക്റ്റീവ് ആണ്. എലമെന്റ്സ് ആഫ്റ്റർ യുറേനിയം. ഇനി യുറേനിയത്തിന് ശേഷമുള്ളവരെ നമ്മൾ ട്രാൻസ് യുറേനിയം എലമെന്റ്സ് എന്നും വിളിക്കാറുണ്ട്. ട്രാൻസ് യുറേനിയം എലമെന്റ്സ് അല്ലെങ്കിൽ ട്രാൻസ് യുറാനിക് എലമെന്റ്സ് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ എലമെന്റ്സ് എന്ന് നമ്മൾ വിളിക്കാറുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ എഫ് ബ്ലോക്കിൽ പ്രധാനമായിട്ടും ഓർത്തു വെച്ചിരിക്കേണ്ടത്. അവർ ലാസ്റ്റ് ഇലക്ട്രോൺ എങ്ങോട്ടാണ് കയറുന്നത്? ആന്റി പെനൾട്ടിമേറ്റ് ഡി സബ്ഷെൽ. അവരുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്താണ്? n-2 F1 to 14, n-1 D0 to 1 NS2. ഈ ഒരു ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കുക. പിന്നെ എന്താണ്? ആറാമത്തെയും ഏഴാമത്തെയും പീരീഡിൽ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ലാന്തനൈഡ്സും ആക്ടിനൈഡ്സും. അപ്പോൾ ആക്ടീനിയത്തിന് ശേഷമുള്ളവരെ ആക്ടിനൈഡ്സ്, ലന്താനത്തിന് ശേഷമുള്ളവരെ ലാന്തനൈഡ്സ്. പിന്നെ ആക്ടിനൈഡ്സിന്റെ പ്രത്യേകത എന്താണ്? അവര് റേഡിയോ ആക്റ്റീവ് എലമെന്റ്സ് ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ എഫ് ബ്ലോക്കിനെ പറ്റിയിട്ട് നിങ്ങൾ കൃത്യമായിട്ടും ഓർത്തു വെച്ചിരിക്കുക. അപ്പൊ നമ്മൾ എന്തൊക്കെ പഠിച്ചു? നമ്മുടെ മോഡേൺ പീരിയോഡിക് ടേബിൾ എന്താണ്, മോഡേൺ പീരിയോഡിക് ടേബിളിലെ ക്ലാസിഫിക്കേഷൻ എങ്ങനെയാണ്, മോഡേൺ പീരിയോഡിക് ലോ എങ്ങനെയാണ്, അതിൽ എത്ര ഗ്രൂപ്പുകൾ വരുന്നു, എത്ര പീരീഡുകൾ വരുന്നു, ഓരോ ഗ്രൂപ്പുകളുടെയും പേരെന്താണ്, അതുപോലെ 4 ബ്ലോക്കിന്റെ ക്ലാസിഫിക്കേഷൻ, ഓരോ ബ്ലോക്കുകൾ എങ്ങനെയാണ് ക്ലാസിഫിക്കേഷൻ നടത്തിയിരിക്കുന്നത്, അവരുടെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചപ്പോൾ നിങ്ങൾ ഒരു സെക്ഷൻ, നമ്മുടെ ചാപ്റ്ററിന്റെ ഒരു സെക്ഷൻ ഇവിടെ കംപ്ലീറ്റ് ആയി. ഓക്കെ, ഇനി ഇത് വെച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, ചെറിയ കാര്യങ്ങളും കൂടെ നിങ്ങളൊന്ന് ഓർത്ത് വെച്ചിരിക്കണം. അതായത് നിങ്ങൾക്ക് ഒരു എലമെന്റ് തരികയാണ്, അത് ഏത് ബ്ലോക്കിൽ വരുന്നു, ഏത് ഗ്രൂപ്പിൽ വരുന്നു, ഏത് പീരീഡിൽ വരുന്നു, ഈ കാര്യങ്ങൾ എഴുതാൻ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. അതാണ് നമുക്ക് അടുത്ത് നോക്കാനുള്ളത്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ആൻ എലമെന്റ് ആൻഡ് ഇറ്റ്സ് പൊസിഷൻ. നമുക്കൊരു ഒരു എലമെന്റ് നിങ്ങൾക്ക് തരികയാണ്, അപ്പൊ നിങ്ങൾ എങ്ങനെയാണ് അതിന്റെ ബ്ലോക്ക് ഏതാണ്, ഗ്രൂപ്പ് ഏതാണ്, പീരീഡ് ഏതാണെന്ന് പറയുന്നത്. അപ്പോൾ ബ്ലോക്ക് ഏതാണെന്ന് വെച്ചാൽ ദ സബ്ഷെൽ ഇൻ വിച്ച് ദ ലാസ്റ്റ് ഇലക്ട്രോൺ എൻറ്റേഴ്സ്. ലാസ്റ്റ് ഇലക്ട്രോൺ ഏത് സബ്ഷെല്ലിലോട്ടാണ് എൻ്റർ ആവുന്നതെന്ന് വെച്ചാൽ അതാണ് ബ്ലോക്ക്. ഇപ്പൊ ലാസ്റ്റ് ഇലക്ട്രോൺ എസ് സബ്ഷെല്ലിലോട്ട് കയറുകയാണെങ്കിൽ എസ് ബ്ലോക്ക് ആണ്. ലാസ്റ്റ് ഇലക്ട്രോൺ പി സബ്ഷെല്ലിലോട്ടാണ് കയറിയെങ്കിൽ പി ബ്ലോക്ക് ആണ്. അങ്ങനെയാണ് നമ്മൾ ബ്ലോക്കുകളെ, ഒരു എലമെന്റിന്റെ ബ്ലോക്കുകൾ പറയുന്നത്. അടുത്ത അതിന്റെ പീരീഡ് എങ്ങനെ നമുക്ക് പറയാൻ പറ്റും? അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ ഹയസ്റ്റ് പ്രിൻസിപ്പൽ കോണ്ടന്റ് നമ്പർ ഏതാണോ അതാണ് ആ എലമെന്റിന്റെ പീരീഡ് നമ്പർ. എന്താണ്? ആ എലമെന്റിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ അതിന്റെ ഹയസ്റ്റ് പ്രിൻസിപ്പൽ കോണ്ടന്റ് നമ്പർ ഏതാണോ അതാണ് അതിന്റെ പീരീഡ് നമ്പർ. ഇനി ഗ്രൂപ്പ് എഴുതുമ്പോൾ കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. നോക്കിക്കേ, ഗ്രൂപ്പ് എസ് ബ്ലോക്കിനാണെങ്കിൽ എത്രയാണോ എസ് ബ്ലോക്കിലെ എലമെന്റ്സ്, ഓക്കെ, എസ് ബ്ലോക്കിൽ അല്ലെങ്കിൽ എസിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്, നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺസ് ഇൻ എസ്. ഇനി പി ബ്ലോക്ക് ആണെങ്കിലോ, പി ബ്ലോക്ക് ആണെങ്കിൽ എസിലെയും പിയിലെയും ഇലക്ട്രോൺസിന്റെ കൂടെ ഒരു 10 കൂടെ ആഡ് ചെയ്യണം. അതുപോലെ ഡി ബ്ലോക്കിലാണെങ്കിൽ എസിലെയും n-1 ഡിയിലെയും ഇലക്ട്രോൺസിനെ ആഡ് ചെയ്യണം. ഓക്കെ, അപ്പൊ ഈ 3 എണ്ണത്തിനെ നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കുക. എന്താണ്? എസിലാണെങ്കിൽ വാലൻസ് എസിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ടോ അതാണ് എന്തെന്ന് ഗ്രൂപ്പ് നമ്പർ എന്ന് പറയുന്നത്. പി ആണെങ്കിലോ എസിലെയും പിയിലെയും ഇലക്ട്രോണുകളുടെ കൂടെ ഒരു 10 കൂടെ ആഡ് ചെയ്യണം. ഡി ആണെങ്കിലോ എസിലെ ഇലക്ട്രോണുകളുടെ കൂടെ n-1 ഡിയിൽ എത്ര ഇലക്ട്രോണുകൾ ഉണ്ട് അതും കൂടി ആഡ് ചെയ്യണം. അപ്പൊ ഇങ്ങനെയാണ് ഒരു എലമെന്റിന്റെ പീരീഡ്, ഗ്രൂപ്പ്, ബ്ലോക്ക് നമുക്ക് പറയാൻ പറ്റുക. ഓക്കെ, അപ്പൊ ഒരു എക്സാമ്പിൾ അതിനെ നോക്കാം. ഇപ്പോ അറ്റോമിക് നമ്പർ 17 അപ്പൊ നമ്മൾ ഇതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി നോക്കാം. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ 1s2 2s2 2p6 3s2 3p5 നോക്കിക്കേ, 10 12 17 ആയല്ലോ. അപ്പൊ ഇതിന്റെ ബ്ലോക്ക്, ആദ്യം ബ്ലോക്ക് ഏത് വരും? ലാസ്റ്റ് ഇലക്ട്രോൺ എൻ്റർ ആയിരിക്കുന്നത് പി സബ്ഷെല്ലിലോട്ടല്ലേ, അപ്പോ പി ബ്ലോക്ക് ആയിരിക്കും. അടുത്ത ഇതിന്റെ പീരീഡ് ഏത് വരും? ഏത് പീരീഡിലായിരിക്കും? നോക്കിക്കേ, ഹയസ്റ്റ് കോണ്ടന്റ് നമ്പർ എത്രയാണ്? 3 ആണ്. അപ്പൊ 3ാമത്തെ പീരീഡ്. അടുത്ത നോക്കിക്കേ, ഇതിന്റെ ഗ്രൂപ്പ് എങ്ങനെ പറയും? നോക്കിക്കേ, ലാസ്റ്റ് ഇലക്ട്രോൺ പിയിലോട്ടാണ്, പി ആണെങ്കിൽ എസിലെയും പിയിലെയും കൂട്ടിയിട്ട് എന്ത് ആഡ് ചെയ്യണം? 10 കൂട്ടണം. എസിലെ ഇലക്ട്രോൺസ് എത്രയാണ്? 2. അപ്പൊ 2 പ്ലസ് പിയിൽ എത്രയാണ്? 5. അതിന്റെ കൂടെ എത്ര ആഡ് ചെയ്യണം? 10 കൂടെ ആഡ് ചെയ്യണം. അപ്പൊ എത്ര വരും? 17. അപ്പോ
17ാമത്തെ ഗ്രൂപ്പാണ്, ബ്ലോക്ക് പി ആണ്, പീരീഡ് 3 ആണ്. ഇങ്ങനെയാണ് നമ്മൾ ഒരു എലമെന്റ് കിട്ടിയാൽ അതിന്റെ ഗ്രൂപ്പും പീരീഡും ബ്ലോക്കുകളും പറയുന്നത്. ഇതൊരു ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, അപ്പൊ പഠിച്ചു വെച്ചിരിക്കുക. ഓക്കെ, ഇനി നമുക്ക് ചെറിയൊരു പോർഷൻ കൂടി ഉണ്ട്. എന്താണ്? നോമൻക്ലേച്ചർ. 100ന് മേലെയുള്ള എലമെന്റുകളുടെ നോമൻക്ലേച്ചർ. മക്കളെ, ആ സമയത്ത് നമ്മുടെ സോവിയറ്റ് യൂണിയനും അമേരിക്കയും തമ്മിൽ നല്ലപോലെ വാർ നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ എന്ത് ചെയ്യും? ഇവർ USSR ഒരു എലമെന്റ് കണ്ടുപിടിക്കുമ്പോൾ അമേരിക്കക്കാരും ഒരു എലമെന്റ് കണ്ടുപിടിക്കും. ഇവർ എന്ത് ചെയ്യും? ഒരേ എലമെന്റ്, ഒരേ പ്രോപ്പർട്ടി ഉള്ള ആളെ തന്നെയായിരിക്കും ഇവർ കണ്ടുപിടിക്കുന്നത്. പക്ഷെ അവർ രണ്ടുപേരും ഇതിന് 2 പേരിടും. അപ്പൊ അവിടെ പ്രശ്നമാവില്ലേ? ഒരേ സ്വഭാവമുള്ള എലമെന്റുകൾ തന്നെയാണ്, പക്ഷെ 2 പേരിൽ അറിയപ്പെടാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നമ്മുടെ IUPAC പറഞ്ഞു, നിങ്ങൾ ഒരു കൃത്യമായിട്ട് ഇതാരാണ് കണ്ടുപിടിച്ചത് എന്ന് നമ്മൾ അറിയുന്നത് വരെ തൽക്കാലം പേരിടാനുള്ള രീതി ആര് പറഞ്ഞു തന്നു? നമ്മുടെ IUPAC പറഞ്ഞു തന്നു. ആ രീതിയാണ് നമ്മൾ ഇനി പഠിക്കാനുള്ളത്. നോക്കിക്കേ, ഇപ്പൊ 100ന് മുകളിലോട്ടുള്ള എലമെന്റ് ആണ്. അതിന്റെ 0 ആണെങ്കിൽ നമ്മൾ റൂട്ട് നെയിം നിൽ എന്ന് വിളിക്കും. 1 ആണെങ്കിൽ UN എന്ന് കൊടുക്കും. 2 ആണെങ്കിൽ ബൈ എന്ന് വിളിച്ചു. 3 ആണെങ്കിൽ ട്രൈ എന്ന് വിളിക്കും. 4 ആണെങ്കിൽ ക്വാഡ് എന്ന് വിളിക്കും. 5നെ നമ്മൾ പെന്റ് എന്ന് വിളിക്കും. 6 ഹെക്സ് എന്ന് വിളിക്കും. 7 സെപ്റ്റ് എന്ന് വിളിക്കും. 8 ഒക്ട് എന്ന് വിളിക്കും. 9 ആണെങ്കിൽ N എന്ന് വിളിക്കും. ഇതിന്റെ അബ്രിവേഷൻസും കൂടി പറഞ്ഞു. നില്ലാണെങ്കിൽ N, UN നമ്മൾ UN, ബൈക്ക് B, ട്രൈക്ക് T, ക്വാഡിന് Q, P, ഹെക്സ് H, S, O, E. ഇങ്ങനെ ഓരോ അബ്രിവേഷൻസും പറഞ്ഞു. അപ്പോൾ ഇത് ഇങ്ങനെ അടിസ്ഥാനത്തിൽ അവർ പേരിട്ടതാണ്. നോക്കിക്കേ, 101ാമത്തെ എലമെന്റ്. അപ്പൊ 1ന് എന്താണ് കൊടുക്കുന്നത്? UN എന്നല്ലേ, അതങ്ങ് ഇട്ടു. 0ക്ക് എന്താണ്? നില്ല്. അപ്പൊ അടുത്തത് NIL. വീണ്ടും 1 അല്ലേ, അപ്പൊ വീണ്ടും UN. പിന്നെ അതിന്റെ കൂടെ നമ്മൾ IUM കൂടെ ചേർക്കണം. IUM. ഇനി ഇതിന്റെ സിമ്പൽ എങ്ങനെ ഇടും? UN സിമ്പൽ U ആണ്, നില്ലിനത് N ആണ്, അടുത്ത UN ആണ്, അപ്പൊ U. അപ്പൊ ഇതിന്റെ യഥാർത്ഥ പേരെന്താണ്? 101ാമത്തെ എലമെന്റിന്റെ യഥാർത്ഥ പേര് നമ്മുടെ മെന്റലീവിയമാണ്. അത് പിന്നീട് കണ്ടുപിടിച്ചു. അപ്പൊ അതുവരെ ഉപയോഗിക്കാൻ പറ്റുന്ന പേരാണ് ഇവര് സജസ്റ്റ് ചെയ്തത്. 104 എന്ന് നോക്കിക്കേ, 104ാമത്തെ എലമെന്റ് 104. ഓക്കെ, 104ാമത്തെ എലമെന്റ് UN. അടുത്ത 0 അല്ലേ, അപ്പൊ NIL. അടുത്തയും ഏതാണ്? 4 വരുമ്പോ ഏതാണ്? ക്വാഡ് ആണ്, QUAD. അതിന്റെ കൂടെ എന്ത് ആഡ് ചെയ്യണം? ഒരു IUM ആഡ് ചെയ്യണം. അപ്പൊ UNQ. ഇങ്ങനെയാണ് പേരിട്ടത്. പിൽക്കാലത്ത് അത് ഏതായി? റൂദർഫോർഡിയം ആണ് എലമെന്റ്, റൂദർഫോർഡിയം. ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് 100ന് മുകളിലോട്ടുള്ള എലമെന്റുകളെ ഒരു പ്രശ്ന പരിഹാരം എന്നോണം, രണ്ടുപേരും തമ്മിൽ അടിയാവണ്ട എന്നുള്ള രീതിയിൽ നമ്മുടെ IUPAC നെയിം ചെയ്യാൻ സജസ്റ്റ് ചെയ്തത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാവുമ്പം നമ്മുടെ ഒരു ഫസ്റ്റ് സെക്ഷൻ, അതായത് നമ്മുടെ ഈ ചാപ്റ്ററിന്റെ പേരെന്തായിരുന്നു? ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ് ആൻഡ് പീരിയോഡിസിറ്റി ഇൻ പ്രോപ്പർട്ടീസ്. അപ്പൊ ക്ലാസിഫിക്കേഷൻ കഴിഞ്ഞു. നമ്മൾ ആദ്യം ഹിസ്റ്ററി പഠിച്ചു. പിന്നെ നമ്മൾ ഇന്നത്തെ കാലത്ത് നമ്മുടെ ഇന്ന് ഉപയോഗിക്കുന്ന മോഡേൺ പീരിയോഡിക് ടേബിളിന്റെ പീരീഡ്, ഗ്രൂപ്പ്, ബ്ലോക്കുകൾ പഠിച്ചു. പിന്നെ എങ്ങനെ അതിന് പേരിടണം, അതുപോലെ തന്നെ എന്ത് ഇമ്പോർട്ടന്റ് ആണ്, ഒരു എലമെന്റ് കിട്ടിയാൽ അതിന് വെച്ചിട്ട് അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതിയിട്ട് അത് ഏത് ഗ്രൂപ്പാണ്, പീരീഡ് ആണ്, ബ്ലോക്കുകളാണെന്നുള്ള പറയാൻ നിങ്ങൾ എഴുതാൻ അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ കഴിയുമ്പോൾ നമ്മുടെ ചാപ്റ്ററിന്റെ ഒരു സെക്ഷൻ ഇവിടെ കഴിയുകയാണ്. ക്ലിയർ ആയോ ഈ കാര്യങ്ങൾ നിങ്ങൾക്ക്? ഓക്കെ അല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കിനി അടുത്ത പഠിക്കാനുള്ളത് പീരിയോഡിക് പ്രോപ്പർട്ടി. നമ്മുടെ ചാപ്റ്ററിന്റെ 2ാമത്തെ വരി അല്ലെ, പീരിയോഡിസിറ്റി ഇൻ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ പീരിയോഡിക് ട്രെൻഡ്. എന്താ മക്കളെ ഈ പീരിയോഡിക് ട്രെൻഡ് എന്ന് പറയുന്ന ടീച്ചർ ഉദ്ദേശിച്ച്? ഈ പീരിയോഡിക് ട്രെൻഡ് എന്താണ്? ട്രെൻഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാല്ലേ, ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് ഇതാണ് എന്നുള്ളത് നമ്മളിപ്പോ സ്ഥിരം ഉപയോഗിക്കുന്ന വാക്കാണ്. ഇതിന്റെ ഇപ്പോഴത്തെ ട്രെൻഡ് ഇതാ എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടുത്തെ ഒരു രീതി, ഇവിടുത്തെ ഫോളോ ചെയ്യുന്ന രീതി ഇങ്ങനെയാണ്. അപ്പൊ പീരിയോഡിക് ട്രെൻഡ് എന്ന് പറഞ്ഞാല് ഒരു പീരീഡില് അല്ലെങ്കിൽ ഗ്രൂപ്പില് അവരുടെ സ്വഭാവം എങ്ങനെയായിരിക്കും? ഓരോ പീരിയോഡിക് പ്രോപ്പർട്ടീസ് ഉണ്ട് അല്ലെ, നമുക്കറിയാം. ഫിസിക്കൽ പ്രോപ്പർട്ടീസും ഉണ്ട്, കെമിക്കൽ പ്രോപ്പർട്ടീസും ഉണ്ട്. അപ്പൊ ഇതിനകത്ത് തന്നെ പീരിയോഡിക് ട്രെൻഡിനെ തന്നെ പീരിയോഡിക് ട്രെൻഡ് ഇൻ ഫിസിക്കൽ പ്രോപ്പർട്ടീസും ഉണ്ട്, പീരിയോഡിക് ട്രെൻഡ് ഇൻ കെമിക്കൽ പ്രോപ്പർട്ടീസും ഉണ്ട്. ഫിസിക്കൽ പ്രോപ്പർട്ടീസും ഉണ്ട്, കെമിക്കൽ പ്രോപ്പർട്ടീസും ഉണ്ട്. അപ്പോൾ ഈ ഫിസിക്കൽ പ്രോപ്പർട്ടീസിൽ എന്തൊക്കെ വരും? ഏതൊക്കെയാണ് ഫിസിക്കൽ പ്രോപ്പർട്ടീസിൽ വരുന്നത്? മക്കളെ, ആദ്യം നമുക്ക് പഠിക്കാനുള്ളത് അറ്റോമിക് റേഡിയസ് ആണ്. അറ്റോമിക് റേഡിയസ്. അടുത്ത ഫിസിക്കൽ പ്രോപ്പർട്ടിയാണ് അയോണിക് റേഡിയസ്. അയോണിക് റേഡിയസ്. അടുത്തതാണ് അയോണൈസേഷൻ എൻതാൽപ്പി. അയോണൈസേഷൻ എൻതാൽപ്പി. അടുത്തത് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി.
ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. അടുത്തത് ഇലക്ട്രോ നെഗറ്റിവിറ്റി. ഇത്രയും ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പൊ ഈ 5 ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എങ്ങനെയാണ് ഒരു പീരീഡിൽ ബിഹേവ് ചെയ്യുന്നത്, എങ്ങനെയാണ് അവർ ഗ്രൂപ്പിൽ ബിഹേവ് ചെയ്യുന്നത്, അപ്പൊ ഈ സെക്ഷൻ കഴിയും. പിന്നെ കെമിക്കൽ പ്രോപ്പർട്ടീസ്, അത് സിമ്പിൾ, നമ്മുടെ വാലൻസിയും ഓക്സിഡേഷൻ സ്റ്റേറ്റുകളും ലാസ്റ്റ് അനോമലസ് പ്രോപ്പർട്ടി ഒക്കെ കഴിയുമ്പോൾ നമ്മുടെ ഈ ചാപ്റ്റർ ഇവിടെ തീരും. മക്കളെ, ഈ ചാപ്റ്ററിൽ ആദ്യം പറഞ്ഞ ആ ഹിസ്റ്ററിയില്ലേ, ക്ലാസിഫിക്കേഷന്റെ ഹിസ്റ്ററിയില്ലേ, അത് കഴിഞ്ഞാൽ നമ്മൾ ആ ഗ്രൂപ്പ് ഒരു എലമെന്റ് കിട്ടിയാൽ എങ്ങനെ അതിന്റെ പേരിടണം, അതാണ് ഇമ്പോർട്ടന്റ്. അത് കഴിഞ്ഞാൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനമാണ് ഈ ഓരോ ഫിസിക്കൽ പ്രോപ്പർട്ടീസും പീരീഡിൽ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു, ഗ്രൂപ്പിൽ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളത്. അപ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ അതിൽ നമുക്ക് ആദ്യം പഠിക്കാനുള്ളത് അറ്റോമിക് റേഡിയസ് ആണ്. അപ്പോൾ ആദ്യം നമ്മൾ അറ്റോമിക് റേഡിയസ് എങ്ങനെയാണ് ഗ്രൂപ്പിലും എങ്ങനെയാണ് പീരീഡിലും ബിഹേവ് ചെയ്യുന്നത്. അതിനു മുന്നേ എന്താണ് അറ്റോമിക് റേഡിയസ് എന്ന് അറിയണം. അപ്പോൾ എന്താണ് നമുക്ക് നോക്കാം, എന്താണ് അറ്റോമിക് റേഡിയസ്. നമുക്ക് നോർമലി റേഡിയസ് എന്താണെന്ന് അറിയാം അല്ലേ. റേഡിയസ് എന്ന് പറയുമ്പോൾ നമ്മൾ എഴുതുന്നു സെന്ററിൽ നിന്ന് ഈ എൻഡിലേക്കുള്ള ഈ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ അറ്റോമിക് റേഡിയസ് എന്ന് പറയുന്നത്. മക്കളെ, ആറ്റം എന്ന് പറയുമ്പോൾ വളരെ ചെറിയൊരാളല്ലേ. ഇപ്പൊ ഒരു ക്രിക്കറ്റ് ബോളൊക്കെ നമ്മുടെ തന്നാൽ നമുക്ക് പറയാം അതിന്റെ റേഡിയസ് എത്രയാണെന്ന് പറയാം. ഓക്കെ, ഈ ആറ്റം എന്ന് പറയുമ്പോൾ അതിന് കൃത്യം നമുക്കൊരു ബൗണ്ടറി ഇല്ല അല്ലേ. നമുക്ക് ന്യൂക്ലിയസിന് ചുറ്റും ഉള്ള ആ ഇലക്ട്രോണിക് ക്ലൗഡ് അല്ലേ, ഇലക്ട്രോണിക് ക്ലൗഡ് ആണ്. അപ്പൊ നമുക്കൊരു ബൗണ്ടറി പറയാൻ പറ്റില്ല. അപ്പൊ എങ്ങനെയാണ് ഒരു ആറ്റത്തിന്റെ റേഡിയസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുക? അതിന് നമുക്ക് കുറച്ച് രീതിയുണ്ട്. അപ്പൊ ആദ്യം നമ്മൾ എന്താണ് കോവാലന്റ് റേഡിയസ്, അതുപോലെ മെറ്റാലിക് റേഡിയസ്, അതുപോലെ വാൻഡർവാൾ റേഡിയസ്, ഇതൊക്കെ എന്താണ് നമ്മൾ അറിയണം. നോക്കിക്കേ, കോവാലന്റ് റേഡിയസ് എന്ന് പറഞ്ഞാൽ, നോക്കിക്കേ, കോവാലന്റ് ബോണ്ടിൽ ഏർപ്പെട്ടിരിക്കുന്ന 2 ആറ്റംസ്. ഓക്കെ, നമ്മുടെ ക്ലോറിൻ ആറ്റം എടുക്കാം. അപ്പൊ കോവാലന്റ് ബോണ്ടിൽ ഏർപ്പെട്ടിരിക്കുന്ന 2 ആറ്റംസിന്റെ ഈ ന്യൂക്ലിയസിന്റെ ഡിസ്റ്റൻസ് ഇതിനെയാണ് നമ്മൾ ഇന്റർ ന്യൂക്ലിയർ ഡിസ്റ്റൻസ് എന്ന് വിളിക്കുന്നത്. ഈ ഇന്റർ ന്യൂക്ലിയർ ഡിസ്റ്റൻസുകളുടെ ഹാഫ് എടുക്കുമ്പോൾ, ഇപ്പൊ ഈ ഇന്റർ ന്യൂക്ലിയർ ഡിസ്റ്റൻസിനെ ടീച്ചർ എ എന്ന് വിളിച്ചു. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ കോവാലന്റ് റേഡിയസ് എന്ന് പറയുന്നത് EA/2 ആണ്. ഓക്കെ, മനസ്സിലായോ? കോവാലന്റ് ബോണ്ടിൽ ഏർപ്പെട്ടിരിക്കുന്ന ആറ്റമുകളുടെ റേഡിയസ് ആണ് നമ്മൾ പറയുന്നത്. അവരുടെ ഇന്റർ ന്യൂക്ലിയർ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയസുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസിന്റെ ഹാഫ് എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? കോവാലന്റ് റേഡിയസ് കിട്ടും. ഓക്കെ, ഇനി എന്താണ് മെറ്റാലിക് റേഡിയസ് എന്ന് പറഞ്ഞാൽ? സെയിം, എന്താണ് മെറ്റാലിക് റേഡിയസ് ആർക്കാണ് വരുന്നത്? നമ്മുടെ മെറ്റൽസിനാണ് പറയുന്നത്. ഇവിടെ നോൺ മെറ്റൽസ് ആയിരിക്കും, കോവാലന്റ് റേഡിയസ് നോൺ മെറ്റൽസ്. അപ്പൊ മെറ്റാലിക് ബോണ്ടിൽ ഏർപ്പെട്ടിരിക്കുന്ന 2 ആറ്റംസ്, അവരിങ്ങനെ ഓവർലാപ്പ് ചെയ്തില്ല, ജസ്റ്റ് ടച്ചേ ഉള്ളൂ. അവരുടെ ന്യൂക്ലിയസ് തമ്മിലുള്ള ഡിസ്റ്റൻസ്, അതിനെയും എന്ത് വിളിക്കാം നമുക്ക്? ഇന്റർ ന്യൂക്ലിയർ ഡിസ്റ്റൻസ് എന്ന് വിളിക്കാം. അതിന്റെ ഹാഫിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മെറ്റാലിക് റേഡിയസ് എന്ന് വിളിക്കുന്നത്. ഇന്റർ ന്യൂക്ലിയർ ഡിസ്റ്റൻസുകളുടെ ഹാഫിനെ നമുക്ക് എന്ത് വിളിക്കാം? മെറ്റാലിക് റേഡിയസ്. ഇനി എന്താണ് വാൻഡർവാൾ റേഡിയസ് എന്ന് പറയുന്നത്? ഡിസ്റ്റൻസ് അല്ലെങ്കിൽ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്ന 2 ആറ്റംസ്, അവരുടെ ഇന്റർ ന്യൂക്ലിയർ ഡിസ്റ്റൻസിന്റെ ഹാഫ്, അതാണ് എന്ത്? വാൻഡർവാൾ റേഡിയസ്. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ എന്തിന്റെ ആറ്റത്തിന്റെ റേഡിയസുകൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, നോക്കിക്കേ, atomic radius. It is defined as the distance from the center of nucleus to outermost shell having electrons. ന്യൂക്ലിയസിന്റെ ഷെല്ല് മുതൽ ഔട്ടർമോസ്റ്റ് ഷെൽ ഓഫ് ഇലക്ട്രോൺസ് വരെയുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ അറ്റോമിക് റേഡിയസ് എന്ന് വിളിക്കുന്നത്. അറ്റോമിക് റേഡിയസ് ഓഫ് ഇൻഡിവിജ്വൽ ആറ്റംസ്, ഓരോ ഇൻഡിവിജ്വൽ ആറ്റംസിന്റെ അറ്റോമിക് റേഡിയസ് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പൊ അത് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് വേണം? കുറച്ച് മെത്തേഡ്സ് വേണം. അതിനുള്ള ഫസ്റ്റ് മെത്തേഡ് ആണ് കോവാലന്റ് റേഡിയസ്. ഇറ്റ് ഈസ് ദ ഹാഫ് ഓഫ് ഇന്റർന്യൂക്ലിയർ ഡിസ്റ്റൻസ് between 2 covalently bonded atom. 2 കോവാലന്റ് ബോണ്ട് വഴി സിങ്ക് ആയിരിക്കുന്ന ആറ്റത്തിന്റെ ഇന്റർ ന്യൂക്ലിയർ ഡിസ്റ്റൻസ് എടുക്കണം. അതിന്റെ ഹാഫിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കോവാലന്റ് റേഡിയസ് എന്ന് വിളിക്കുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു എക്സ്പ്രസ് ദ അറ്റോമിക് റേഡിയസ് ഓഫ് നോൺ മെറ്റൽസിന്റെ റേഡിയസ് പറയാനാണ് നമ്മൾ കോവാലന്റ് റേഡിയസ് ഉപയോഗിക്കുന്നത്. സോ ദ ബോണ്ട് ഡിസ്റ്റൻസ് ഓഫ് Cl2 എന്ന് പറയുന്ന മോളിക്യൂളിന്റെ ബോണ്ട് ഡിസ്റ്റൻസ് 180
198 പൈക്കോമീറ്റർ ആണെങ്കിൽ അതിന്റെ കൊവാലന്റ് റേഡിയസ്, ഇതാണ് ഇന്റർന്യൂക്ലിയർ ഡിസ്റ്റൻസ്. അപ്പൊ അതിന്റെ കൊവാലന്റ് റേഡിയസ് എന്ത് വരും? ഈ 198 ഡിവൈഡഡ് ബൈ 2, അതായത് 99 പൈക്കോമീറ്റർ എന്ന് വരും. ഓക്കെ, മനസ്സിലായോ? നോൺ മെറ്റൽസിന്റെ പറയാനാണ് നമ്മൾ കൊവാലന്റ് റേഡിയസ് ഉപയോഗിക്കുന്നത്. അടുത്ത് നമ്മൾ ഏതാ പഠിച്ചേ? മെറ്റാലിക് റേഡിയസ്. എന്താണ്? ഇറ്റ് ഈസ് ഹാഫ് ഓഫ് ദ ഇന്റർന്യൂക്ലിയർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു മെറ്റാലിക് അയോൺ ഇൻ മെറ്റൽ ക്രിസ്റ്റൽസ്. അപ്പൊ നമ്മൾ കോപ്പർ ഒക്കെ എടുത്ത് നോക്കിയാൽ നമുക്ക് മെറ്റാലിക് റേഡിയസ് എന്ന് പറയാം. അടുത്ത് എന്താണ് വാൻഡർവാൾ റേഡിയസ്? ഇറ്റ് ഈസ് ദ ഹാഫ് ഓഫ് ദ ഇന്റർന്യൂക്ലിയർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു നോൺ ബോണ്ടഡ് ആറ്റംസ് ഓഫ് സെപ്പറേറ്റ് മോളിക്യൂൾസ് ഇൻ സോളിഡ് സ്റ്റേറ്റ്. രണ്ട് സെപ്പറേറ്റ് ആയിട്ടിരിക്കുന്ന സോളിഡ് സ്റ്റേറ്റിൽ ഇരിക്കുന്ന ആറ്റംസിന്റെ ഡിസ്റ്റൻസിനെയാണ് അല്ലെങ്കിൽ റേഡിയസിനെയാണ് നമ്മൾ വാൻഡർവാൾസ് റേഡിയസ് എന്ന് വിളിക്കുന്നത്. അപ്പൊ അറ്റോമിക് റേഡിയസിനെ നമ്മൾ പൈക്കോമീറ്റേഴ്സിലും ആങ്സ്ട്രത്തിലുമാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. പൈക്കോമീറ്റർ എന്ന് പറയുമ്പോൾ 10⁻⁻12 മീറ്ററും ആങ്സ്ട്രം എന്ന് പറയുമ്പോൾ 10⁻⁻10 മീറ്ററും വരും. അപ്പൊ നമ്മൾ അറ്റോമിക് റേഡിയസിനെ എക്സ്പ്രസ് ചെയ്യാൻ പൈക്കോമീറ്റർ അല്ലെങ്കിൽ ആങ്സ്ട്രം ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ക്വസ്റ്റ്യൻ ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഇപ്പൊ പൈക്കോമീറ്ററിൽ തന്നാൽ നമ്മൾ എങ്ങോട്ട് മാറ്റണം? ബേസിക് യൂണിറ്റ് ആയിട്ടുള്ള മീറ്ററിലേക്ക് നമ്മൾ മാറ്റണം. അപ്പൊ പൈക്കോമീറ്ററിനെ മാറ്റാനാണ് 10⁻⁻12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ആങ്സ്ട്രത്തിൽ കിടക്കുകയാണെങ്കിൽ 10⁻⁻10 കൊണ്ട് നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യുക. ഇപ്പം നാനോമീറ്ററിലാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? 10⁻⁻10. അപ്പൊ ആ ഒരു കൺവേർഷൻ ഒന്ന് മാറ്റുക. അപ്പൊ ഇതല്ല, ഏത് ക്വസ്റ്റ്യൻ ആയാലും നിങ്ങൾ ഒരു യൂണിറ്റിൽ കിടക്കുകയാണെങ്കിൽ അതിനെ ഏറ്റവും ബേസിക് യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ പല കുട്ടികളും തെറ്റിക്കുന്നതാണ് ഈ യൂണിറ്റ് കൺവേർഷൻ നോക്കാതെ ക്വസ്റ്റ്യൻ ചെയ്യുക. ബേസിക് യൂണിറ്റിലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് വേണം എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. അപ്പൊ ഇത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഓക്കെ ആണല്ലോ? ഓക്കെ, അപ്പൊ ഇപ്പൊ എന്താണ് അറ്റോമിക് റേഡിയസ്, എങ്ങനെ ഏതൊക്കെ മെത്തേഡ്സ് ഉപയോഗിച്ച് നമുക്കതിനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഇനി നിങ്ങൾക്ക് പഠിക്കാനുള്ളത് വേരിയേഷൻ ഓഫ് അറ്റോമിക് റേഡിയസ് അലോങ് എ ഗ്രൂപ്പ് ഓർ എ പീരീഡ്. ഒരു പീരീഡിലെയും ഗ്രൂപ്പിലെയും എങ്ങനെയാണ് അറ്റോമിക് റേഡിയസിന്റെ വേരിയേഷൻ? അതാണല്ലോ നമ്മുടെ പീരീഡ് ട്രെൻഡ് അല്ലേ? ഫിസിക്കൽ പ്രോപ്പർട്ടി ആയ അറ്റോമിക് റേഡിയസിന്റെ പീരിയോഡിക് ട്രെൻഡ്, അതായത് പീരീഡിലും ഗ്രൂപ്പിലും അതെങ്ങനെ ബിഹേവ് ആവുന്നു നോക്കണം. ആദ്യം നമുക്ക് അലോങ് ദ പീരീഡ് നോക്കാം. പീരീഡിൽ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്? അലോങ് ദ പീരീഡ് നോക്കിക്കേ. നമുക്ക് പീരീഡിലുള്ള എലമെന്റ്സ് ഇപ്പം ലിഥിയം, ബെറിലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ, നിയോൺ. നമ്മൾ ആ എലമെന്റ് പീരീഡിലുള്ള കാര്യം അങ്ങോട്ട് എഴുതി. ഓക്കെ, ഇത് 3, 4, 5, 6, 7, 8, 9, 10. അപ്പൊ അലോങ് ദ പീരീഡ് നമ്മൾ എഴുതുകയാണ്. നമുക്കറിയാം പീരീഡ്, ഈ ഒരു പീരീഡിലുള്ളവർക്കെല്ലാം നമ്പർ ഓഫ് ഷെൽസ് ഒരേപോലെയാണ്. അപ്പൊ നമ്പർ ഓഫ് ഷെൽസ് വെച്ചിട്ട് അറ്റോമിക് സൈസ് നമുക്ക് പറയാൻ പറ്റുന്നില്ല. ഓക്കെ, ഇത് നമ്മൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പീരീഡിൽ എങ്ങനെയാണ് ഒരു എലമെന്റിന്റെ അല്ലെങ്കിൽ അവരുടെ സ്വഭാവം എങ്ങനെയാണ് നമുക്ക് പറയാൻ പറ്റുക? നോക്കിക്കേ, ഇങ്ങോട്ട് പോകും തോറും ഇലക്ട്രോണുകൾ കൂടിക്കൂടി വരികയല്ലേ? അപ്പോ ഫസ്റ്റ് പോയിന്റ് ആയിട്ട് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ലെഫ്റ്റ് ടു റൈറ്റ് പോകുമ്പോൾ നമ്പർ ഓഫ് ഇലക്ട്രോൺസിന്റെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. എന്ന് വെച്ചാൽ നമ്മുടെ അറ്റോമിക് നമ്പർ കൂടുകയാണ്. അപ്പൊ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് കൂടുകയാണ്, അറ്റോമിക് നമ്പർ കൂടുകയാണ്. നമ്പർ ഓഫ് പ്രോട്ടോൺസും അവിടെ കൂടുകയല്ലേ? നമ്പർ ഓഫ് പ്രോട്ടോൺസും ഇൻക്രീസ് ആകുന്നു. ഓക്കെ, അപ്പൊ നമ്പർ ഓഫ് പ്രോട്ടോൺസ് കൂടുമ്പോൾ എന്ത് കൂടും? എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കൂടില്ലേ? എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കൂടും. എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്യും. അങ്ങനെ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് അവിടെ ഇൻക്രീസ് ആകുമ്പോൾ ന്യൂക്ലിയസും ഇലക്ട്രോൺസും തമ്മിലുള്ള അട്രാക്ഷൻ കൂടില്ലേ? ന്യൂക്ലിയസ് ആൻഡ് ഇലക്ട്രോൺസിന്റെ അട്രാക്ഷൻ അവിടെ കൂടും. അട്രാക്ഷൻ ഇൻക്രീസ് ആവും. അപ്പൊ എന്ത് ചെയ്യും? അതായത് ഇലക്ട്രോൺസിന്റെ എണ്ണം കൂടുന്നു, പ്രോട്ടോൺസിന്റെ എണ്ണം കൂടുന്നു, ന്യൂക്ലിയസും ഇലക്ട്രോൺസും തമ്മിലുള്ള അട്രാക്ഷൻ കൂടുന്നു. അട്രാക്ഷൻ കൂടുമ്പോൾ എന്ത് ചെയ്യും? അട്രാക്ട് ചെയ്ത് ഇവര് സൈസ് മാക്സിമം ഡിക്രീസ് ചെയ്യും. അപ്പൊ സൈസ് എന്ത് പറ്റും? സൈസ് along the period decreases. എന്ത് കൂടിയിട്ടാണ്? അട്രാക്ഷൻ കൂടും. അപ്പൊ എന്താണ് പറയുന്നത്? നമ്പർ ഓഫ് ഇലക്ട്രോൺസ് കൂടും, നമ്പർ ഓഫ് പ്രോട്ടോൺസ് കൂടും, എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കൂടും, ഈ ന്യൂക്ലിയസും ഇലക്ട്രോൺസും തമ്മിലുള്ള അട്രാക്ഷൻ കൂടും. അപ്പോൾ സൈസ് ഡിക്രീസസ്. അപ്പൊ along the period ലെഫ്റ്റ് ടു റൈറ്റ് പോകുമ്പോൾ അറ്റോമിക് സൈസ് ഡിക്രീസ് ചെയ്യും. ഓക്കെ, മനസ്സിലായോ? അറ്റോമിക് സൈസ് ഡിക്രീസ് ചെയ്യും. അടുത്ത് നോക്കിക്കേ, ഇനി ഇപ്പൊ നമ്മൾ along the period ആണ് നോക്കിയത്. ഇനി along the group എങ്ങനെ വരും? ഓക്കെ, along the group നമുക്ക് നോക്കാം. along the group എങ്ങനെയാണ്? ഗ്രൂപ്പിൽ ഇപ്പൊ ലിഥിയം, സോഡിയം, പൊട്ടാസ്യം. ലിഥിയം ആവുമ്പോൾ നമുക്കറിയാം 2, 8, 1. സോഡിയം ആവുമ്പോൾ 2, 8, 1 അല്ല, 2, 1. സോഡിയം ആവുമ്പോൾ 2, 8, 1. പൊട്ടാസ്യം ആവുമ്പോൾ 2, 8,
8 1. അപ്പൊ നോക്കിക്കേ, താഴേക്ക് വരുംതോറും ഷെല്ലിന്റെ സൈസ് കൂടി വരിക. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? അറ്റോമിക് സൈസ് ഗ്രൂപ്പിൽ ടോപ്പ് ടു ബോട്ടം വരുമ്പോൾ സൈസ് ഇൻക്രീസ് ചെയ്യുകയാണ്. മക്കളെ, താഴേക്ക് വരുംതോറും ഇലക്ട്രോണിന്റെ എണ്ണം കൂടുകയല്ലേ? അപ്പൊ ടീച്ചർ പറഞ്ഞു ഇലക്ട്രോണിന്റെ എണ്ണം കൂടുകയാണ്, അറ്റോമിക് നമ്പർ കൂടുകയാണ്, പ്രോട്ടോൺസിന്റെ എണ്ണം കൂടുകയാണ്. ഇവിടെയും എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കൂടുകയല്ലേ ടീച്ചറെ? എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കൂടുകയാണെങ്കിൽ അറ്റോമിക് സൈസ് ഡിക്രീസ് ആകണ്ടേ? പക്ഷെ എന്താ അവിടെ ആകാത്ത? മക്കളെ, ഇവിടെയാണ് സ്ക്രീനിങ് എഫക്റ്റ് അല്ലെങ്കിൽ ഷീൽഡിംഗ് എഫക്റ്റ് വരുന്നത്. എന്തായിരുന്നു സ്ക്രീനിങ് എഫക്റ്റ് അല്ലെങ്കിൽ ഷീൽഡിംഗ് എഫക്റ്റ്? എന്തായിരുന്നു? ന്യൂക്ലിയസിൽ നിന്നും ഔട്ടർ മോസ്റ്റ് ഷെല്ലിലേക്കുള്ള ഒരു അട്രാക്ഷനെ നടുവിലുള്ള ഷെല്ലുകൾ ഷീൽഡ് ചെയ്ത് വെച്ചിരിക്കുന്നു. സിമ്പിൾ ആയിട്ട് പറഞ്ഞു തരാണെങ്കിൽ, ടീച്ചർ ഇവിടെ ഇപ്പൊ നോർമൽ ഒരു ക്ലാസ് റൂമിൽ ഒരു ടീച്ചർ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ ടീച്ചറിന് ഫസ്റ്റ് ബെഞ്ചിലിരിക്കുന്ന കുട്ടികൾ എപ്പോഴും ടീച്ചറിന്റെ ഐ സ്പാൻ ഓഫ് അറ്റൻഷനിൽ നിൽക്കുകയാണ് അല്ലെ, കണ്ണിൽ ഐ കോൺടാക്റ്റിൽ നിൽക്കുകയാണ്. പക്ഷെ ലാസ്റ്റ് ബെഞ്ചിൽ ഇരിക്കുന്നവർ എന്താണ്? ഈ നടുവിലുള്ള, അതായത് നടുക്കുള്ള ബെഞ്ചിലുള്ള കുട്ടികൾ ലാസ്റ്റ് ബെഞ്ചിലെ കുട്ടികളെ ടീച്ചറിന്റെ ആ ഒരു ഐ കോൺടാക്റ്റിൽ നിന്നും ഷീൽഡ് ചെയ്ത് വെച്ചിരിക്കുന്നു. പക്ഷെ ഓൾറെഡി ടീച്ചേഴ്സിനെല്ലാം കാണാൻ പറ്റും കേട്ടോ. അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്, ഒരു മനസ്സിലാവാൻ വേണ്ടി ഒരു എക്സാമ്പിൾ പറഞ്ഞാണ്. എന്താണ്? ഷീൽഡ് ചെയ്ത് വെച്ചിരിക്കുന്നു. അപ്പൊ ഇതിനെയാണ് ഷീൽഡിംഗ് എഫക്ട് എന്ന് പറയുന്നത്. ഇതുപോലെ ന്യൂക്ലിയസിൽ നിന്നും ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഇരിക്കുന്ന ഇലക്ട്രോണുകളെ നടുവിലത്തെ ഷെല്ലിലുള്ള ഇലക്ട്രോണുകൾ ഷീൽഡ് ചെയ്ത് അല്ലെങ്കിൽ സ്ക്രീൻ ചെയ്ത് വെച്ചിരിക്കുന്നതാണ് സ്ക്രീനിങ് എഫക്റ്റ് അല്ലെങ്കിൽ ഷീൽഡിംഗ് എഫക്റ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ എന്തുണ്ട്? ആ ഒരു ഷീൽഡിംഗ് എഫക്റ്റ് കൂടുതലാണ്. ഇവിടെ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജിന് മേലെ നിൽക്കും എന്ത്? ഷീൽഡിംഗ് എഫക്റ്റ്. അതുകൊണ്ട് എന്ത് കൂടും? അറ്റോമിക് സൈസ് ഇൻക്രീസ് ചെയ്ത് തന്നെ വരും. മനസ്സിലായോ? അപ്പം ഒരു along the ഗ്രൂപ്പിൽ എന്ത് സംഭവിക്കും? അറ്റോമിക് സൈസ് ഇൻക്രീസസ്. മനസ്സിലായോ? അറ്റോമിക് സൈസ് ഇൻക്രീസ് ചെയ്യും. അപ്പൊ നമുക്കൊരു പിക്ചോറിയൽ ആയിട്ട് വരയ്ക്കുകയാണെങ്കിൽ താഴേക്ക് വരും തോറും അറ്റോമിക് സൈസ് കൂടുന്നു, ലെഫ്റ്റ് ടു റൈറ്റ് പോകുമ്പോൾ അറ്റോമിക് സൈസ് കുറയുന്നു. ഇതാണ് അറ്റോമിക് റേഡിയസിൽ പറയാനുള്ള പീരിയോഡിക് ട്രെൻഡ്. ഗ്രൂപ്പിൽ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു, പീരീഡിൽ എങ്ങനെ. ഗ്രൂപ്പിൽ എങ്ങനെയാണ്? സൈസ് കൂടുകയാണ്. പീരീഡിൽ എങ്ങനെയാണ്? സൈസ് കുറയാണ്. ഓക്കെ ആണല്ലോ? ക്ലിയർ ആയല്ലോ? അങ്ങനെയാണെങ്കിൽ അടുത്ത ഫിസിക്കൽ പ്രോപ്പർട്ടിയിലേക്ക് പോകാം. അയോണിക് റേഡിയസ്. എന്താണ് അയോണിക് റേഡിയസ്? അപ്പൊ നമ്മൾ അയോൺസിനെ പറ്റി അറിയണം അല്ലെ? എന്തൊക്കെ അയോൺസ് ഉണ്ട്? ആനയോൺസും ഉണ്ട്, ഓക്കെ, ആനയോൺസും ഉണ്ട്, കാറ്റയോൺസും ഉണ്ട് അല്ലെ? ആനയോൺസും ഉണ്ട്, കാറ്റയോൺസും ഉണ്ട്. അപ്പൊ ആനയോൺസ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ്ലി ചാർജ്ഡ് അയോൺസും കാറ്റയോൺസ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ്ലി ചാർജ്ഡ് അയോൺസും ആണ്. ഇപ്പൊ നമുക്ക് സോഡിയത്തിനെ എടുക്കാം. സോഡിയം എന്ന് പറയുമ്പോൾ 2 8 1. ഇവിടെ നിന്ന് നമ്മൾ ഒരു ഇലക്ട്രോൺ അങ്ങ് പോകുമ്പോൾ സോഡിയത്തിന് ഏത് ചാർജ് വരും? പോസിറ്റീവ് ചാർജായി Na പ്ലസ് ആയിട്ട് മാറി. അപ്പൊ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എത്രയാണ്? 2 8. അപ്പൊ നിങ്ങൾ നോക്കിക്കേ, ഇതാണ് നമ്മുടെ ഈ സോഡിയമാണ് നമ്മുടെ പേരന്റ് ആറ്റം. ഇവിടെ നമ്മുടെ അയോണായി, അതായത് കാറ്റയോൺ ആയി മാറി. കാറ്റയോൺ ആയി മാറിയപ്പോ ഇവിടെ 2 8 1 എന്ന് പറയുമ്പോൾ 1 2 3 ഷെല്ലായിരുന്നു. 2 8 എന്ന് പറയുമ്പോൾ 1 2 ഷെല്ലല്ലേ ഉള്ളൂ. അപ്പൊ സൈസ് ഡിക്രീസ് ആയില്ലേ? അപ്പൊ കാറ്റയോണിന്റെ സൈസ് ഡിക്രീസ് ആണ്. അല്ലെങ്കിലും കാറ്റ് എന്ന് പറയുമ്പോൾ പൂച്ച സൈസ് കുറവല്ലേ? അപ്പോ സൈസ് ഡിക്രീസ് ആണ്. ഇനി ആനയോൺ നോക്കിക്കേ, നമുക്ക് ഫ്ലൂറിന്റെ കേസ് എടുക്കാം. ഫ്ലൂറിൻ എന്ന് പറയുമ്പോൾ 2 7 ആണ്. ഫ്ലൂറിനിലേക്ക് ഒരു ഇലക്ട്രോൺ ആഡ് ആവുമ്പോൾ F- എത്രയായി? 2 8. അപ്പൊ നോക്കിക്കേ, ഒരു ആറ്റത്തിലേക്ക് ഇലക്ട്രോൺ എൻ്റർ ആവുകയാണ്. അപ്പൊ അവിടെ ഓൾറെഡി നെഗറ്റീവ് ചാർജ് അല്ലെ, നെഗറ്റീവ് ചാർജ് ഇങ്ങനെ ഇരിക്കുകയാണ്. പുറത്തുനിന്ന് വരുന്ന ഈ ഇലക്ട്രോൺ നെഗറ്റീവ് ചാർജ്. അപ്പൊ എന്താണ്? റിപ്പൽഷൻ സംഭവിക്കും. അപ്പൊ സൈസ് ഇൻക്രീസ് ചെയ്യും. അപ്പോ ആനയോണിന്റെ സൈസ് ഇൻക്രീസ് ആയിരിക്കും. അല്ലെങ്കിലും ആന വലുതല്ലേ? അപ്പൊ കാറ്റയോൺ ചെറുതും, കാറ്റയോൺ പേരന്റ് ആറ്റത്തേക്കാൾ ചെറുതും ആനയോൺ പേരന്റ് ആറ്റത്തേക്കാൾ വലുതുമായിരിക്കും. ഇപ്പോ ഇത് നമ്മുടെ പേരന്റ് ആറ്റം ആണെങ്കിൽ നമ്മുടെ കാറ്റയോൺ എന്ന് പറയുന്നത് പേരന്റ് ആറ്റത്തേക്കാൾ ചെറുതും ആനയോൺ എന്ന് പറയുന്നത് പേരന്റ് ആറ്റത്തേക്കാൾ വലുതുമാണ്. ഇതാണ് ആ ഒരു ഡിഫറൻസ്. മനസ്സിലായോ? ക്ലിയർ ആയോ? ഓക്കെ, ഇനി അത് വായിച്ചു നോക്കിക്കേ. അയോണിക് റേഡിയസ്. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ ഹാഫ് ഓഫ് ദ ഇന്റർന്യൂക്ലിയർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ കാറ്റയോൺസ് ആൻഡ് ആനയോൺസ്.
ഓക്കെ, കാറ്റയോൺസ് ആൻഡ് ആനയോൺസ് ഓഫ് ആൻ അയോണിക് ക്രിസ്റ്റൽ. ഒരു അയോണിക് ക്രിസ്റ്റൽസിന്റെ ഇന്റർന്യൂക്ലിയർ ഡിസ്റ്റൻസ് എടുത്തിട്ട് അതിന്റെ ഹാഫ് ആണ് എന്ത്? അയോണിക് റേഡിയസ്. ദ വേരിയേഷൻ ഓഫ് അയോണിക് റേഡിയസ് എന്ന് പറയുന്നത് സെയിം ആസ് അറ്റോമിക് റേഡിയസ്. ഒരു ഗ്രൂപ്പിലും പീരീഡിലും അറ്റോമിക് റേഡിയസിന്റെ വേരിയേഷൻ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് എന്ത്? അയോണിക് റേഡിയസിന്റെ വേരിയേഷനും. ജനറലി എ കാറ്റയോൺ ഈസ് സ്മോളർ ദാൻ ഇറ്റ്സ് പേരന്റ് ആറ്റം. പേരന്റ് ആറ്റത്തേക്കാൾ ചെറുതായിരിക്കും എന്ത്? കാറ്റയോൺ. നമ്മൾ പറഞ്ഞു എങ്ങനെയാണെന്ന് നിങ്ങളിപ്പോ കണ്ടതാണ്. ആനയോൺ എന്ന് പറയുന്നത് പേരന്റ് ആറ്റത്തേക്കാൾ വലുതായിരിക്കും. എക്സാമ്പിൾ Na+ ഈസ് സ്മോളർ ദാൻ സോഡിയം ആറ്റം. സോഡിയം പ്ലസ് എന്ന് പറയുന്നത് സോഡിയം ആറ്റത്തേക്കാൾ ചെറുതാണ്. കാരണം കാറ്റയോൺ സോഡിയം 281 ആയിരുന്നു, സോഡിയം പ്ലസ് ആയപ്പോൾ 28 ആണ്, അപ്പൊ ചെറുതാണ്. ദിസ് ഇസ് ബിക്കോസ് കാറ്റയോൺ ഹാസ് fewer electrons but its nuclear charge remain the same. And anion എപ്പോഴും എന്തായിരിക്കും? ലാർജർ ആയിരിക്കും. This is because the addition of one more electron would result in the increase of the electronic repulsion and decrease in effective nuclear charge. അതായത് 2.7 എന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു, അതിലേക്ക് വീണ്ടും ഒരു ഇലക്ട്രോൺ ആഡ് ആയപ്പോൾ ഓൾറെഡി അവിടെ ഇലക്ട്രോൺ നെഗറ്റീവ് ചാർജ് ആണ്, പിന്നെ പുറത്തുനിന്ന് ഒരു ഇലക്ട്രോൺ വീണ്ടും നെഗറ്റീവ് ചാർജ്, അപ്പൊ റിപ്പൽഷൻ സംഭവിക്കും. റിപ്പൽഷൻ ആകുമ്പോൾ എന്ത് ചെയ്യും? സൈസ് വീണ്ടും ഇൻക്രീസ് ആവും. അപ്പൊ പേരന്റ് ആറ്റത്തേക്കാൾ ആനയോണിന്റെ സൈസ് ഇൻക്രീസ് ആവും, കാറ്റയോണിന്റെ സൈസ് ഡിക്രീസ് ആവും. ഓക്കെ, ക്ലിയർ ആയോ? മനസ്സിലായോ? ഓക്കെ ആണേ? അങ്ങനെയാണെങ്കിൽ അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ്. ടീച്ചർ കുറച്ച് എക്സാമ്പിൾ ഇങ്ങോട്ട് എഴുതാം, അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്ലിയർ ആവും. ഓക്കെ, കുറച്ച് എലമെന്റ്സ് ടീച്ചർ എഴുതുകയാണേ. ഓക്കെ, ടീച്ചർ കുറച്ച് എലമെന്റുകൾ ഇവിടെ എഴുതി. എന്താണ് ഈ ഓരോ സ്പീഷീസുകളുടെയും പ്രത്യേകത? ഇവർക്കൊരു പ്രത്യേകതയുണ്ട്. നോക്കിക്കേ മക്കളെ, ഇവർക്ക് ഓക്സിജന്റെ നമ്പർ നമുക്കറിയാം. എല്ലാത്തിന്റെ നമ്പർ ആദ്യം എഴുതാം. 8, 10, ഇത് 11 ആയിരുന്നു അറ്റോമിക് നമ്പർ, ഇവിടെ 9, 12, 13. ഇനി നോക്കിക്കേ, O2- എന്ന് പറയുമ്പോൾ 2 ഇലക്ട്രോണുകൾ ഓക്സിജൻ മേടിച്ചു. അപ്പൊ എത്ര ഇലക്ട്രോണുകളുടെ എണ്ണം? 10. നിയോൺ എന്ത് തന്നെയാണ്? 10 തന്നെ. സോഡിയം പ്ലസ്, അതായത് ഒരു ഇലക്ട്രോൺ പോയി, അപ്പൊ എത്രയായി? 10. F- അതായത് 2 ഇലക്ട്രോൺസ്, ഒരു ഇലക്ട്രോൺ മേടിച്ചു, അപ്പൊ വീണ്ടും 10. Mg2+, അതായത് 2 ഇലക്ട്രോണുകൾ പോയി, അപ്പൊ എന്തായി? 10. അലൂമിനിയം 3+, അതായത് 3 ഇലക്ട്രോണുകൾ പോയി, അപ്പൊ എത്രയായി? വീണ്ടും 10. അപ്പൊ ഇവിടെയുള്ള നമ്പർ ഓഫ് ഇലക്ട്രോൺസിന്റെ എണ്ണം ഈ സ്പീഷീസുകൾക്കെല്ലാം എന്താണ്? സെയിം ആണ്. ഇങ്ങനെയുള്ള സ്പീഷീസുകളെയാണ് നമ്മൾ ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് എന്ന് വിളിക്കുന്നത്. നോക്കിക്കേ, ആറ്റംസ് ആൻഡ് അയോൺസ് ഹാവിംഗ് ദ സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആർ കോൾഡ് ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ്. ഒരേ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഉള്ളവരെയാണ് ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് എന്ന് വിളിക്കുന്നത്. ഏതൊക്കെയാണ്? O2-, F-, നിയോൺ, സോഡിയം പ്ലസ്, Mg2+. ഇവരിലെല്ലാം എന്തുണ്ട്? 10 ഇലക്ട്രോൺസ് ഉണ്ട്. ദ ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് നോക്കുകയാണെങ്കിൽ കാറ്റയോൺ വിത്ത് ഗ്രേറ്റർ പോസിറ്റീവ് ചാർജിനാണ് സ്മോളർ റേഡിയസ്. അല്ലെങ്കിൽ നമ്മൾ പഠിച്ചതാണ് കാറ്റയോൺസിന് എന്താണ്? റേഡിയസ് സൈസ് കുറവാണ്. അപ്പൊ കാറ്റയോൺസിൽ മോർ പോസിറ്റീവ് ചാർജ് ഉള്ളവർക്കാണ് സ്മോളർ റേഡിയസ് വരുന്നത്. ദിസ് ഈസ് ബിക്കോസ് ഓഫ് ദ ഗ്രേറ്റർ അട്രാക്ഷൻ ഓഫ് ഇലക്ട്രോൺസ് ടു ന്യൂക്ലിയസ്. ന്യൂക്ലിയസും ഇലക്ട്രോൺസും തമ്മിലുള്ള അട്രാക്ഷൻ കൂടുതലായതുകൊണ്ടാണ് ഈ ഒരു ഡിക്രീസ് വരുന്നത്. ദ ആനയോൺ വിത്ത് ഗ്രേറ്റർ നെഗറ്റീവ് ചാർജിനാണ് ലാർജർ റേഡിയസ്. ആനയോണിന് ഓൾറെഡി ലാർജർ റേഡിയസ് ആണ്. നല്ല ഗ്രേറ്റർ നെഗറ്റീവ് ചാർജ് ഉള്ളവർക്കാണ് ലാർജ് റേഡിയസ്. അപ്പൊ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഇവിടുന്ന് വരുന്നത് കുറച്ച് സീരീസ് ഇങ്ങനെ തരും, സ്പീഷീസുകൾ തരും. അവരിൽ ആർക്കാണ് അവരുടെ റേഡിയസിന്റെ അടിസ്ഥാനത്തിൽ ഒന്നെങ്കിൽ ഇൻക്രീസിംഗ് ഓർഡറിന്റെ അല്ലെങ്കിൽ ഡിക്രീസിംഗ് ഓർഡറിന്റെ അടിസ്ഥാനത്തിൽ അറേഞ്ച് ചെയ്യാൻ ചോദിക്കും. അപ്പൊ നിങ്ങൾ എങ്ങനെ എഴുതും? നിങ്ങൾക്കറിയാം കാറ്റയോണിന് സൈസ് കുറവാണ്. അപ്പൊ ആർക്കാണോ ഗ്രേറ്റർ പോസിറ്റീവ് ചാർജ് വരുന്നത് അവർക്കാണ് ഏറ്റവും സൈസ് കുറവ്. ആർക്കാണോ ഗ്രേറ്റർ നെഗറ്റീവ് ചാർജ് വരുന്നത് അവർക്കാണ് ഏറ്റവും സൈസ് കൂടുതൽ. മനസ്സിലായോ? ക്ലിയർ ആയോ? Here the repulsion between electrons and greater than the attraction of nucleus, so expand size. അപ്പൊ എന്താണ്? ആനയോൺസിലെ സൈസ് എക്സ്പാൻഡ് ചെയ്യും, കാറ്റയോൺസിന് ചെറുതായിരിക്കും. ഓർത്തു വെച്ചിരിക്കേണ്ടത് കാറ്റയോൺസിന് ഗ്രേറ്റർ പോസിറ്റീവ് ചാർജ് ഉള്ളവരായിരിക്കും സ്മോളർ റേഡിയസ്. അതേപോലെ ആനയോൺസിൽ എങ്ങനെയാണ്? ഗ്രേറ്റർ നെഗറ്റീവ് ചാർജ് വരുന്നതായിരിക്കും ലാർജർ റേഡിയസ്. ക്ലിയർ ആയോ? ഓക്കെ ആണോ? ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ്. ഓക്കെ 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 അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് അയോണൈസേഷൻ എൻതാൽപ്പിയാണ്. അപ്പൊ അയോണൈസേഷൻ എൻതാൽപ്പി നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. എന്തായിരുന്നു അയോണൈസേഷൻ എൻതാൽപ്പി? എന്താണ്? ഒരു ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഗേഷ്യസ് സ്റ്റേറ്റിൽ ഇരിക്കുന്ന ഒരു ആറ്റത്തിന്റെ വാലൻസ് ഷെല്ലിൽ നിന്നും ഇലക്ട്രോൺസിനെ റിമൂവ് ആകാൻ എത്ര എനർജി നമുക്ക് കൊടുക്കണമോ ആ എനർജിയാണ് എന്ത് വിളിക്കുന്നത്? അയോണൈസേഷൻ എൻതാൽപ്പി എന്ന് വിളിക്കുന്നത് അല്ലേ? ആണ്. അപ്പൊ എങ്ങനെയൊക്കെയാണ് ഈ അയോണൈസേഷൻ എൻതാൽപ്പി ഗ്രൂപ്പിലും പീരീഡിലും ബിഹേവ് ആകുന്നതെന്ന് നോക്കാം. അപ്പൊ ഇതിന്റെ ഡെഫിനിഷൻ ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക.
ഓക്കെ, അപ്പോൾ ഇതിന്റെ ഡെഫിനിഷൻ, ionization energy is the amount of energy, it is the amount of energy required to remove most loosely bounded electron from എന്താണ് gaseous isolated atom. ഓക്കെ, ഇതാണ് അതിന്റെ ഡെഫിനിഷൻ അതേപോലെ നിങ്ങൾ എഴുതുക. ഓക്കെ, ഇത് എപ്പോഴും എന്തായിരിക്കും, അയോണൈസേഷൻ എനർജി എപ്പോഴും നമ്മൾ എനർജി അങ്ങോട്ട് കൊടുക്കുകയല്ലേ, എത്ര എമൗണ്ട് ഓഫ് എനർജി വേണം, ഈസ് ഓൾവേസ് എന്തായിരിക്കും, പോസിറ്റീവ് ആണ്. ഇനി ഏതാണ് യൂണിറ്റ്, കിലോ ജൂൾ പെർ മോൾ. അപ്പൊ ഇത്രയും കാര്യങ്ങളൊന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഓക്കെ, ഞാൻ നോക്കിക്കേ, നിങ്ങൾ ഏറ്റവും കൂടുതൽ അയോണൈസേഷൻ എനർജി ആർക്കായിരിക്കും വേണ്ടുന്നത്, നമ്മുടെ നോബിൾ ഗ്യാസിനല്ലേ. നോബിൾ ഗ്യാസിന്റെ പ്രത്യേകത എന്താണ്, അവർ സ്റ്റെബിലിറ്റി ഒക്കെ അറ്റൈൻ ചെയ്തിരിക്കുകയാണ്. അപ്പൊ അവരുടെ എന്താണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്കറിയാം, എന്താണ് കംപ്ലീറ്റ്ലി ഒക്ടേറ്റ് ഫിൽ ആയിട്ടിരിക്കുക. അപ്പൊ അവിടെ നിന്നൊരു ഇലക്ട്രോണിനെ നമ്മൾ റിമൂവ് ആക്കണമെങ്കിൽ അത്രയും എനർജി നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടേ വേണം, അത്രയും എനർജി നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ എനർജി കൊടുക്കേണ്ടത് അത്രയും കൂടുതലാണ്. അപ്പൊ മാക്സിമം അയോണൈസേഷൻ എനർജി ആർക്കാണ്, മാക്സിമം അയോണൈസേഷൻ എനർജി വരുന്നത് നോബിൾ ഗ്യാസിനാണ്. ഇനി മിനിമം അയോണൈസേഷൻ എനർജി ആർക്ക് വരും, നമ്മുടെ ആൽക്കലി മെറ്റൽസിനാണ്. അതായത് നമ്മുടെ ഫസ്റ്റ് ഗ്രൂപ്പില്ലേ, അവിടെ എന്താണ്, ഇപ്പൊ സോഡിയം ഒക്കെ എടുക്കാതെ 2, 8, 1, അവിടെ നിന്ന് ഒരു ഇലക്ട്രോൺ പോയാൽ അവർക്ക് ഒക്ടേറ്റ് കംപ്ലീറ്റ്, അവർക്ക് സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യാം. അപ്പൊ അവർക്ക് അത്രയും എനർജി വേണോ, വേണ്ട. മനസ്സിലായോ? അപ്പൊ മാക്സിമം അയോണൈസേഷൻ എനർജി നമ്മുടെ നോബിൾ ഗ്യാസിലും മിനിമം ആർക്കാണ്, ആൽക്കലി മെറ്റൽസിനുമാണ്. ഇനി നമുക്ക് വേണ്ടത് ഇതിന്റെ വേരിയേഷൻ അറിയണം, എങ്ങനെയാണ് പീരീഡിലും ഗ്രൂപ്പിലും അയോണൈസേഷൻ എനർജി വേരി ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ എലോങ് ദ ഗ്രൂപ്പ് നോക്കാം. ഓക്കെ, അപ്പം എലോങ് ദ പീരീഡിൽ എങ്ങനെയാണ് അയോണൈസേഷൻ എനർജി വേരി ചെയ്യുന്നത് നോക്കാം. എലോങ് ദ പീരീഡ് അറ്റോമിക് സൈസ് എങ്ങനെയായിരിക്കും, എലോങ് ദ പീരീഡ് അറ്റോമിക് സൈസ് ഇൻക്രീസ് ചെയ്യില്ലേ, അറ്റോമിക് സൈസ് ഡിക്രീസ് ആണേ, അറ്റോമിക് സൈസ് ഡിക്രീസ് ആവും. എലോങ് ദ പീരീഡ് അറ്റോമിക് സൈസ് ഡിക്രീസ് ആവും. അപ്പൊ എന്ത് പറ്റും, എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്യും. അപ്പൊ എന്താണ്, എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കൂടുമ്പോൾ അട്രാക്ഷൻ കൂടുകയല്ലേ, അട്രാക്ഷൻ ഇൻക്രീസ് ചെയ്യും. അട്രാക്ഷൻ ഇൻക്രീസ് ചെയ്യുമ്പോൾ അവിടെ നിന്ന് ഇലക്ട്രോൺസിനെ എടുത്തോണ്ട് പോകാൻ അത്രയും എനർജി കൊടുക്കണ്ടേ. അപ്പൊ അയോണൈസേഷൻ എനർജി എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. ദസ് അയോണൈസേഷൻ എനർജി എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. അപ്പൊ എലോങ് ദ പീരീഡ് അറ്റോമിക് സൈസ് ഡിക്രീസ് ചെയ്യുന്നു, നമുക്കറിയാം എങ്ങോട്ട് പോകുമ്പോൾ അറ്റോമിക് സൈസ് ഡിക്രീസ് ചെയ്യുന്നു, അപ്പൊ അയോണൈസേഷൻ എനർജി ഇൻക്രീസ് ചെയ്യുന്നു. ഇനി എലോങ് ദ ഗ്രൂപ്പോ, എലോങ് ദ ഗ്രൂപ്പ് എന്താ സംഭവിക്കുന്നത്, അറ്റോമിക് സൈസ് എലോങ് ദ ഗ്രൂപ്പ് അറ്റോമിക് സൈസ് ഇൻക്രീസ് ചെയ്യും. നമുക്കറിയാം ഗ്രൂപ്പിൽ താഴേക്ക് വരുമ്പോൾ അറ്റോമിക് സൈസ് ഇൻക്രീസ് ആവുകയാണ്. ന്യൂക്ലിയർ ചാർജ് എന്ത് പറ്റും, ന്യൂക്ലിയർ ചാർജ് ഡിക്രീസ്. കാരണം എന്താണ്, ഷീൽഡിംഗ് എഫക്ട് അല്ലേ, ന്യൂക്ലിയർ ചാർജ് ഡിക്രീസസ്. ഷീൽഡിംഗ് എഫക്ട് എന്ത് ചെയ്യും, ഷീൽഡിംഗ് എഫക്ട് അവിടെ കൂടുതലാണ്, ഷീൽഡിംഗ് എഫക്ട് ഇൻക്രീസസ്. അപ്പോ ലെസ് അയോണൈസേഷൻ എനർജി എന്ത് മതി, കുറച്ച് മതി. അപ്പോ ഗ്രൂപ്പിൽ താഴേക്ക് വരുമ്പോൾ അറ്റോമിക് സൈസ് ഇൻക്രീസ് ചെയ്യുന്നു, അയോണൈസേഷൻ എൻതാൽപ്പി ഡിക്രീസ് ചെയ്യുന്നു. പീരീഡിൽ ലെഫ്റ്റ് ടു റൈറ്റ് പോകുമ്പോൾ എന്താണ്, അറ്റോമിക് സൈസ് ഡിക്രീസ് ചെയ്യുന്നു, അയോണൈസേഷൻ എനർജി ഇൻക്രീസ് ചെയ്യുന്നു. ഗ്രൂപ്പിൽ ടോപ്പ് ടു ബോട്ടം വരുമ്പോൾ എന്താണ്, അറ്റോമിക് സൈസ് ഇൻക്രീസ് ചെയ്യും, അയോണൈസേഷൻ എനർജി ഡിക്രീസ് ചെയ്യും. ക്ലിയർ ആയോ, വേരിയേഷൻ മനസ്സിലായോ? ഇത്രയേ ഉള്ളൂ അയോണൈസേഷൻ എനർജിയിൽ നിങ്ങൾക്ക് പഠിക്കാൻ. അടുത്ത നമുക്ക് പഠിക്കാനുള്ള ഫിസിക്കൽ പ്രോപ്പർട്ടിയാണ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. എന്താണ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി? നമുക്കറിയാം അയോണൈസേഷൻ എനർജി എന്ന് പറഞ്ഞാൽ ഒരു ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാൻ നമ്മൾ കൊടുക്കേണ്ട എനർജിയാണ്. ഇതെന്ന് പറഞ്ഞാൽ ഐസൊലേറ്റഡ് ആയിട്ടിരിക്കുന്ന ഒരു ആറ്റത്തിലേക്ക് ഇലക്ട്രോണിനെ ആഡ് ചെയ്യുമ്പോൾ അവിടെ ഒരു എൻതാൽപ്പി ചേഞ്ച് നടക്കും. ആ എൻതാൽപ്പി ചേഞ്ചിനെയാണ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്ന് വിളിക്കുന്നത്. നോക്കിക്കേ, ഇറ്റ് ഈസ് ദ ഹീറ്റ് ചേഞ്ച് വെൻ ആൻ ഇലക്ട്രോൺ ഈസ് ആഡഡ് ടു ദ ഔട്ടർ മോസ്റ്റ് ഷെൽ ഓഫ് ആൻ ഐസൊലേറ്റഡ് ഗേഷ്യസ് ആറ്റം. ഒരു ഐസൊലേറ്റഡ് ഗേഷ്യസ് ആറ്റത്തിലേക്ക് ഇലക്ട്രോണിനെ ആഡ് ആകുമ്പോൾ അവിടെ ഉണ്ടാകുന്ന എൻതാൽപ്പി ചേഞ്ചിനെയാണ് നമ്മൾ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്ന് വിളിക്കുന്നത്. അതിനെ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? എക്സ് പ്ലസ് ഇലക്ട്രോൺ ഗീവ്സ് എക്സ് മൈനസ് ആവും അല്ലെ. അപ്പൊ അവിടെ റിലീസ് ആവുന്ന എനർജി, അതിന്റെ യൂണിറ്റ് എന്താണ്, കിലോ ജൂൾ പെർ
മോളാണ്. അത് പോസിറ്റീവോ നെഗറ്റീവോ ആകും. കാരണം എലമെന്റ് നേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഇത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നുള്ളത്. ഫോർ മോസ്റ്റ് ഓഫ് ദ എലമെന്റ്സ് എനർജി എന്താണ് ഇങ്ങനെ സംഭവിക്കുമ്പോൾ എനർജി റിലീസ് ആവുകയാണ്. അപ്പൊ ഫോർ മോസ്റ്റ് ഓഫ് ദ എലമെന്റ് എന്താണ് നെഗറ്റീവ് ആണ് വരുന്നത്. സോ ഡെൽറ്റ ജി ഈസ് നെഗറ്റീവ് ആണ്. നോബിൾ ഗ്യാസിനാണ് ലാർജർ ആയിട്ടുള്ള പോസിറ്റീവ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി വരുന്നത്. കാരണം അവരുടെ സ്റ്റേബിൾ അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ഫിൽഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കാരണം അവർക്ക് പോസിറ്റീവ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിയാണ് വരുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മാത്രം നിങ്ങൾ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിയിൽ ഓർത്ത് വയ്ക്കുക. പിന്നെ അതിന്റെ ട്രെൻഡുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ എലോങ് ദ പീരീഡ് നമുക്ക് ആദ്യം പഠിക്കണം. എലോങ് ദ പീരീഡ് എങ്ങനെയാണ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി വേരി ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എലോങ് ദ പീരീഡ് നമ്മുടെ അറ്റോമിക് സൈസ് എങ്ങനെയാ വേരി ചെയ്യുന്നത്? എലോങ് ദ പീരീഡ് അറ്റോമിക് സൈസ് ഡിക്രീസസ്. എലോങ് ദ പീരീഡ് അറ്റോമിക് സൈസ് ഡിക്രീസ് ചെയ്യും. അപ്പൊ ന്യൂക്ലിയർ ചാർജ് എന്ത് ചെയ്യും? ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്യും. സൈസ് ഡിക്രീസ് ചെയ്യും, ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്യും. ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഇലക്ട്രോണിനെ അട്രാക്ട് ചെയ്യും അല്ലേ? അപ്പോൾ ന്യൂക്ലിയസ് അട്രാക്ട്സ് ഇലക്ട്രോൺ. ന്യൂക്ലിയസ് ഇലക്ട്രോണുകളെ അട്രാക്ട് ചെയ്യും. അപ്പൊ ഈസി ആയിട്ട് നമുക്ക് ആഡ് ചെയ്തൂടെ? ഈസി ആയിട്ട് ആഡ് ചെയ്തെടുക്കാം. സോ ഈസി അഡിഷൻ ആണ്. ഈസി ആയിട്ട് അഡിഷൻ നടക്കുന്നു. അപ്പോ മോർ നെഗറ്റീവ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ആണ്. മോർ നെഗറ്റീവ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. ഓക്കെ, അപ്പൊ എങ്ങനെയാണ്? പീരീഡില് മോർ നെഗറ്റീവ് ഇലക്ട്രോൺ ഗെയിൻ, അറ്റോമിക് സൈസ് ഡിക്രീസ് ചെയ്യുന്നു, മോർ നെഗറ്റീവ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ആണ്. ഇനി എലോങ് ദ ഗ്രൂപ്പ് എങ്ങനെയാണ്? എലോങ് ദ ഗ്രൂപ്പ്. എലോങ് ദ ഗ്രൂപ്പ്. ഗ്രൂപ്പിൽ എങ്ങനെ ബിഹേവ് ചെയ്യും? ഗ്രൂപ്പില് അറ്റോമിക് സൈസ് ഇൻക്രീസ് ചെയ്യും. എലോങ് ദ ഗ്രൂപ്പ് അറ്റോമിക് സൈസ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ന്യൂക്ലിയർ ചാർജ് ഡിക്രീസ് ചെയ്യും. ന്യൂക്ലിയർ ചാർജ് ഡിക്രീസ് ചെയ്യും. അറ്റോമിക് സൈസ് ഇൻക്രീസ് ചെയ്യുന്നു, ന്യൂക്ലിയർ ചാർജ് ഡിക്രീസ് ചെയ്യുന്നു. അപ്പൊ എന്ത് ചെയ്യും? എന്താണ്? ഇലക്ട്രോൺസിനെ അട്രാക്ട് ചെയ്യാനുള്ള പവർ കുറയും. ഇലക്ട്രോൺസിന്റെ അട്രാക്ഷൻ ഡിഫിക്കൽട്ട് ടു അട്രാക്ട് ഇലക്ട്രോൺ ആവും. ഡിഫിക്കൽട്ട് ടു അട്രാക്ട് ഇലക്ട്രോൺസ്. അപ്പൊ എന്ത് കാണിക്കും? ഷോ ലെസ് നെഗറ്റീവ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. ലെസ് നെഗറ്റീവ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ആണ് എലോങ് ദ ഗ്രൂപ്പ്. അറ്റോമിക് സൈസ് കൂടുമ്പോൾ ലെസ് നെഗറ്റീവ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ആണ്. ഓക്കെ, മനസ്സിലായോ? ഇങ്ങനെയാണ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിയുടെ വേരിയേഷൻ. ഇവിടെ നിന്നൊക്കെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരുന്ന എല്ലാ വർഷങ്ങളിലും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ അയണൈസേഷൻ എൻതാൽപ്പിയിലും ഉണ്ട്, ഇവിടെയും ഉണ്ട് കേട്ടോ. അത് നമുക്ക് ലാസ്റ്റ് ഒന്നിച്ച് ചെയ്യാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ഫിസിക്കൽ പ്രോപ്പർട്ടിയിലേക്ക് പോയാലോ? ഇലക്ട്രോ നെഗറ്റിവിറ്റി. എന്താണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് പറയുന്നത്? അപ്പൊ നോക്കിക്കേ, ഇവിടെ ഒരു ആറ്റം ബോണ്ടഡ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ ഈ ഇലക്ട്രോണുകളെ, ബോണ്ടിങ്ങിൽ ഏർപ്പെട്ടിരിക്കുന്ന ഈ ഇലക്ട്രോണിലെ അട്രാക്ട് ചെയ്യാനുള്ള ഒരു എബിലിറ്റി, അതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് പറയുന്നത്. നോക്കിക്കേ, ഇലക്ട്രോ നെഗറ്റിവിറ്റി ഓഫ് ആൻ ആറ്റം ഇൻ എ കോമ്പൗണ്ട് ഈസ് ദ എബിലിറ്റി ഓഫ് ആൻ ആറ്റം ടു അട്രാക്ട് ഷെയർഡ് പെയർ ഓഫ് ഇലക്ട്രോൺസ്. ഷെയർഡ് പെയർ ഓഫ് ഇലക്ട്രോൺസിനെ അട്രാക്ട് ചെയ്യാനുള്ള ആറ്റത്തിന്റെ ആ എബിലിറ്റിയാണ് എന്ത് വിളിക്കുന്നത്? ഇലക്ട്രോ നെഗറ്റിവിറ്റി. അതൊരു മെഷറബിൾ ക്വാണ്ടിറ്റി അല്ല, അതുകൊണ്ട് തന്നെ അതിന് യൂണിറ്റ് ഇല്ല. അതിനെ മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ സ്കെയിലുകൾ ഉപയോഗിക്കും. വേരിയസ് ഇലക്ട്രോ നെഗറ്റിവിറ്റി സ്കെയിലുകൾ ഉപയോഗിക്കും. അതിൽ മോസ്റ്റ് കോമൺലി യൂസ്ഡ് സ്കെയിൽ ആണ് പോളിംഗ് സ്കെയിൽ. അത് ഡെവലപ്പ് ചെയ്തത് ലിനസ് പോളിംഗ് ആണ്. അദ്ദേഹം ഡെവലപ്പ് ചെയ്ത പോളിംഗ് സ്കെയിൽ ആണ് നമ്മൾ ആറ്റത്തിന്റെ ഇലക്ട്രോ നെഗറ്റിവിറ്റി അളക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്കിത് എങ്ങനെയാണ് പീരീഡിലും ഗ്രൂപ്പിലും നോക്കണ്ടേ? ഇലക്ട്രോ നെഗറ്റിവിറ്റി ഇൻ പീരീഡ്. അപ്പൊ പീരീഡില് അറ്റോമിക് സൈസിന് എന്ത് സംഭവിക്കുന്നു? പീരീഡില് അറ്റോമിക് സൈസ് ഡിക്രീസ് ചെയ്യും. അപ്പൊ എന്താണ്? ഒരു ഇലക്ട്രോൺ ഇങ്ങനെ ആഡ് ആവുമ്പം എന്താണ്? ഈസി ആയിട്ട് അട്രാക്ട് ചെയ്യും. ഈസി അട്രാക്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഇലക്ട്രോ നെഗറ്റിവിറ്റി ഇൻക്രീസ് ചെയ്യുകയാണ്. ഇവിടെ നോക്കിക്കേ, ഇനി ഗ്രൂപ്പിൽ എങ്ങനെയാണ്? ഇലക്ട്രോ നെഗറ്റിവിറ്റി ഇൻ ഗ്രൂപ്പ്സ്. ഗ്രൂപ്പില് അറ്റോമിക് സൈസിന്റെ സ്വഭാവം എന്താണ്? ഗ്രൂപ്പിൽ വരുമ്പോ അറ്റോമിക് സൈസ് താഴേക്ക് വരുമ്പോ എന്താണ്? ഇൻക്രീസ് ആവും. അറ്റോമിക് സൈസ് ഇൻക്രീസ് ആകുമ്പം ഈ ന്യൂക്ലിയസിനുള്ള അട്രാക്ഷൻ എന്ത് പറ്റും? അട്രാക്ഷൻ ഡിക്രീസ് ആവും. അട്രാക്ഷൻ ഡിക്രീസ് ആവുമ്പം ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. അങ്ങനെ ഇലക്ട്രോ നെഗറ്റിവിറ്റി ഡിക്രീസ് ആവും. ഓക്കെ, മനസ്സിലായോ? അപ്പൊ ഇത്രയും ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അതിന്റെ പീരീഡിലും ഗ്രൂപ്പിലുമുള്ള വേരിയേഷൻസ് ആണ് മെയിൻലി നിങ്ങൾക്ക് ചോദിക്കുന്നത്. ഇതിൽ ഇലക്ട്രോ നെഗറ്റിവിറ്റി വന്നപ്പോൾ ഒരു ക്വസ്റ്റ്യൻ സ്ഥിരമായിട്ട് ചോദിക്കുന്നതുണ്ടായിരുന്നു. അത് ജസ്റ്റ് ടീച്ചർ ഒന്ന് പറഞ്ഞുതരാം. നിങ്ങൾക്ക് അടുത്ത നമുക്ക് കെമിക്കൽ പ്രോപ്പർട്ടീസ് ചെയ്യാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്കാണ്. അത് നമുക്ക് പെട്ടെന്ന് തന്നെ പഠിക്കാവുന്നേ ഉള്ളൂ. ഓക്കെ, നമ്മൾ അയോണൈസേഷൻ എൻതാൽപ്പി പഠിച്ചപ്പോൾ
ഓക്കെ, നമ്മൾ അലോങ് ദ ഗ്രൂപ്പും പീരീഡും ഒക്കെ പറഞ്ഞു. ഏതൊക്കെ ഫാക്ടേഴ്സ് ആണെന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിലും അതൊന്ന് പറഞ്ഞു തരാം. ഫസ്റ്റ് ഫാക്ടർ അറ്റോമിക് സൈസ്. അറ്റോമിക് സൈസ് കൂടുമ്പോൾ എങ്ങനെയാണ്? അയോണൈസേഷൻ എൻതാൽപ്പി കുറയും. ഗ്രേറ്റർ ദ അറ്റോമിക് സൈസ് സ്മോളർ വിൽ ബി ദ അയോണൈസേഷൻ എൻതാൽപ്പി. അടുത്ത ന്യൂക്ലിയർ ചാർജ്. വാല്യൂ ഓഫ് അയോണൈസേഷൻ എനർജി ഇൻക്രീസ് വിത്ത് ന്യൂക്ലിയർ ചാർജ്. എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കൂടുമ്പോൾ അയോണൈസേഷൻ എനർജിയുടെ വാല്യൂ കൂടും. അതായത് അറ്റോമിക് സൈസ് കൂടുമ്പോൾ അയോണൈസേഷൻ എനർജി കുറയും. ന്യൂക്ലിയർ ചാർജ് കൂടുമ്പോൾ അയോണൈസേഷൻ എനർജി കൂടും. ഇനി ഷീൽഡിംഗ് എഫക്റ്റ് കൂടുമ്പോൾ എന്താണ്? ഇലക്ട്രോൺസ് can easily removed. So shielding effect കൂടുമ്പോഴും എന്ത് കൂടും? അയോണൈസേഷൻ എനർജി കൂടും. സോറി, അയോണൈസേഷൻ എൻതാൽപ്പി കുറയും കേട്ടോ. അയോണൈസേഷൻ എൻതാൽപ്പി ഡിക്രീസ് ചെയ്യും. കാരണം ഷീൽഡ് ചെയ്ത് വെച്ചിരിക്കുകയല്ലേ. കാരണം ഇപ്പൊ ഒരു ന്യൂക്ലിയസ് ഇവിടെ നിൽക്കുന്നു, അതിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലുള്ള ഇലക്ട്രോൺസ് ആണ്. അപ്പൊ ഇത്രയും ഷീൽഡിങ് കഴിഞ്ഞിട്ട് ഔട്ടർ മോസ്റ്റിൽ ഇരിക്കുക. അപ്പം ഈസി ആയിട്ട് പോയി കൂടി അത്ര എമൗണ്ട് എനർജി കൊടുക്കേണ്ട ആവശ്യം വരുന്നുണ്ടോ? ഇല്ല. എമൗണ്ട് ഓഫ് എനർജി ഒന്നും കൊടുക്കാതെ തന്നെ ഇലക്ട്രോൺസിനെ ഈസി ആയിട്ട് റിമൂവ് ചെയ്യാൻ പറ്റും. അപ്പൊ അവിടെ എന്താണ്? അയോണൈസേഷൻ എനർജി കുറയും. അത്രയും അയോണൈസേഷൻ എനർജിയുടെ ആവശ്യമില്ല. കാരണം ഷീൽഡിംഗ് എഫക്ട് നന്ന പോലെ ഉണ്ട്. ബാക്കി എല്ലാത്തിനെയും ഷീൽഡ് ചെയ്ത് മറച്ചു വെച്ചിരിക്കുകയാണ് ന്യൂക്ലിയസിൽ നിന്നും ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോണുകളെ. അപ്പൊ എന്താണ്? അയോണൈസേഷൻ എനർജി കുറയും. അടുത്ത പ്രസൻസ് ഓഫ് ഹാഫ് ഫിൽഡ് അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ഫിൽഡ്. ഹാഫ് ഫിൽഡോ കംപ്ലീറ്റ്ലോ ഫിൽഡോ ആണെങ്കിൽ എന്താണ്? ഹാഫ് ഫിൽഡോ കംപ്ലീറ്റ്ലി ഫിൽഡോ ആണെങ്കിൽ അവരുടെ സ്റ്റേബിൾ ആയിട്ടിരിക്കുകയാണ്. അവിടെ നിന്നും ഒരു ഇലക്ട്രോണിനെ എടുത്തുകൊണ്ട് പോകണമെങ്കിൽ അത്രയും എനർജി അങ്ങോട്ട് പ്രൊവൈഡ് ചെയ്യണം. അപ്പൊ അയോണൈസേഷൻ എനർജി മാക്സിമം ആയിരിക്കും. ഇനി ഇവിടുന്ന് സ്ഥിരം ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ചോദ്യം എന്ന് പറയുന്നത്, ഓക്കെ നോക്കിക്കേ, നോർമലി ഇപ്പൊ നമ്മൾ എഴുതുമ്പം ലിഥിയം, ബെറിലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ ഇങ്ങനെ എഴുതാണ്. ഓക്കെ, ഇതിൽ ഇങ്ങനെ ഇപ്പം അയോണൈസേഷൻ എനർജി ഇങ്ങനെ കൂടി വരണം. പീരീഡിൽ നമ്മൾ പറഞ്ഞു അറ്റോമിക് സൈസ് കുറയുന്നു, അപ്പൊ അയോണൈസേഷൻ എനർജി കൂടി വരേണ്ടതാണ്. പക്ഷെ ഇവിടെ ഒരു വേരിയേഷൻ, ഇവിടെ 30ഉം ഇവിടെ 20ഉം വെച്ച് കണ്ടു. എന്താണ് ഈ വേരിയേഷനുള്ള കാരണം? ഇതൊരു സ്ഥിരം ചോദിക്കുന്ന ചോദ്യമാണ്. മക്കളെ, ബെർലിയത്തിന്റെ കോൺഫിഗറേഷൻ എന്താണ്? 4 അല്ലേ? അപ്പൊ 1s2 2s2 ആണ്. ബോറോണോ 1s2 2s2 2p1 5 അല്ലേ? അപ്പൊ നോക്കിക്കേ, ഇവിടെ നിന്ന് ഇലക്ട്രോൺസിനെ കൊടുക്കാൻ എത്ര വേണം? നല്ല എനർജി വേണേ. കാരണം എസ്സിൽ കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിട്ടിരിക്കുക. അതുപോലെ തന്നെ പെനിട്രേറ്റിംഗ് എഫക്റ്റ് ഉണ്ട്. എസ്സിനാണ് SpDF നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ എസ്സിനാണ് പെനിട്രേറ്റിംഗ് എഫക്റ്റ് കൂടുതൽ. പെനിട്രേറ്റിംഗ് എഫക്റ്റ് കൂടുതലാണെങ്കിൽ കൂടുതൽ എന്താണ്? അത്രയും അയോണൈസേഷൻ എനർജിയും കൂടുതലാണ്. സോ ഇവിടെ അയോണൈസേഷൻ എനർജി ഇവിടത്തേക്കാൾ കൂടുതലായിരിക്കും. അല്ലെങ്കിൽ തന്നെ പിയിൽ ഒരു ഇലക്ട്രോൺ പോയാൽ അതിനും സ്റ്റേബിൾ ആകാം. അപ്പൊ അവിടെ അത്രയും എനർജി കൊടുക്കണോ? വേണ്ട. അപ്പൊ ഇവിടത്തെക്കാട്ടിയും ബോറോണിനെ കമ്പയർ ചെയ്യുമ്പോൾ ബെർലിയത്തിനാണ് മോർ അയോണൈസേഷൻ എനർജി വരുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു വേരിയേഷൻ. ഇത് ടീച്ചർ എക്സാമ്പിൾ ആയിട്ട് ചുമ്മാ എഴുതിയതാണ്. എന്താണ് കാര്യം? ഒന്ന് പെനിട്രേറ്റിംഗ് എഫക്റ്റും, 2 ഹാഫ് ഫിൽഡ് ഓർ കംപ്ലീറ്റ്ലി ഫിൽഡ് ആവുമ്പോൾ അയോണൈസേഷൻ എനർജി കൂടും. പെനിട്രേറ്റിംഗ് എഫക്റ്റിന് കൂടുകയാണെങ്കിലും അയോണൈസേഷൻ എനർജി കൂടും. ഹാഫ് ഫിൽഡോ കംപ്ലീറ്റ്ലി ഫിൽഡോ വന്നാലും അയോണൈസേഷൻ എനർജി കൂടും. അതുപോലെ തന്നെയാണ് എന്ത്? ഓക്സിജന്റെയും നൈട്രജന്റെയും കേസിലും അത് വരുന്നുണ്ട്. ഇപ്പൊ നൈട്രജൻ, ഓക്സിജൻ. നൈട്രജൻ എത്രയാണ്? 1s2 2s2 2p3. അടുത്ത ഓക്സിജനോ 1s2 2s2 2p4 വരും. ഇവിടെ നോക്കിക്കേ, ഇത് ഹാഫ് ഫീൽഡ് അല്ലേ? ഹാഫ് ഫീൽഡ് ആണ്. അപ്പൊ അവിടെ നല്ല എനർജി കൊടുക്കേണ്ടി വരും. മനസ്സിലായോ? അപ്പൊ ഇവിടെ അയോണൈസേഷൻ എനർജി ഓക്സിജനെ കമ്പയർ ചെയ്യുമ്പോൾ എന്താണ്? കൂടുതലാണ് ഓക്സിജനെക്കാട്ട്. അപ്പൊ ഈ 2 എക്സെപ്ഷൻസ് ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഇതാണ് അയോണൈസേഷൻ എനർജിയുടെ ഭാഗത്ത് വരുന്ന എക്സെപ്ഷണൽ ആയിട്ടുള്ള സ്ഥിരം ചോദിക്കുന്ന ഒരു ചോദ്യം. അതുപോലെ നമ്മുടെ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിയിലും വരുന്നുണ്ട്. ഓക്കെ, ഇവിടെ നോക്കിക്കേ. അപ്പൊ ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്സിജന് -141 ആണ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. സൾഫറിന് -200. അപ്പൊ താഴേക്ക് വരുമ്പോൾ ലെസ് നെഗറ്റീവ് ആണ് കാണിക്കേണ്ടത്. അതുപോലെ ഇവിടെ ഫ്ലൂറിന്റെയും ക്ലോറിന്റെയും കേസിൽ താഴേക്ക് വരുമ്പോൾ ലെസ് നെഗറ്റീവ് കാണിക്കണം. പക്ഷെ ഇവിടെ എന്താ? ലെസ് നെഗറ്റീവ് അല്ല. എന്താണ് അതിന് കാരണം? കാരണം ചോദിച്ചാല് ഇപ്പൊ ഓക്സിജൻ നമ്മൾ എടുക്കുകയാണ്. ഇപ്പൊ ഓക്സിജനും ഫ്ലൂറിനും നമ്മൾ എടുക്കുന്നു. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എത്രയാണ്? 1s2 2s2 2p4 വരും അല്ലെ? ഫ്ലൂറിൻ വരുമ്പോ 1s2 2s2 2p5 വരും. അപ്പൊ അടുത്ത് നോക്കിക്കേ, ഈ സൾഫറും ക്ലോറിനും എടുക്കുമ്പോൾ ഇവിടെ 3s2 3p4 വരും. ഇവിടെ 3s2 3p
5ഉം വരും. നോക്കിക്കേ, ഇവരിലേക്ക് ഒരു ഇലക്ട്രോണിനെ ആഡ് ചെയ്യുമ്പോൾ അവിടെ ഓൾറെഡി ചെറിയ സൈസ് അല്ലേ, അപ്പൊ ചെറിയ സൈസിലോട്ട് വീണ്ടും ഇലക്ട്രോണിനെ ആഡ് ചെയ്യുമ്പോൾ കൂടുതൽ റിപ്പൽഷൻ വരും. ഇവിടെ നോക്കിക്കേ, ഇവിടെ സൾഫറും ക്ലോറിനുമാണ്, അപ്പൊ അവിടെ തേർഡ് ഷെൽ ആണ്, അപ്പൊ കുറച്ചും കൂടെ സ്പേസ് ഉണ്ട് അല്ലെ, കുറച്ചും കൂടെ റിപ്പൽഷൻ കുറയും. ഓക്കെ, അപ്പൊ സൈസ് കൂടുതലാണ്. ഇതുകൊണ്ടാണ് എന്ത് കാണിക്കുന്നത്, ആ ലെസ് നെഗറ്റീവ് താഴേക്ക് വരുന്നതോറും കാണിക്കാതെ ഒരു ചെറിയ വേരിയേഷൻ അവിടെ കാണിക്കുന്നത്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യനും ഈ ഓക്സിജന്റെയും ഫ്ലോറിന്റെയും സൾഫറിന്റെയും ഒക്കെ ക്വസ്റ്റ്യനും സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്, അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചിരിക്കുക. ഓക്കെ, അപ്പൊ ഇത്രയായപ്പോ നമ്മുടെ ഫിസിക്കൽ പ്രോപ്പർട്ടീസിന്റെ പരിപാടി കഴിഞ്ഞു. ഇനി നമുക്ക് എന്താണ് വരുന്നത്, നമ്മുടെ കെമിക്കൽ പ്രോപ്പർട്ടീസ് ആണ് പഠിക്കാനുള്ളത്. ഓക്കെ, അതിൽ ആദ്യം വരുന്നത് സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ, ജസ്റ്റ് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. വാലൻസി. വാലൻസി എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു എലമെന്റിന്റെ കമ്പൈനിങ് കപ്പാസിറ്റി ആണ്. ഇറ്റ് ഈസ് ദ കമ്പൈനിങ് കപ്പാസിറ്റി ഓഫ് ആൻ element, or it is the number of electrons lost or gained by an atom during a chemical reaction. ഒരു കെമിക്കൽ റിയാക്ഷനിൽ എത്ര ഇലക്ട്രോൺസ് ലോസ് ആയി അല്ലെങ്കിൽ ഗെയിൻ ആയി. അപ്പൊ along the period വാലൻസി ആദ്യം ഇൻക്രീസ് ചെയ്യും, പിന്നെ ഡിക്രീസ് ചെയ്യും. അപ്പൊ നമ്മൾ എഴുതുകയാണെങ്കിൽ ലിഥിയം, ബെറിലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ, നിയോൺ, നമ്മളിങ്ങനെ എഴുതുകയാണ്. അപ്പൊ ഇത് 3, 4, 5, 6, 7, 8, 9, 10. നോക്കിയ 2, 1, 2, 2, 2, 3, 2, 4, 2, 5, 2, 6, 2, 7, 2, 8. അപ്പൊ ഇവിടുത്തെ ബാലൻസ് ആദ്യം 1 ആണ്. 2, 3, 4. ഇവിടെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, 8ൽ നിന്നും 5 മൈനസ് ചെയ്യും, വീണ്ടും ഡിക്രീസ് ചെയ്യലേ. 3, 2, 1. മനസ്സിലായോ? അതാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ബാലൻസി ഇൻക്രീസ് അപ് ടു ദ മിഡിൽ ആൻഡ് ദെൻ ഡിക്രീസസ്. ക്ലിയർ ആയല്ലോ? അടുത്ത ഇനി വരുന്നത് അനോമലസ് പ്രോപ്പർട്ടി. അതായത് സെക്കൻഡ് പീരീഡിൽ ആദ്യത്തെ എലമെന്റുകൾക്ക് കുറച്ച് അനോമലസ് പ്രോപ്പർട്ടീസ് കാണിക്കും. നോക്കിക്കേ, ദ ഫസ്റ്റ് എലമെന്റ് ഇൻ ദ ഗ്രൂപ്പ് 1 ആൻഡ് ഗ്രൂപ്പ് 2, ലിഥിയവും ബെർലിയവും ആൻഡ് ഗ്രൂപ്പ് 13 to 17 ഉള്ള ഫസ്റ്റ് എലമെന്റ്സ് അവരുടെ ബാക്കിയുള്ള ഗ്രൂപ്പ് നമ്പേഴ്സിൽ നിന്നും ഒരു വ്യത്യസ്തത കാണിക്കും. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, അനോമലസ് പ്രോപ്പർട്ടീസ് എന്ന് വിളിക്കുന്നത്. ഇനി ഈ അനോമലസ് പ്രോപ്പർട്ടി കാണിക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, നോക്കിക്കേ, ഈ ഫസ്റ്റ് ഗ്രൂപ്പിൽ അല്ലെങ്കിൽ ഫസ്റ്റ് നിൽക്കുന്ന ഗ്രൂപ്പിൽ ആദ്യം നിൽക്കുന്ന ഈ എലമെന്റുകളിൽ നിറയെ സൈസ് കുറവായിരിക്കില്ലേ, അതാണ് ഒരു റീസൺ. ഡ്യൂ ടു ദ സ്മോൾ സൈസ് ആൻഡ് ലാർജ് ചാർജ് ടു റേഡിയസ് റേഷ്യോ. അവരുടെ ചാർജ് ടു റേഡിയസ് റേഷ്യോ എന്താണ്, ഹൈ ആണ്. അതുപോലെ തന്നെ ഹൈ ഇലക്ട്രോനെഗറ്റിവിറ്റി ആണ്. അവിടെ എന്തില്ല, ഡി ഓർബിറ്റലുകൾ ഇല്ല, ആബ്സെൻസ് ഓഫ് വേക്കന്റ് ഡി ഓർബിറ്റൽ. ഇനി എന്തൊക്കെയാണ് ഈ അനോമലസ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ, ദേ ക്യാൻ ഫോം മൾട്ടിപ്പിൾ ബോണ്ട് വിത്ത് ദംസെൽസ്. അതായത് ഇപ്പൊ കാർബൺ ഡബിൾ ബോണ്ട് ഫോം ചെയ്യാം, നൈട്രജന്റെ ട്രിപ്പിൾ ബോണ്ട്, അവരുമായിട്ട് തന്നെ അവർക്ക് എന്ത് ചെയ്യാം, മൾട്ടിപ്പിൾ ബോണ്ടുകൾ ഫോം ചെയ്യാം. മാക്സിമം കോവാലൻസി 4 ആണ്, ഡ്യൂ ടു ദ ആബ്സെൻസ് ഓഫ് വേക്കന്റ് ഡി ഓർബിറ്റൽ. എന്ന് പറഞ്ഞാൽ അവിടെ ഇപ്പൊ എസും പിയും അല്ലേ വരുന്നുള്ളൂ, അപ്പം 1, 2, 3, 4 ഉള്ളൂ. ഡിയും കൂടെ വരുമ്പോ എന്താണ്, ഇവിടെ മാക്സിമം ബോണ്ടിങ് 4 വരെ പോകുന്നുള്ളൂ. അപ്പൊ ഡിയും കൂടെ വന്നാലാണ് വീണ്ടും 5 വരുന്നത് അല്ലേ. അപ്പൊ ഡി ഓർബിറ്റൽ അവിടെ പ്രസൻസ് ഇല്ല, അതും ഒരു കാരണമാണ് എന്തിന്, ഈ അനോമലസ് പ്രോപ്പർട്ടി കാണിക്കാൻ. ഇപ്പൊ ഡി ഓർബിറ്റലും കൂടെ വന്നെങ്കിൽ അവിടെ വീണ്ടും 5, 4 + 5 9 ഓർബിറ്റലിന്റെ ഒക്കെ വന്നേനെ. ഇതിൽ എന്താണ്, ആബ്സെൻസ് ആണെങ്കിൽ പോലും. ഓക്കെ, അപ്പൊ ഡി ഓർബിറ്റൽ എവിടെ ഇല്ല, ഫസ്റ്റ് പീരീഡിൽ, സെക്കൻഡ് പീരീഡ് എലമെന്റ്സിന് വരുന്നില്ല. അപ്പൊ അതാണ് അനോമലസ് പ്രോപ്പർട്ടി കാണിക്കാനുള്ള കാരണങ്ങൾ. ഏതൊക്കെയാണ്, സ്മോൾ സൈസ്, ലാർജ് ചാർജ് ടു റേഡിയസ് റേഷ്യോ, ഹൈ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ആൻഡ് ആബ്സെൻസ് ഓഫ് വേക്കന്റ് ഡി ഓർബിറ്റൽ. ഈ 4 കാരണങ്ങളാണ് അനോമലസ് പ്രോപ്പർട്ടിക്ക് ചോദിച്ചിട്ടുള്ളതാണ് എക്സാമിന്. എന്താണ് അനോമലസ് പ്രോപ്പർട്ടി കാണിക്കാനുള്ള റീസൺസ്? എന്തൊക്കെയാണ്, സ്മോൾ സൈസ്, ലാർജ് ചാർജ് ടു റേഡിയസ് റേഷ്യോ, ഹൈ ഇലക്ട്രോ നെഗറ്റിവിറ്റി, ലാസ്റ്റ് നമ്മൾ പഠിച്ചത് എന്താണ്, ആബ്സെൻസ് ഓഫ് വേക്കന്റ് ഡി ഓർബിറ്റൽസ്. ഓക്കെ, ലാസ്റ്റ് പോർഷൻ ആണ് എന്താണ് ഡയഗണൽ റിലേഷൻഷിപ്പ്. ദ സിമിലാരിറ്റീസ് ഇൻ പ്രോപ്പർട്ടി ഷോൺ ബൈ ദ ഡയഗണലി പ്ലേസ്ഡ് എലമെന്റ്സ് ഓഫ് സെക്കൻഡ് ആൻഡ് തേർഡ് പീരീഡ്സ്. സെക്കൻഡ് പീരീഡിലെയും തേർഡ് പീരീഡിലെയും എലമെന്റുകൾ തമ്മിൽ നോക്കിക്കേ, ഇവിടെ നമ്മൾ സെക്കൻഡ് പീരീഡും തേർഡ് പീരീഡും അവിടെ ലിഥിയവും മഗ്നീഷ്യവും തമ്മിൽ, ബെറിലിയവും അലൂമിനിയവും തമ്മിൽ, ബോറോണും സിലിക്കണും തമ്മിൽ എന്ത് കാണിക്കുന്നു, പ്രോപ്പർട്ടീസിൽ സിമിലാരിറ്റി കാണിക്കുന്നു. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഡയഗണൽ റിലേഷൻഷിപ്പ്. എന്തുകൊണ്ടാണ് ഈ ഡയഗണൽ റിലേഷൻഷിപ്പ് കാണിക്കുന്നത്, സിമിലർ അറ്റോമിക് റേഡിയൈ, അയോണൈസേഷൻ എൻതാൽപ്പി ആൻഡ് ഇലക്ട്രോനെഗറ്റിവിറ്റി. അപ്പൊ ആരൊക്കെയാണ് എക്സാമ്പിളുകളാണ്, ലിഥിയം മഗ്നീഷ്യം ആയിട്ട്, ബെറിലിയം അലൂമിനിയം ആയിട്ട്, ബോറോൺ സിലിക്കനുമായിട്ട് ഒരു സിമിലാരിറ്റി കാണിക്കുന്നു. റീസൺസ് എന്തൊക്കെയാണ്, സിമിലർ അയോണിക് റേഡിയൈ, അയോണൈസേഷൻ എൻതാൽപ്പി ആൻഡ് ഇലക്ട്രോനെഗറ്റിവിറ്റി. ഓക്കെ, ക്ലിയർ ആയോ?
ഇത്രയാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ള കണ്ടന്റ്സ്. ക്ലിയർ ആയോ? ഫസ്റ്റ് നമ്മൾ എന്താ പഠിച്ചേ? ക്ലാസിഫിക്കേഷന്റെ ഹിസ്റ്ററി. എന്തൊക്കെയാണ് ക്ലാസിഫിക്കേഷൻ, അതിന്റെ ഹിസ്റ്ററീസ്, നമ്മൾ ഇപ്പൊ യൂസ് ചെയ്യുന്ന പീരിയോഡിക് ടേബിളിന്റെ പ്രത്യേകതകൾ, അതിൽ എന്തൊക്കെയുണ്ട്? ഗ്രൂപ്പുകൾ, പീരീഡുകൾ, ബ്ലോക്കുകൾ. അപ്പൊ ഓരോ ബ്ലോക്കിന്റെയും പ്രത്യേകത, പീരീഡ്സിന്റെ പ്രത്യേകത, ഗ്രൂപ്പുകളുടെ പ്രത്യേകത, അത്രയും പഠിച്ചതിന് ശേഷം നമ്മൾ ഒരു എലമെന്റ് തന്നാൽ അതിന്റെ പീരീഡും ബ്ലോക്കും ഗ്രൂപ്പും പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. അറിയാമല്ലോ? ഓക്കെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ പഠിച്ചേ? നോമൻക്ലേച്ചർ പഠിച്ചു. ശേഷം നമ്മൾ പീരിയോഡിക് ട്രെൻഡുകളിലേക്ക് കയറി. എന്തായിരുന്നു പീരിയോഡിക് ട്രെൻഡ്? ഓക്കെ, ഗ്രൂപ്പിലും പീരീഡുകളിലും ഓരോ എലമെന്റും എങ്ങനെ ബിഹേവ് ചെയ്യുന്നു അത് രണ്ടായിട്ട് നമ്മൾ തിരിച്ചു. ഫിസിക്കൽ പ്രോപ്പർട്ടീസും കെമിക്കൽ പ്രോപ്പർട്ടീസും. ഫിസിക്കൽ പ്രോപ്പർട്ടീസിൽ 5 എണ്ണം വരുന്നുണ്ട്. എന്താണ്? അറ്റോമിക് റേഡിയസ്, അയോണിക് റേഡിയസ്, അയോണൈസേഷൻ എൻതാൽപ്പി, ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി, ഇലക്ട്രോ നെഗറ്റിവിറ്റി. എന്താണ് നമ്മൾ കെമിക്കൽ പ്രോപ്പർട്ടീസിൽ? വാലൻസി, പിന്നെ നമ്മൾ എന്താണ് അനോമലസ് പ്രോപ്പർട്ടി, ഡയഗണൽ റിലേഷൻഷിപ്പ് ഒക്കെ പഠിച്ചു. അപ്പോൾ ഓവറോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നല്ല രീതിയിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. എല്ലാ പോർഷൻസും ഇമ്പോർട്ടൻ്റ് അല്ല, എല്ലാ പോർഷൻസും കവർ ചെയ്തു. ഇമ്പോർട്ടൻ്റ് പോർഷൻസ് സ്ട്രെസ് ചെയ്താണ് പറഞ്ഞത്. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചിരിക്കുക. എക്സാമിന് ഇത് വ്യക്തമായിട്ട് പഠിച്ചുകൊണ്ട്, കാരണം ഇതിനകത്തും വലിയ പ്രോബ്ലം സൈസ് ക്വസ്റ്റ്യൻ ഒന്നുമല്ല വരുന്നത്, എല്ലാം കോൺസെപ്റ്റുകളാണ് നമ്മുടെ അടുത്ത് ചോദിക്കുന്നത്. അപ്പോൾ കണ്ടന്റ് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാമെങ്കിൽ, അതായത് ഈ ട്രെൻഡുകളാണ് മെയിനായിട്ട് മക്കളെ ചോദിക്കുന്നത്. അപ്പോൾ അതൊന്ന് കൃത്യമായിട്ട് പഠിച്ചു വെച്ചാൽ സൂപ്പറായിട്ട് നിങ്ങൾക്ക് ചാപ്റ്റർ കിട്ടും. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കാം. നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ ഒന്ന് നോക്കാം. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കോ. ദ പ്രോപ്പർട്ടീസ് ഓഫ് എലമെന്റ്സ് ആർ ദ പീരിയോഡിക് ഫങ്ഷൻസ് ഓഫ് ദെയർ അറ്റോമിക് വെയിറ്റ്. ഹൂ പ്രപ്പോസ് ദ ലാ? ആരാണ് പ്രപ്പോസ് ചെയ്തത്? നമുക്കറിയാം അറ്റോമിക് വെയിറ്റ് എന്ന് പറയുമ്പോഴേ നമുക്കറിയാം ആരാണ്? മെൻഡലീവ് ആണ് ഈ ലോ പ്രപ്പോസ് ചെയ്തത്, മെൻഡലീവ്. അടുത്ത, ക്യാൻ യു സീ എനി മിസ്റ്റേക്ക് ഇൻ ദിസ് ലോ? നമുക്കിപ്പോൾ പഠിച്ചു കഴിഞ്ഞപ്പോൾ അറിയാം എന്തായിരുന്നു മിസ്റ്റേക്ക്. മോർ ഫണ്ടമെന്റൽ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് അറ്റോമിക് വെയിറ്റ് അല്ല, അറ്റോമിക് നമ്പർ ആണ്. അപ്പൊ അതാണ് കറക്ഷൻ എന്ന് പറയുന്നത്, അറ്റോമിക് നമ്പർ. അറ്റോമിക് നമ്പർ ആണ്. അടുത്ത, സ്റ്റേറ്റ് മോഡേൺ പീരിയോഡിക് ലോ. എന്താണ് മോഡേൺ പീരിയോഡിക് ലോ പറയുന്നത്? ദ കെമിക്കൽ ആൻഡ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് എലമെന്റ്സ് ആർ ദ പീരിയോഡിക് ഫങ്ഷൻസ് ഓഫ് ദെയർ അറ്റോമിക് നമ്പർ. അപ്പൊ ഇങ്ങനെയുള്ള സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ ചാപ്റ്ററിൽ നിന്ന് വരിക. അപ്പൊ കണ്ടന്റ് മനസ്സിലാക്കി പോയാൽ നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഇതുവരെ പഠിക്കാതിരുന്നവർക്കും ഇനി പഠിച്ചു തുടങ്ങാൻ പറ്റും. സിമ്പിളായിട്ടുള്ള പാടാണ്. അപ്പോൾ ക്ലാസ്സുകൾ കേട്ട് നോക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഓണം എക്സാമിനൊക്കെ അടിപൊളിയായിട്ട് പഠിച്ച് നല്ല മാർക്കൊക്കെ വാങ്ങിക്കാം കേട്ടോ. അപ്പോൾ ഈ സീരീസ് തുടരാൻ നമുക്ക് അടുത്ത ചാപ്റ്റർ, വേറൊരു ചാപ്റ്ററുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.